Welcome everyone to a new session of our marathon revision conducted by Arabic Village Hub. Our topic is Introduction to Mass Communication. ബഹുജന ആശയവിനിമയം എന്ന് പറയുന്ന വളരെ പ്രസക്തമായ ഒരു വിഷയത്തിന്റെ ഫിഫ്ത്ത് ബ്ലോക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ റിവിഷൻ സെഷന്റെ ലാസ്റ്റത്തെ ഭാഗമാണിത്. കഴിഞ്ഞ 4-5 സെഷനുകളിലായി ബാക്കിയുള്ള 5 ബ്ലോക്കുകൾ നമ്മൾ കവർ ചെയ്തിരുന്നു. ഏകദേശം 24ഓളം യൂണിറ്റുകൾ ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറെ ആളുകൾ അതെല്ലാം ലൈവായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാത്തവർക്കുള്ള റെക്കോർഡഡ് ക്ലാസ് നമ്മുടെ ആപ്പിൽ ഓൾറെഡി അവൈലബിൾ ആണ്. അല്ലാത്തവർ അത് ഉപയോഗപ്പെടുത്തുക. ഇനി നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് ഫിഫ്ത്ത് ബ്ലോക്ക് ആയിട്ടുള്ള മീഡിയ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ബ്ലോക്കിന്റെ പ്രത്യേകത, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ, അത് വിഷയം കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതിന്റെ കോർ ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ഒരു ബ്ലോക്കാണ് അതിന്റെ കോർ ഭാഗമായിട്ട് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു കണ്ടീഷൻ അനുസരിച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ബ്ലോക്കിൽ കുറച്ചധികം എഫേർട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യം ചിലപ്പോൾ വന്നേക്കാം. കാരണം നമ്മൾ അത്ര കണ്ട് കേട്ട് പരിചയിച്ചിട്ടില്ലാത്ത ഒരുപാട് വിഷയങ്ങൾ ഇതിൽ വരുന്നുണ്ട്. സംഗതി സിമ്പിൾ ആണ് എന്നുണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാറില്ല. ഈ ഒരു കാര്യം ഒരു പക്ഷേ ചിലപ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. എന്നാലും ആരും ഇത് സ്കിപ്പ് ചെയ്യാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളത് എന്ത് ചെയ്യുന്നു, തൽക്കാലം ഇവിടെ അതിന്റെ ഒരു പെറിഫറൽ ആയിട്ടുള്ള ഒരു വായനയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഭാഗങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ചാപ്റ്ററിനെ കുറിച്ച് ഒരു ഐഡിയ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ധാരാളം പേജുകളിലായിട്ടാണ് ഈ ഒരു ഭാഗങ്ങൾ പറയുന്നത്. ഒരുപാട് കണ്ടന്റ് ഉണ്ട്. അപ്പൊ അത് ആറ്റിക്കുറുക്കിയിട്ടാണ് നമ്മുടെ നോട്ട്സ് ഉള്ളത്. ആ നോട്ട്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ആയിരിക്കും നമ്മൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടാകുക. പിന്നെ നിങ്ങൾ ഏത് ബ്ലോക്കാണോ പഠിക്കാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് കൊണ്ട് ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളത് കൊടുക്കലാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. സോ നമ്മുടെ ഫസ്റ്റത്തെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എവല്യൂഷൻ ഓഫ് പ്രിന്റിംഗ് എന്നുള്ളതാണ്. അച്ചടി മാധ്യമങ്ങളുടെ ഒരു പരിണാമത്തെ കുറിച്ചാണ്, അതിന്റെ ചരിത്രവും വികാസവുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ പ്രിന്റിങ്ങിനെ കുറിച്ച് പഠിക്കും. അടുത്ത യൂണിറ്റിൽ ബ്രോഡ്കാസ്റ്റിംഗ്, സംരക്ഷണത്തെ കുറിച്ച് പഠിക്കും. പിന്നെ നമ്മൾ ഫോട്ടോഗ്രാഫി ഒക്കെ പോലെയുള്ള കാര്യങ്ങളുടെ വികാസത്തെ കുറിച്ച് പഠിക്കും. അങ്ങനെ ഒരു 4-5 മീഡിയകളുടെ ഒരു പരിണാമമാണ് നമ്മുടെ ഒരു ബ്ലോക്കിൽ കാര്യമായിട്ട് വരുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇതിൽ ഈസി ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് എവല്യൂഷൻ ഓഫ് പ്രിന്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതിൽ കാലിഗ്രഫിയെ കുറിച്ച് മനസ്സിലാക്കാനുണ്ട്. പിന്നെ പുരാതന കാലത്ത് ഉണ്ടായിട്ടുള്ള ചില റൈറ്റിംഗ് ഫോമുകൾ, യൂണിഫോം, അതുപോലെ തന്നെ ഹീറോഗ്ലൈഫ്സ്, പാം ലീവ്സ്, കൊഡക്സ് ഒക്കെ പോലെയുള്ള കുറച്ച് റൈറ്റിംഗ് ഫോംസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ദെൻ ഇൻവെൻഷൻ ഓഫ് പ്രിന്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ദെൻ പ്രിന്റിംഗ് ടെക്നോളജി, പിൽക്കാലത്ത് വന്നിട്ടുള്ള ചില സാങ്കേതിക വിദ്യാപരമായിട്ടുള്ള വികാസങ്ങൾ, ലെറ്റർ പ്രസ്, ലിനോടൈപ്പ് പ്രസ്, ഇൻഡാഗ്ലി, റോട്ടറി പ്രസ്, ഓഫ്സെറ്റ്, 3D, ഡിജിറ്റൽ, അത്തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള സാങ്കേതിക വിദ്യയിൽ വന്നിട്ടുള്ള വികാസങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കാര്യമായിട്ട് വരുന്നത്. ഇപ്പൊ ഫസ്റ്റത്തെ ഭാഗം എന്നുള്ളത് കാലിഗ്രഫി ആണ്. എക്സാമിന് സാധാരണയായി ചോദിച്ച് കണ്ടിട്ടില്ല. ഒരു പക്ഷേ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. വളരെ പുരാതനമായിട്ട് തന്നെയുള്ള ഒരു എഴുത്ത് രൂപമാണ്, അല്ലെങ്കിൽ ഏതോ തരത്തിലുള്ള ഒരു അച്ചടി മാധ്യമമാണ് കാലിഗ്രഫി എന്നുള്ളത്. കാലിഗ്രഫി എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. വേണമെങ്കിൽ ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് കാലിഗ്രഫി എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ടും അറബിയിലാണ് നമ്മൾ ആ ഒരു കാര്യം പൊതുവെ യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ അതല്ലാത്ത മറ്റു പല ലാംഗ്വേജുകളിൽ നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള എഴുത്തുകളൊക്കെയാണ് പുതിയ കാലത്തെ കാലിഗ്രഫി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ ഡിസൈൻഡ് ആയിട്ടുള്ള എഴുത്തുകൾ. ശരിക്കും പുരാതനമായിട്ട് ഈ ഒരു കലാരൂപം നമ്മുടെ ലോകത്ത് സജീവമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോ ജസ്റ്റ് നമ്മൾ അതിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ഈ അച്ചടി മാധ്യമങ്ങളുടെ തുടക്കമുള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. കാലിഗ്രഫി ഇസ് ദ ആർട്ട് ഓഫ് എ ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. വളരെ നല്ല കൈയക്ഷരത്തില് പുരാതന കാലം മുതൽ തന്നെ മതപരമായ അതുപോലെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാലിഗ്രഫി എന്നുള്ളത്. അപ്പോൾ മിഡീവൽ കാലത്ത് വരുന്ന മിഡീവൽ മോങ്സുകൾ, അതായത് ആ കാലഘട്ടത്തിലെ സന്യാസിമാര്, മത പണ്ഡിതന്മാരൊക്കെ അവരുടെ മതപരമായിട്ടുള്ള ടെക്സ്റ്റുകൾ എഴുതാൻ വേണ്ടിയിട്ട് കാലിഗ്രഫി എന്ത് ചെയ്തിരുന്നു, ഉപയോഗിച്ചിരുന്നു. പിൽക്കാലത്ത് ഇസ്ലാമിക് കാലിഗ്രഫി എന്നുള്ളത് വല്ലാതെ വികസിച്ചു. ഇന്നും കാലിഗ്രഫി എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രൗഢമായി നിൽക്കുന്ന ഒരു സംഗതിയാണ് അറബിക് കാലിഗ്രഫി എന്നുള്ളത്. അപ്പോൾ അത് പരിശുദ്ധ ഖുർആൻ പോലെയുള്ള വേദഗ്രന്ഥങ്ങളുടെ എഴുത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടു. പിന്നെ പിൽക്കാലത്ത് യൂറോപ്പിലും മറ്റുമൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വിപ്ലവത്തിനെ തുടർന്നിട്ട് കാലിഗ്രഫി എന്ത് ചെയ്തു, കൂടുതൽ വികാസം പ്രാപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതിൽ ഇപ്പോൾ പുതിയ കാലത്ത് ഡിജിറ്റൽ കാലിഗ്രഫി, അതായത് പേനയും ഇതൊന്നും ഇല്ലാതെ ഡിജിറ്റലായിട്ട് തന്നെ കാലിഗ്രഫി വരയ്ക്കാനും അത് സെല് ചെയ്യാനും ഒക്കെയുള്ള രൂപങ്ങൾ കാലിഗ്രഫിയിൽ നമുക്ക് ഇന്ന് കാണാനായിട്ട് പറ്റും.
പിന്നെ പഴയ കാലം മുതൽ തന്നെ ലൈബ്രറികളുടെ ഒരു സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈജിപ്ഷ്യൻസിലാണ് ആ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുള്ളത്. അലക്സാണ്ട്രിയ ലൈബ്രറിയിലൊക്കെ ധാരാളം പുസ്തകങ്ങൾ, റൈറ്റിംഗ് ലൈബ്രറി ഒക്കെ വളരെ സജീവമായിട്ട് ഏത് കാലഘട്ടത്തിൽ 3-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് പറ്റും. അന്ന് പ്രത്യേകമായ ചുരുളുകളിൽ, സ്ക്രോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുളുകൾ, അത്തരം ചുരുളുകളിൽ എഴുതിയിട്ട് അതിനെ സൂക്ഷിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ദെൻ നൈൽ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു ചെടിയിൽ നിന്നും ഉണ്ടാക്കുന്ന പാപ്പിറസ്, ഇത് യൂസ് ചെയ്തിട്ടായിരുന്നു അവർ ആ കാലഘട്ടത്തിൽ, അതായത് പേപ്പർ കണ്ടെത്തുന്നതിന് മുമ്പ് വ്യത്യസ്തമായ രൂപങ്ങളിൽ അവരെന്ത് ചെയ്തിരുന്നു, ഈ ഒരു എഴുത്തിനെ കൊണ്ടുവന്നിരുന്നു എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പ്രിന്റിംഗ് ടെക്നോളജിയിലേക്ക് വളർന്നു വരുന്നത് എന്നുള്ളതിന്റെ ചരിത്രമാണ് പറയുന്നത്. പിന്നെ ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പുരാതനമായിട്ടുള്ള റൈറ്റിംഗ് ഫോമുകളാണ്. എഴുത്തിന്റെ വളരെ പുരാതനമായിട്ടുള്ള രൂപങ്ങൾ, അതിന്റെ പിക്ചർ സഹിതം നമ്മുടെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ടൈപ്പാണ് ക്യൂനിഫോം എന്നുള്ളത്. ക്യൂനിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാമിയ സംസ്കാരത്തിൽ കണ്ടിരുന്ന, അതായത് പഴയ കാലത്ത് സുമേരിയൻ നാഗരികത, ബാബിലോണിയൻ നാഗരികതയിലൊക്കെ പ്രാചീന കാലത്ത് ഉണ്ടായിരുന്ന ഏകദേശം 3500 BC-യിൽ തന്നെ കണ്ടുവന്നിരുന്ന ഒരു തരത്തിലുള്ള എഴുത്താണ് ക്യൂനിഫോം എന്നുള്ളത്. ഇപ്പൊ ഈ പിക്ചറിൽ നമുക്ക് കാണാം. നമ്മൾ പണ്ട് പറയാറുണ്ടല്ലോ, പേപ്പർ കണ്ടെത്തുന്നതിന് മുമ്പ് കല്ലിലും ഓലയിലും ഒക്കെയാണ് എഴുതിയിരുന്നത് എന്നുള്ള ചരിത്രം നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രൂപമാണ് ഈ കാണുന്ന ക്യൂനിഫോം എന്നുള്ളത്. ഒരു തരത്തിലുള്ള കല്ല് പോലത്തെ ഒരു മെറ്റീരിയലിലാണ് അന്ന് കൊത്തി വെച്ചിരുന്നത്. അപ്പൊ പ്രിന്റിംഗ് കണ്ടെത്തുന്നതിന് മുമ്പ് ഈ ഒരു കൊത്തുപണിയിലൂടെയാണ് അന്നത്തെ സംഗതികൾ നമ്മൾ എഴുതി വെച്ചിരുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന എഴുത്തിന്റെ രൂപം എന്നുള്ളത് ക്യൂനിഫോം ആണ്. അപ്പോൾ അതൊരു പ്രിന്റിംഗ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, മറിച്ച് പ്രിന്റിംഗിലേക്ക് കടക്കുമ്പോഴുള്ള ഒരു ആദ്യത്തെ സ്റ്റെപ്പ് ആയിരുന്നു യഥാർത്ഥത്തിൽ ക്യൂനിഫോം എന്ന് നമുക്ക് പറയാൻ കഴിയും. പിന്നെ വരുന്ന ഒരു ടൈപ്പാണ് ഹീറോഗ്ലൈഫ്സ് എന്നുള്ളത്. അപ്പൊ ഈ പേരുകളൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ നിരന്തരമായിട്ട് വായിച്ചെങ്കിൽ മാത്രമേ അത് പഠിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾ അതിമേ എഫേർട്ട് കൊടുക്കാൻ പരമാവധി ശ്രമിക്കുക. ഹീറോഗ്ലൈഫ്സ് എന്ന് പറയുമ്പോഴും സമാനമായിട്ടുള്ള, അതായത് നമ്മൾ ചുമരിലൊക്കെ നടത്തുന്ന ഒരു കൊത്തുപണിക്ക് സമാനമായിട്ടുള്ള കാര്യമാണ് ഹീറോഗ്ലൈഫ്സ് എന്നുള്ളത്. ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടത് ബാബിലോണിയൻ സംസ്കാരത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രവർത്തനമാണ് എന്നുണ്ടെങ്കിൽ, ഇത് ഈജിപ്തുകാർ കൊണ്ടുവന്നിരുന്ന ഒരു കാര്യമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ചുവരുകളിലും തൂണുകളിലും മറ്റു പ്രതലങ്ങളിലും ഒക്കെ കൊത്തുപണി നടത്തിക്കൊണ്ട് പെയിന്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡാണ് ഹീറോഗ്ലൈഫ്സ് എന്നുള്ളത്. അപ്പൊ പല ഈജിപ്ഷ്യൻ ബുക്കുകളും പിൽക്കാലത്ത് പിന്നീട് പേപ്പറസ് സ്ക്രോളുകളിലൊക്കെ, സ്ക്രോൾ എന്ന് പറഞ്ഞാൽ പഴയ ചുരുളുകളിലൊക്കെ എഴുതി വെക്കാനായിട്ട് തുടങ്ങി. പിന്നീടാണ് പേപ്പറും മറ്റൊക്കെ വരുന്നത് പിൽക്കാലത്താണ്. പിന്നെ ബുക്ക് ഓഫ് ദി ഡെഡ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത് അന്നത്തെ പേപ്പറസിൽ ഉണ്ടാക്കിയിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു. നിരന്തരം കേൾക്കുന്ന ഒരു ടേമാണ് പേപ്പറസ് എന്നുള്ളത്. വേണമെങ്കിൽ നമുക്ക് അതൊന്ന് പെട്ടെന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. ഈ പിക്ചറൊക്കെ ഓർത്ത് വെക്കുക. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ടെസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന സംഗതിയാണ്. അപ്പോൾ ഇതാണ് പഴയ പേപ്പറസ് എന്ന് പറഞ്ഞാൽ ഈ സംഗതിയാണ്. ഇതിനാണ് നമ്മൾ പേപ്പറസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ, ഈ പ്ലാന്റിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇത് രൂപപ്പെടുത്തുന്നതെന്ന് കാണാൻ പറ്റും. അപ്പൊ അതിനെ പറ്റിയൊരു പിക്ചറാണ് ഇവിടെ കാണാം. ഇപ്പോ കണ്ടോ, ഈ ഒരു സംഭവത്തിൽ ഉള്ളത് നോക്കിക്കഴിഞ്ഞാൽ ആള് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആ ഒരു ചെടി എടുത്തുകൊണ്ട് അത് കട്ട് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ചുരുളുകൾ രൂപപ്പെടുത്തുന്ന ഒരു പ്രക്രിയ. ഇങ്ങനെയാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. കാണുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ അതാണ് പഴയ കാലത്തെ എഴുത്തൊക്കെ അത്തരം ടൈപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ പേപ്പറസ് ഒക്കെ വരുന്നത് എവിടെ നിന്നാണ്? ഈജിപ്തിൽ നിന്നാണ്. അപ്പൊ ടേം ഓർത്ത് വെക്കുക, പിക്ചർ ഓർത്ത് വെച്ചാൽ മനസ്സിലാകും. അന്നത്തെ ലഭിച്ചിരുന്ന ചെടിയിൽ നിന്നായിരുന്നു ഇത് രൂപപ്പെട്ടിരുന്നത്. പിന്നെ നമ്മൾ കുറെ കേട്ട് പരിചയിച്ചിട്ടുള്ള സംഗതിയാണ് പനയോലയിലുള്ള എഴുത്ത് എന്നുള്ളത്, അതായത് പാം ലീഫ്, അതായത് ഓലക്കെട്ടുകളിൽ എഴുതുന്ന ഒരു പ്രവണത നമുക്ക് കാണാം. ഇപ്പോൾ പഴയ കാലത്ത് ജാതകങ്ങളൊക്കെ ഉണ്ടാവും ഹിന്ദു സംസ്കാരത്തിലൊക്കെ ഉള്ള. ഇന്നും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പല മെറ്റീരിയൽസും മതപരമായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അവരുടെ ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ കാണാം. അപ്പോൾ ഇത് ഏറെക്കുറെ ഒരു വേദിക് പീരീഡിലാണ്, പുരാതന കാലത്തെ ഒരു വേദ പീരീഡിലാണ്. ഇന്ത്യയിലാണ് യഥാർത്ഥത്തിൽ ഇത് കൂടുതൽ സജീവമായിരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അതിനോട് കൂടുതൽ കണക്ഷൻ കിട്ടുന്നത്. അതുകൊണ്ടാണ്, അതായത് പാം ലീവ്സ് വെട്ടിയെടുത്തുകൊണ്ട്, പനയോലകൾ വെട്ടിയെടുത്തുകൊണ്ട് അതിനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന പുസ്തകത്തിന് സമാനമായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു അവസ്ഥ. അപ്പോൾ അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള, ക്രാക്കിംഗ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളൊക്കെ അതിൽ ഉപയോഗിച്ചിരുന്നു. പലപ്പോഴും ഇത്തരത്തിലുള്ള സംഗതികൾ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ 1500 BC കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ മറ്റൊരു ടൈപ്പാണ് കോഡെക്സ് എന്ന് പറയുന്ന ഒരു സംഗതി. ഇപ്പൊ നമുക്ക് ഈ പിക്ചറിൽ കാണാം. ഇപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന പുസ്തകത്തിന്റെ ഒക്കെ ഒരു ഏകദേശ രൂപം ഈ ഒരു കോഡെക്സിൽ അടങ്ങിയിട്ടുള്ളതായിട്ട് കാണാം. ഫസ്റ്റ് സെഞ്ചുറിയിലാണ്, അതായത് AD 1-ാം നൂറ്റാണ്ടിലാണ് ഇത്തരത്തിലുള്ള ഒരു ബുക്ക് ഫോർമാറ്റ് കണ്ടെത്തുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ പാപ്പിറസ്, അതുപോലെ തന്നെ പാർച്ച്മെന്റ് എന്നൊക്കെ പറയുന്ന ചില മെറ്റീരിയൽസ് അത് ബൈൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്.
അപ്പോൾ ചുരുളുകളെക്കാൾ എളുപ്പമാണ് ഇത് ഉപയോഗിക്കാനായിട്ട്. ഇപ്പൊ നമുക്ക് ചുരുൾ നമ്മൾ നേരത്തെ കണ്ടു, ഇങ്ങനെ റൗണ്ട് ആയിട്ടായിരിക്കും. അപ്പോൾ അത് ഇങ്ങനെ തുറക്കണം, വീണ്ടും ചുരുട്ടി, അങ്ങനെ വളരെ പരിമിതമായ പേജുകൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്നാൽ കോഡക്സിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന പുസ്തകത്തിന്റെ ഒക്കെ ഒരു ഏകദേശ ബൈൻഡിങ് രൂപം ഇവിടെ കണ്ടില്ലേ, ഒരു തരത്തിലുള്ള ബൈൻഡിങ് ഒക്കെ ആ ഒരു പാർട്ടിൽ കാണാൻ കഴിയും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് നമ്മൾ കാണുന്ന പുസ്തകത്തിന്റെ രൂപത്തിലേക്കുള്ള വലിയ സ്റ്റെപ്പായിരുന്നു കോഡക്സ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിരുന്ന പുസ്തകം ബൈബിൾ ആയിരുന്നു. കാരണം യൂറോപ്പിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രാചീനം നേടിയത്. അവിടുത്തെ പ്രധാനപ്പെട്ട മതം ക്രിസ്തു മതമായതുകൊണ്ട് തന്നെ അന്നത്തെ ബൈബിളാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കോപ്പിയിലൂടെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ബൈബിളിലുള്ള പഴയ നിയമം, പുതിയ നിയമം, അതുപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ഇത്തരത്തിലുള്ള രേഖകളിൽ കൊത്തിവെക്കുന്ന ഒരു, അല്ലെങ്കിൽ എഴുതി വെക്കുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു. പിന്നീട് പിൽക്കാലത്ത് 5-ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വെസ്റ്റ് ഒരു ഡാർക്ക് ഏജിലൂടെയാണ്, നമ്മൾ അറേബ്യൻ കൾച്ചറിൽ ജാഹിലിയ കാലം എന്നൊക്കെ പറയുന്നത് പോലെ വെസ്റ്റിനും ഒരു ജാഹിലിയ കാലം ഉണ്ടായിരുന്നു, ഒരു ഇരുണ്ട യുഗം, ഒരു ഡാർക്ക് ഏജ് ഉണ്ടായിരുന്നു. കാരണം അവിടെ ഉണ്ടായിരുന്ന ഈ പറയപ്പെട്ട ലൈബ്രറികളൊക്കെ ബാർബേറിയൻസ് വന്നിട്ട് നശിപ്പിക്കുന്ന ഒരു അവസ്ഥ. സൗണ്ടിന് പ്രശ്നമുണ്ടോ? ഹലോ, ഇല്ല, ക്ലിയർ ആണ്. ഓക്കെ. ദെൻ അപ്പോ ബാർബേറിയൻസ് വന്നുകൊണ്ട് അത് നശിപ്പിക്കുന്ന ഒരു അവസ്ഥ, ഒരു ചരിത്രഘട്ടമുണ്ട്. അതിനുശേഷം വലിയ അർത്ഥത്തിൽ എന്ത് ചെയ്തിരുന്നു, ഇത്തരത്തിലുള്ള പല അറിവുകളും നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു. മൈക്ക് മ്യൂട്ട് ചെയ്യാത്തവർ മ്യൂട്ട് ചെയ്യട്ടോ. ഓക്കെ, റുബീന എന്നുള്ള അക്കൗണ്ട് പ്ലീസ്. ഓക്കെ. ദെൻ നോളജ് ആൻഡ് ലേണിംഗ് ഡിക്ലൈൻഡ് ഫോർ മെനി സെഞ്ചുറീസ്. അപ്പോൾ ഈ ഒരു വലിയ അർത്ഥത്തിലുള്ള ഒരു നാശനഷ്ടം അന്ന് സംഭവിച്ചതിനെ തുടർന്നിട്ട് കുറെ കാലം എന്ത് ചെയ്തു, അറിവ് ലോകത്ത് നിലയ്ക്കുകയുണ്ടായി. ലോകം മൊത്തം ഇരുണ്ട യുഗത്തിലേക്ക് മാറി. പിന്നീട് പിൽക്കാലത്ത് ഒരു 400 മുതൽ 1000 വരെയുള്ള വർഷങ്ങളിൽ, 1000 AD ചൈനയിലും ജപ്പാനിലും ഒക്കെ കൺഫ്യൂഷനിസം, ബുദ്ധിസം പോലെയുള്ള മതങ്ങൾ വളർന്നു വന്നതിന് പിന്നാലെയാണ് അവിടെയൊക്കെ ഒരു തരത്തിലുള്ള വൈജ്ഞാനികമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടായത് എന്ന് നമ്മുടെ ഈ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. ചൈനയിലാണ് യഥാർത്ഥത്തിൽ പേപ്പറിന്റെ ഒരു ആദ്യകാല ഉത്ഭവം ഒക്കെ വരുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ വരും. അപ്പോൾ ആദ്യമായിട്ട് ലോകത്ത് പ്രിന്റിങ്ങിന്റെ ആദ്യഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഇൻവെൻഷൻ ഓഫ് പ്രിന്റിംഗ് ആണ്. പ്രിന്റിങ്ങിൽ എന്ത് ചെയ്യുന്നു, 105 CE ഈ സമയത്താണ്, അതായത് CE 105 നമ്മുടെ വർഷം, ഇപ്പൊ നമ്മൾ 2025 ഉള്ളത്. ആ സ്ഥാനത്ത് 105-ാം വർഷത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചൈനയിൽ അന്ന് ഹാൻ ഡൈനസ്റ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ പേപ്പർ ആദ്യമായിട്ട് കണ്ടെത്തുകയാണ്. അപ്പോൾ മൾബറി മരത്തിന്റെ കൊമ്പുകൾ, അതുപോലെ തന്നെ അതിന്റെ തടി, പിന്നെ ഹെമ്പ് റാക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള മരങ്ങളും ചെടികളൊക്കെയാണ്. ഇതിനൊക്കെ അരച്ചുകൊണ്ട് എന്തായിട്ട് മാറ്റും, അതിന്റെ പൾപ്പ് ആക്കിയിട്ട് എടുക്കും. അരച്ച് നമ്മളിപ്പോ നേരത്തെ കാണുന്ന ഷീറ്റ് പോലെ ആക്കി മാറ്റും. എന്നിട്ട് ആ ഷീറ്റ് ഉണങ്ങാൻ കാത്തി നിൽക്കും. എന്നിട്ട് അതിലൂടെ ആയിരുന്നു അന്നത്തെ ആദ്യകാല പേപ്പറുകൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ കല്ലുകൾക്കും മറ്റ് സിൽക്കിലൊക്കെ എഴുതിയിരുന്ന ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് ഒന്നുകൂടി എന്ത് ചെയ്യാൻ തുടങ്ങി, പുതിയൊരു രീതിയിലേക്ക് നമ്മൾ മാറാൻ തുടങ്ങി. പിൽക്കാലത്ത് ഈ പേപ്പർ എന്നുള്ള അതിൽ കൂടുതൽ ഡെവലപ്മെന്റ്സ് വന്നു. അത് കൂടുതൽ വില കുറഞ്ഞ രൂപത്തിൽ ലോകത്ത് എല്ലായിടത്തും ലഭ്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പേപ്പർ വ്യവസായം വർദ്ധിച്ചതോട് കൂടിയിട്ട് പിന്നീട് എന്ത് ചെയ്തു, ഇസ്ലാമിക ലോകത്തേക്ക് വന്നു. പിന്നെ അതിനെ തുടർന്നിട്ട് വീണ്ടും യൂറോപ്പിലേക്ക് ആ സംഗതി വരാൻ തുടങ്ങി. യൂറോപ്പിൽ പലപ്പോഴും ഇതിന്റെ കൂടുതൽ മെച്ചപ്പെട്ട മാതൃകകൾ 15-ാം നൂറ്റാണ്ടിലൊക്കെ പേപ്പർ മില്ലുകൾ സജീവമാകാൻ തുടങ്ങി. നമുക്കറിയാം 16-17 നൂറ്റാണ്ടുകളിലൊക്കെയാണ് യൂറോപ്പിൽ ജ്ഞാനോദയ കാലം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു എൻലൈറ്റ്മെന്റ്, റിനൈസൻസ്, വിപ്ലവങ്ങളൊക്കെ സംഭവിക്കുന്ന ആ ഒരു ലോകത്തെ മാറ്റിമറിച്ച ഒരു കാലഘട്ടമാണ് ഒരു 15, 16, 17 നൂറ്റാണ്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു കാലഘട്ടം. ചരിത്രപരമായിട്ട് വളരെ പ്രസക്തിയുള്ള ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അതിന് മുന്നിൽ നിന്ന് നയിച്ച ഒരു സംഗതിയായിരുന്നു പ്രിന്റിംഗ് ടെക്നോളജി എന്നുള്ളത്. കാരണം ആളുകളെ വിദ്യാഭ്യാസം ഉള്ളവരാക്കാൻ, അവർക്ക് ഈ ഒരു വിപ്ലവത്തിന്റെ ചിന്തകൾ നൽകാൻ, അവരെ ഈ ലോകത്തോട് സംസാരിക്കാൻ പാകത്തിന് അവരെ പാകപ്പെടുത്തിയെടുക്കുന്നതിൽ അന്നത്തെ രചനകൾക്കും അന്ന് പ്രിന്റിംഗ് ടെക്നോളജി വികസിച്ചത് കൊണ്ട് അന്നത്തെ വലിയ നേതാക്കന്മാർക്കും ഒക്കെ താഴെയുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം, മാസ് കമ്മ്യൂണിക്കേഷനുള്ള വാതിലുകൾ ആദ്യമായിട്ട് പ്രിന്റിംഗ് ടെക്നോളജിയിലൂടെ തുറക്കുന്നത് ആ കാലഘട്ടത്തിലെ യൂറോപ്പിലാണ് അത് കൂടുതൽ വികസിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റീപ്രൊഡക്ഷൻ ആണ്, ഒരു പുനരുൽപാദനമാണ്. റീപ്രൊഡ്യൂസിംഗ് ടെക്സ്റ്റ് ആൻഡ് ഇമേജസ് യൂസിങ് എ പ്രസ് ഓർ എക്യുപ്മെന്റ്. ഏതോ തരത്തിലുള്ള ഒരു പ്രസ്സോ മറ്റു എക്യുപ്മെന്റ്സോ ഉപയോഗിച്ചുകൊണ്ട് ഒരു ടെക്സ്റ്റിനെ അല്ലെങ്കിൽ ഒരു എഴുത്തിനെ അല്ലെങ്കിൽ ഒരു ചിത്രത്തെ നമ്മൾ വീണ്ടും വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രിന്റിംഗ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഫോട്ടോഷോപ്പ് എടുക്കുമ്പോഴൊക്കെ എന്താ ചെയ്യുന്നത്, ഒരേ മെറ്റീരിയൽ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും അതിന്റെ വ്യത്യസ്ത കോപ്പികൾ ഉണ്ടാക്കുന്ന ആ ഒരു പ്രക്രിയയാണ് റീപ്രൊഡ്യൂസിംഗ് എന്ന് പറയാം. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ കേവലം വുഡൻ, അപ്പൊ നമ്മൾ പറഞ്ഞു അതും ചൈനയിലാണ് ഉത്ഭവിക്കുന്നത് ടാങ് ഡൈനാസ്റ്റിയുടെ കാലത്ത്. നേരത്തെ നമ്മൾ ഹാൻ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞു, അതായത് പേപ്പർ കണ്ടെത്തിയത്
ചൈനയിലെ ഹാൻ ഡൈനാസ്റ്റിയുടെ കാലത്താണ് 105-ാം വർഷം. അപ്പൊ അത് നോട്ട് ചെയ്യാം. 105-ൽ ചൈനയിലാണ് പേപ്പർ കണ്ടെത്തുന്നത്. പ്രിന്റിങ്ങിന്റെ ആദ്യ ഘട്ടവും വരുന്നത് ഒരു 618 മുതൽ 907 വരെ അവിടെ ഭരിച്ചിരുന്ന ടാങ് ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഒരു ഭരണകൂടത്തിന്റെ കാലഘട്ടത്തിലാണ് വുഡ് ബ്ലോക്ക് പ്രിന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലെ മരത്തിന്റെ അച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രിന്റിങ് പിക്ചേഴ്സ് ഒക്കെ പിന്നാലെ വരുന്നുണ്ട്. പിന്നീട് എന്ത് ചെയ്തു, അത് വികസിക്കാൻ തുടങ്ങി. അത് പിന്നീട് ഇപ്പോൾ നമ്മൾ കാണുന്ന 3D പ്രിന്റിംഗ് വരെയൊക്കെ എത്തി എന്നുള്ളതാണ്. അങ്ങനത്തെ ഓൾഡസ്റ്റ് പ്രിന്റഡ് ബുക്കാണ് ഡയമണ്ട് സൂത്ര എന്നുള്ളത്. ഒരു GK ആണ്, ജനറൽ നോളജ് ആണ്, പഠിച്ചു വെക്കുക. ഡയമണ്ട് സൂത്രയാണ് ഈ അർത്ഥത്തിൽ ആദ്യമായിട്ട് പ്രിന്റ് ചെയ്ത ബുക്ക്. പല ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളും ഈ അർത്ഥത്തിൽ അന്ന് പ്രിന്റ് ചെയ്യപ്പെട്ടിരുന്നു. പിന്നീട് അത് ബ്രിട്ടീഷ് മ്യൂസിയത്തിലും ലണ്ടനിലൊക്കെ ഇത്തരത്തിലുള്ള പലതും സംരക്ഷിക്കപ്പെടാനായിട്ട് തുടങ്ങി. ലോകത്ത് സംഗതി മെല്ലെ വികസിച്ചു വരികയാണ്. അതുപോലെ തന്നെ മംഗോളിയന്മാരും മറ്റുമൊക്കെ ഈ ഒരു പേപ്പർ യൂസ് ചെയ്തിരുന്നു. ദെൻ പിന്നീട് കൊറിയയിലും ഇതിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു ചരിത്രമാണ്, സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, അത് ജസ്റ്റ് വായിച്ചാൽ മാത്രം മതി. ദെൻ പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട നീക്കമാണ് ലെറ്റർ പ്രസ് എന്നുള്ളത്. നമ്മൾ ഇന്ന് കാണുന്ന അച്ചടിയുടെ ഒരു ആദ്യ ഘട്ടം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ ഒരു അന്നത്തെ ഒരു ലെറ്റർ പ്രസ്സുകളിലൂടെയാണ്. ഇന്ന് നമ്മൾ കാണുന്ന പ്രിന്ററിന്റെ അന്നത്തെ രൂപമാണ് നമ്മൾ കാണുന്നത്. വളരെ വലിപ്പമുള്ള, വലിയ വികാസമുള്ള ഒരു സംഗതിയാണ് അന്നത്തെ അച്ചടി യന്ത്രങ്ങൾ എന്നുള്ളത്. അവിടെ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു പേരാണ് ജോഹന്നാസ് ഗുട്ടൻബർഗ് എന്ന് പറയുന്ന വ്യക്തി. ഗുട്ടൻബർഗ് ആണ് പ്രിന്റിങ്ങിന്റെ പിതാവ്. അപ്പോൾ ആ പേര് മറക്കരുത്, ജോഹന്നാസ് ഗുട്ടൻബർഗ്. എന്തായാലും നമുക്ക് ഇതിന് ശേഷം അറിയേണ്ട ഒരു പേരാണ്. എക്സാമിന് വേണ്ടി മാത്രമല്ല, വളരെ മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട GK പെട്ട സംഗതിയാണ്. ആരാണ് പ്രിന്റിംഗ് മെഷീൻ, ആദ്യകാല പ്രിന്റിംഗ് കണ്ടെത്തിയത്, അത് ആധുനിക പ്രിന്റിങ്ങിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുട്ടൻബർഗ് ആണ്. ആ പേര് മറക്കരുത്. അദ്ദേഹം ഒരു ജർമ്മനിയിലുള്ള ആളായിരുന്നു. 1455 അദ്ദേഹം എന്ത് ചെയ്തു, 42 ലൈനുള്ള ഒരു ബൈബിൾ രണ്ട് കോളംസിലായിട്ട് എന്ത് ചെയ്താൽ തുടങ്ങി, പ്രിന്റ് ചെയ്യാൻ തുടങ്ങി. അതിൽ ഓരോ പേജിലും 42 ലൈൻ വീതമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം അന്ന് തുടങ്ങി വെച്ച പ്രിന്റിങ്ങിന്റെ ആദ്യകാല രൂപമാണ് പിന്നീട് വികസിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ കാണുന്ന വളരെ ഡിജിറ്റലൊക്കെ ആയിട്ടുള്ള പ്രിന്റിങ്ങിലേക്ക് പിൽക്കാലത്ത് എത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഇത്തരത്തിലുള്ള ബ്ലോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ പ്രിന്റഡ് ആയിട്ട് സാധനം വരും. പിന്നെ നമ്മൾ അതിലേക്ക് മഷി കൊടുത്തുകൊണ്ട് പ്രിന്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അന്ന് ഈ ഒരു അച്ചടിക്കുന്നതിന്റെ ഒരു കുറേയൊക്കെ ഓട്ടോമേഷൻ അദ്ദേഹം അന്ന് സാധ്യമാക്കി എടുത്തിരുന്നു. അപ്പോൾ അത് അങ്ങനെ പകർത്തിയെടുക്കുന്ന ഒരു മെത്തേഡാണ് ലെറ്റർ പ്രസ്സിലൂടെ അന്ന് ആദ്യമായിട്ട് ഉണ്ടായിരുന്നത്. പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് അതിനെ കൊണ്ടുവരുന്നത് വില്യം കാക്സ്റ്റൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആ ലെറ്റർ പ്രസ്സിനെ ഇംഗ്ലണ്ടിലേക്ക് അത് കൊണ്ടുവന്നു. പിൽക്കാലത്ത് ഒരുപാട് പുസ്തകങ്ങൾ യൂറോപ്പിൽ വിറ്റഴിക്കുകയുണ്ടായി. പിന്നീട് വെനീസിലൂടെ മറ്റുമൊക്കെ അന്നുണ്ടായിരുന്ന ട്രേഡ് റൂട്ടിലൂടെ ഈ ഒരു സംഗതി വികസിക്കാൻ തുടങ്ങി. ലോകത്ത് കൂടുതൽ പ്രിന്റിംഗ് മെഷീൻസ് വന്നു എന്നുള്ളതാണ്. അതായത് അന്നത്തെ ലെറ്റർ പ്രസ് എന്ന് പറയുമ്പോൾ അതാണ്. പിന്നെ വന്നിട്ട് അടുത്തൊരു വികാസമാണ് ലിനോടൈപ്പ് മെഷീൻ എന്നുള്ളത്. ഈ പിക്ചറിൽ നമ്മൾ കാണുന്നത് പോലെ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതി. ലെറ്റർ പ്രസ്സിനേക്കാൾ ഒന്നുകൂടി ഈ സംഗതി സിമ്പിളായി മാറുകയാണ്. ഓട്ടോമാർ മെർഗൻ ടൈലർ എന്ന് പറയുന്ന ഓട്ടോമാർ മെർഗൻ ടൈലർ, ഇതാണ് പേര്, മെർഗൻ ടൈലർ എന്നുള്ള ഒരു ജർമ്മൻ അമേരിക്കൻ ഇൻവെന്റർ ആണ് ഈ ലിനോടൈപ്പ് മെഷീൻ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പ് വളരെ സ്ലോ ആയിരുന്നു. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ കൈ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ അച്ചടിച്ചിറക്കണം, വളരെ പെട്ടെന്ന് അത് ചെയ്യാൻ കഴിയില്ല, അതിലെ ചെലവ് കൂടുതലാണ്, ഭയങ്കര സ്ലോ ആയിരുന്നു പഴയ ലെറ്റർ പ്രസ് എന്നുള്ളത്. എന്നാൽ അതിനെ മാറ്റിക്കൊണ്ട് ഒന്നുകൂടി എളുപ്പമാക്കി കൊണ്ടുവരുന്ന ഒരു സംഗതിയായിരുന്നു ലിനോടൈപ്പ് മെഷീൻ എന്നുള്ളത്. ഈ മെഷീൻ വന്നതിന് പിന്നാലെയാണ് ലോകത്ത് ന്യൂസ് പേപ്പറും മാഗസിനും ഒക്കെ ഇറങ്ങാൻ തുടങ്ങിയത്. അതിന് മുമ്പ് അത് ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം അലോയ്സ് സെൻഫെൽഡർ എന്ന് പറയുന്ന ഒരു സ്കോളർ എന്ത് ചെയ്യുന്നു, ലിത്തോഗ്രഫി കണ്ടെത്തുന്നു. കെമിക്കൽ പ്രിന്റിംഗ് എന്നും അതിന് പറയപ്പെടാറുണ്ട്. ഒരു തരത്തിലുള്ള പുതിയൊരു ടെക്നോളജി ആയിരുന്നു ലിത്തോഗ്രഫി എന്നുള്ളത്. അതായത് സ്റ്റോൺ പ്രിന്റിങ് അതൊക്കെ പോപ്പുലർ ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ മാപ്പുകൾ, പോസ്റ്റർ മറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉത്പാദിപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് ലിത്തോഗ്രഫി എന്നുള്ളത്. നമ്മൾ നേരത്തെ കാലിഗ്രഫി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു സംഗതിയാണ് ലിത്തോഗ്രഫി എന്നുള്ളത്. അപ്പൊ ലിനോടൈപ്പ് മെഷീൻ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കുക. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. പൊതുവെ ആ ഒരു പ്രക്രിയ വിശദീകരിക്കാൻ എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ മെഷീനെ കുറിച്ചിട്ട് ഒരു മിനിമം ധാരണ, അതിന്റെ ആരാണ് അത് ഉണ്ടാക്കിയത്, അത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കൂടി ചേർത്തിട്ട് എഴുതാനുള്ള രീതിയിൽ ഉണ്ടാകുള്ളൂ. ലിനോടൈപ്പ് മെഷീൻ എന്താണ് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ അപൂർവമാണ്, ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അത് അതിന്റെ നിർമ്മാതാവിനെ കുറിച്ച് മനസ്സിലാക്കുക. പിന്നെ അതിലൊരു കീ പോയിന്റ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെ ന്യൂസ് പേപ്പർ, മാഗസിനും പ്രിന്റ് മീഡിയ ഒക്കെ വികസിക്കുന്നത് 20ാം നൂറ്റാണ്ടിലാണ്. അതിന് ഒരു ഗതി പകർന്ന സംഗതിയാണ് ലിനോടൈപ്പ് മെഷീൻ എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. പിന്നെ വരുന്ന സംഗതിയാണ് ഇൻഡാഗ്ലിയോ പ്രിന്റിംഗ് എന്നുള്ളത്. ഇപ്പൊ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഇപ്പോ നമ്മളൊരു സിമ്പിൾ ആയിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു അച്ച് വെച്ചുകൊണ്ട് നമ്മൾ പ്രിന്റ് ചെയ്യുന്ന ഒരു അവസ്ഥ. അതായത് ഈ വേണ്ട പിക്ചർ എന്താണോ അത് ആദ്യം നമ്മൾ മെറ്റലിൽ രൂപപ്പെടുത്തും.
പിന്നെ അതിൽ മഷി ഉപയോഗിച്ചുകൊണ്ട് അതിനെ പേപ്പറിലേക്ക് അച്ചടിക്കുക, നമ്മൾ സീൽ വെക്കുന്നത് പോലെ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇൻഡാഗ്ലിയോ പ്രിന്റിംഗ് എന്നുള്ളത്. അത് കൂടുതലും നമ്മൾ ചെയ്തിട്ടുള്ളത് കോപ്പറും മറ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ്. ഇൻവോൾവ്സ് കാർവിംഗ് ഡിസൈൻസ് ഓൺ മെറ്റൽ പ്ലേറ്റ്സ്. നമുക്ക് എന്ത് ഡിസൈൻ ആണോ വേണ്ടത് അതൊരു മെറ്റൽ പ്ലേറ്റിലേക്ക് ആ രൂപത്തിൽ അച്ച് നിർമ്മിക്കും. പിന്നെ അതിൽ മഷി നിറച്ചുകൊണ്ട് പേപ്പറിൽ വെക്കുന്ന ഒരു കണ്ടീഷൻ. പിന്നെ അത് ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ അച്ച് അതുപോലെ നല്ല വൃത്തിയിൽ ഭംഗിയിൽ അത് ഇതാക്കുന്ന ഒരു കാര്യം. ആ പിക്ചറിൽ നിന്ന് തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് ഇൻഡാഗ്ലിയോ പ്രിന്റിംഗ് എന്നുള്ളത്. പിന്നെ ഒരു സംഗതിയാണ് റോട്ടറി പ്രിന്റിംഗ് പ്രസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാം. പഴയ കാലത്ത് കുറച്ചുകൂടി വലിയ വലിപ്പത്തിലുള്ള ഒരു പ്രിന്റിംഗ് മെത്തേഡ് ആയിരുന്നു റോട്ടറി പ്രിന്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു സംഗതി. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാം, കണ്ടോ, വളരെ വലിയൊരു മെഷീനാണ്. ഇത് നമ്മൾ കാണുന്ന പ്രിന്റിംഗ് പ്രസ്സുകളെക്കാളൊക്കെ വളരെ വലുപ്പമുള്ള ഇത്തരത്തിലുള്ള റൊട്ടേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീൽസ് ഉപയോഗിച്ചുകൊണ്ട് ഓരോ ഷീറ്റിലും പ്രിന്റ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥ. ഇങ്ങനെയാണ് ലോകത്ത് പ്രിന്റിംഗ് എന്ത് ചെയ്തത്, ഘട്ടം ഘട്ടമായിട്ട് വികസിച്ച് വന്നത്. അപ്പോൾ റോട്ടറി പ്രിന്റിംഗ് എന്ന് പറയുമ്പോൾ പിക്ചർ ഓർത്താൽ മതി. റിച്ചാർഡ് എം ഹോ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, ഒരു അമേരിക്കൻ ഇൻവെന്റർ ആണ് ഈ ഒരു സംഗതി 1843 കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ ഒരു റൊട്ടേറ്റിംഗ് സിലിണ്ടറിന്റെ രൂപത്തിൽ പിക്ചറിൽ നമ്മൾ കാണുന്നത് പോലെ ഒരു റൊട്ടേറ്റിംഗ് സിലിണ്ടറിന്റെ രൂപത്തിലായിരുന്നു അദ്ദേഹം അതിനെ കണ്ടെത്തിയത്. കുറച്ചുകൂടി ഹൈ സ്പീഡ് ആയിക്കൊണ്ട് വളരെ പെട്ടെന്ന് പ്രിന്റിംഗ് നടത്താൻ എന്ത് ചെയ്തിരുന്നു, ഈ റോട്ടറി പ്രിന്റിംഗ് പ്രസ് സഹായിച്ചിരുന്നു. പിന്നെ ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക പ്രിന്റിംഗ് പ്രസ്സുകളുടെ രൂപങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് എന്നുള്ളത്. ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാം. ഈ ഫ്ലെക്സ് അടിക്കുന്ന ഷോപ്പിലൊക്കെ പോയവർക്ക് അറിയാം എന്താണ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് എന്നുള്ളത്. അപ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റബ്ബർ ബ്ലാങ്കറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ ഒരു മെറ്റൽ പ്ലേറ്റിൽ നമുക്ക് വേണ്ട പിക്ചർ അതിൽ ഇങ്കൊക്കെ നിറച്ചുകൊണ്ട് ഒരു മെറ്റൽ പ്ലേറ്റ് ഉണ്ടായിരിക്കും. അത് പിന്നെ ഒരു റബ്ബർ ബ്ലാങ്കറ്റിലേക്ക് എത്തും. അത് പിന്നീട് പേപ്പറിലേക്ക് വരുന്ന ഒരു റോളിംഗ് പ്രോസസ്സ് പോലെ വരുന്ന ഒരു പ്രവർത്തനം. അപ്പൊ ഇവിടെ നമ്മൾ വേണ്ട പിക്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അത് ഈ മെഷീനിലൂടെ എന്ത് ചെയ്യും, കടന്ന് ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു പിക്ചറായിട്ട് ഒരു വേണ്ട രൂപത്തിലേക്ക് വരുന്നത്. അതിനാണ് നമ്മൾ ഓഫ്സെറ്റ് പ്രിന്റിംഗ് എന്ന് പറയാ. ഇത് ഒരു വലിയ വിപ്ലവമായിരുന്നു. ഇതിലൂടെയാണ് പിന്നീട് ഇന്ന് നമ്മൾ കാണുന്ന അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റിംഗിലേക്കൊക്കെ പിന്നീട് നമ്മൾ മാറുന്നത്. അപ്പൊ ഈ ഒരു റബ്ബർ ബ്ലാങ്കറ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ക് ട്രാൻസ്ഫർ വളരെ സ്മൂത്ത് ആയിട്ട് നടന്നിരുന്നു. ഈ മഷികൾ പരക്കാതെ അതേപോലെ തന്നെ പേപ്പറുകളൊന്നും കേടുവരാതെ കൂടുതൽ എഫക്റ്റീവ് ആയിക്കൊണ്ട് ഒരു റബ്ബർ ബ്ലാങ്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് പ്രിന്റിംഗ് നടത്തുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഓഫ്സെറ്റ് പ്രിന്റിംഗ് എന്ന് പറയാം. പിന്നെ അതിൽ വരുന്ന ടേമാണ് ഫോട്ടോ കമ്പോസിംഗ് എന്നുള്ളത്. ഫോട്ടോ കമ്പോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസസ് ഡിജിറ്റൽ ഓർ ഹാൻഡ് ഡ്രിവൻ ഡിസൈൻ ഫോട്ടോഗ്രാഫ് ഓൺ ഫിലിം ടു ക്രിയേറ്റ് UV എക്സ്പോസ്ഡ് പ്ലേറ്റുകൾ. അതായത് ഡിജിറ്റൽ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ കൈകൾ ഉപയോഗിച്ചു കൊണ്ടോ തന്നെ ഒരു ഫോട്ടോഗ്രാഫ്ഡ് മെറ്റീരിയലിനെ ഒരു ചിത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്ന, നമ്മുടെ അടുത്തൊരു പിക്ചർ ഉണ്ടായിരിക്കും, അതിനെ പ്രിന്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡിനെയാണ് ഫോട്ടോ കമ്പോസിംഗ് എന്ന് പറയാം. അത്ര ഇമ്പോർട്ടന്റ് അല്ല, അതിനെ ചോദിച്ച് കാണാറില്ല. ദെൻ പിന്നീട് വരുന്ന ഒരു സംഗതിയാണ് ഡിജിറ്റൽ പ്രിന്റിംഗ് എന്നുള്ളത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ നോട്ടീസൊക്കെ അടിക്കുന്ന പോലെ ഇന്നത്തെ കടയിലൊക്കെ പോയി നമ്മൾ കാണുന്നത് ഈ ഒരു ഡിജിറ്റൽ പ്രിന്റിംഗ് ആണ്. അതായത് ഇപ്പൊ കണ്ട മെറ്റീരിയൽ നോക്കൂ, വളരെ ചെറിയൊരു മെഷീനാണ്, പക്ഷെ വളരെ വളരെ കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അനായാസം നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പൊ ഫ്ലെക്സ് മെറ്റീരിയലുകൾ, ബാനറുകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല മെറ്റീരിയൽസും നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരം പ്രിന്റിങ്ങിലൂടെ ഡിജിറ്റൽ പ്രിന്റിങ്ങിലൂടെ നടക്കുന്നു. അതായത് ഒരു ഡിജിറ്റൽ ഫയലായിട്ട് നമ്മൾ കൊടുക്കും. അത് നമ്മൾ ഏത് PDF ആണോ അല്ലെങ്കിൽ അത് PDF ആയിട്ട് നമ്മൾ കൊടുക്കും. അപ്പൊ നേരത്തെ ഓഫ്സെറ്റ് പ്രിന്റിങ്ങിൽ പറഞ്ഞ പോലെ പ്ലേറ്റ്സ് ഒന്നും ഇവിടെ ആവശ്യമില്ല. അത് വളരെ അനായാസം പ്രിന്റ് ചെയ്ത് വരുന്ന ഒരവസ്ഥ. അപ്പൊ അത് പേപ്പർ, പ്ലാസ്റ്റിക്, ഫാബ്രിക് ഒക്കെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായ മെറ്റീരിയലുകൾ ഉള്ള ഒരു കാലഘട്ടത്തിൽ എല്ലാത്തിനോടും ചേർന്ന് പോകാൻ സാധിക്കുന്ന ഒരു പ്രിന്റിംഗ് മെറ്റീരിയൽ ആയിരുന്നു ഇത്. ഇപ്പൊ ബിസിനസ് കാർഡുകൾ, ബ്രോഷർ, ഫ്ലയേഴ്സ് ഒക്കെ അടിക്കാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഫൈനലി വരുന്ന സാധനമാണ് 3D പ്രിന്റിംഗ് എന്നുള്ളത്. 3D പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷേപ്പും പ്രിന്റ് ചെയ്യാം. മറ്റൊക്കെ നമ്മളൊരു ഷീറ്റാണല്ലോ പ്രിന്റ് ചെയ്യുക, ഒരു പേപ്പർ രീതിയിലുള്ള സാധനങ്ങളാണ് പ്രിന്റ് ചെയ്യുക. ഇപ്പൊ ഈ ഫോട്ടോയിൽ നമുക്കറിയാം പ്രിന്റിംഗ് നടക്കുന്നത് ഈ ഒരു മെറ്റീരിയലാണ്, ഈ ഒരു ടോയ് പോലെയുള്ള ഒരു സാധനത്തിലാണ് എന്ത് ചെയ്യുന്നത്, പ്രിന്റിംഗ് നടക്കുന്നത്. അതായത് ഒരു മെറ്റീരിയൽ, ഇപ്പോൾ വളഞ്ഞും തിരിഞ്ഞൊക്കെ ഉള്ള ഒരു മെറ്റീരിയൽ ആ ഷേപ്പ് അനുസരിച്ചുകൊണ്ട് പ്രിന്റ് ചെയ്യുന്ന ഒരു സംഗതി 1980കളിൽ അമേരിക്കയിലാണ് ഈ ഒരു 3D പ്രിന്റിംഗ് ടെക്നോളജി ആദ്യമായിട്ട് കൊണ്ടുവന്നത്. പിന്നീട് പിൽക്കാലത്ത് അത് പല വികാസങ്ങളിലേക്കും കടന്നു പോയിരുന്നു. ഒരിക്കൽ ഒരു പ്രിന്റിംഗ് നടന്നു കഴിഞ്ഞാൽ ദ ഒബ്ജക്ട് ഈസ് റിമൂവ്ഡ് ഫ്രം ദ പ്രിന്റർ ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇറ്റ്സ് ഇന്റൻഡഡ് പർപ്പസ്. അപ്പോൾ ഒരു ഷേപ്പിനനുസരിച്ചുകൊണ്ട് നമുക്ക് അതിനെ പ്രിന്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ആ അച്ചു പോലെ അല്ലെങ്കിൽ ആ ഒരു പേപ്പർ എന്ത് ചെയ്യാം, ഏത് ആവശ്യത്തിനാണ് നമുക്ക് വേണ്ടത് അങ്ങനെ യൂസ് ചെയ്തെടുക്കാം. അപ്പൊ പണ്ട് കാലത്തൊക്കെ നമ്മൾ വെറുതെ ഷീറ്റിൽ അടിച്ചിരുന്ന, ഷീറ്റിൽ മാത്രം കിട്ടിയിരുന്ന സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു നിശ്ചിത ഷേപ്പിൽ ഡിസൈൻ ചെയ്തുകൊണ്ട് അതിനെ പ്രിന്റ് ചെയ്തെടുക്കാനുള്ള അവസരങ്ങൾ ഇന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്രയും വരുന്നുള്ളൂ. പിന്നെ കൂടുതലായിട്ട് വായിച്ച് പഠിക്കുക. ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്റർ ആണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്.
ക്ലിയർ ആണല്ലോ അല്ലേ? ഒരു ഏകദേശ ധാരണ കിട്ടിയില്ല എങ്ങനെയാണെന്നുള്ളത്. ഇത് വുഡ് ബ്ലോക്ക് പ്രിന്റിംഗിൽ നിന്നും ഇന്ന് കാണുന്ന 3D പ്രിന്റിംഗിലേക്കുള്ള ഒരു വികാസം, അതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. മിനിമം ആ പേരുകള് എല്ലാത്തിനും പിക്ചർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ആ പിക്ചർ വെച്ചിട്ട് പഠിക്കുക. അപ്പോൾ ജസ്റ്റ് പിക്ചർ എന്താ സാധനം എന്നുള്ള ഏകദേശ ധാരണ കിട്ടും. പിന്നെ ആ ഒരു ചൈന കുറച്ചൊക്കെ ചരിത്രം പറയുന്നുണ്ട്. അപ്പൊ കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ഒരു പാടാണ് കേട്ടോ. ഈ 5th ബ്ലോക്കിൽ കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ഒരു പാടാണ് ഇതും, അതുപോലെ തന്നെ 3rd യൂണിറ്റ് ഒക്കെ. അപ്പൊ അതിലൊന്നും കൂടി ശ്രദ്ധ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോ ആ യൂണിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ആണ്. കുറച്ച് വലുപ്പമുള്ള യൂണിറ്റ് ആണ്, റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് എന്നുള്ളത്. 5 പേജോളം വരുന്ന നോട്ട്സ് തന്നെ ഇതിനുണ്ട്. നമ്മൾ എന്ത് ചെയ്യില്ല, വെച്ചാൽ ശരിയാകില്ല, ദിവസം അതിന് വേണ്ടി വരും. കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഭാഗമേ പറയുള്ളൂ. ഓക്കെ, ഏതൊരു ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു മൈക്ക് ഓഫ് ആണെന്ന് ശ്രദ്ധിക്കുക. ചിലരുടെ മൈക്ക് ഓൺ ആകുന്നത് കൊണ്ട് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. എങ്ങനെ? ഓക്കെ, റേഡിയോ പോഡ്കാസ്റ്റിങ്ങിനെ കുറിച്ചാണ്. പ്രിന്റിംഗ് പറഞ്ഞു, പ്രിന്റിങ്ങിന് ശേഷം വന്നൊരു സംഗതിയാണ് റേഡിയോ എന്നുള്ളത്. റുബീന എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് ചോദിക്കാനാണോ അല്ലെങ്കിൽ മൈക്ക് ഓഫ് ചെയ്യണം? ഹലോ, റുബീന എന്നുള്ള അക്കൗണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും പറയുന്നുണ്ട്, കേൾക്കുന്നില്ല. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂ ചെയ്യാണ്. റേഡിയോ നമുക്കറിയാം ഉപയോഗിക്കാറുള്ള റേഡിയോ ഒരു സംഗതി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തേക്ക്, അപ്പോൾ റേഡിയോയിലൂടെ സൗണ്ടാണല്ലോ പാസ് ചെയ്യപ്പെടുന്നത്, ചിത്രം ഒരു സാധ്യമാക്കിയെടുത്ത് പറയുന്നവരോട് അതുപോലെ തന്നെ മാഗ്നറ്റിക് എഫക്ട്, കാന്തികമായിട്ടുള്ള ഒരു ശക്തി. അപ്പൊ ലോകത്ത് നിലനിൽക്കുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സാധ്യതകളെ ഉപയോഗപ്പെടുത്തി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു വലിയ കോംപ്ലക്സ് പ്രോസസ് ആയിരുന്നു. ആദ്യം ഇലക്ട്രോ മാഗ്നറ്റിസം കണ്ടെത്തി, പിന്നീട് അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇലക്ട്രോ മാഗ്നറ്റിസം സിമ്പിൾ ആണ്, അതുപോലെ തന്നെ മാഗ്നറ്റിസം, ഇവ രണ്ടും തമ്മിലുള്ള കണക്ഷൻ ആണ് യഥാർത്ഥത്തിൽ സംഗതിയിൽ പറയുന്നത് എന്ന് കാണാൻ പറ്റും. HC ഫോർസ്റ്റഡ് അതുപോലെ തന്നെ മൈക്കൽ ഫാരഡെ ഇവരാണ് ഈ സംഗതി കണ്ടെത്തിയിട്ടുള്ളത്. ഈ കൂടി ശ്രദ്ധിക്കുക, മൈക്കൽ ഫാരഡെ എന്നുള്ളതാണ് പൊതുവെ നമ്മൾ മേഖലയിൽ കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള പേരാണ് മൈക്കൽ ഫാരഡെ എന്നുള്ളത്, മറക്കരുത്. ഇത് സംബന്ധമായിട്ടുള്ള വിശദീകരണം നൽകിയത് JC മാക്സ് ആണ്. ഡിവൈസുകളും കണ്ടെത്താൻ സഹായകമായിട്ടുണ്ട്. അപ്പോ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിസം എന്നുള്ളത് മനസ്സിലാക്കുക. ഈ പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇലക്ട്രിസിറ്റിയുടെയും മാഗ്നറ്റിസത്തിന്റെയും തമ്മിലുള്ള ബന്ധം കണ്ടെത്താനുള്ള ഒരു രീതിയിലാണ് അങ്ങനെ ഒരു 1 or 2 മാർക്കിന് അത് കൂടി പോയി ചോദിക്കുള്ളൂ. പിന്നെ വരുന്ന സംഗതിയാണ് കാണുന്ന സംഗതി. ഈ ഒരു കാലത്തൊരു വികാസമായിരുന്നു ടെലിഗ്രാഫ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് ഇപ്പൊ പറയപ്പെട്ട പോലെ ഇലക്ട്രോ മാഗ്നറ്റിസം പോലെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഒക്കെ യൂസ് ചെയ്യുന്നു. ടെലിഗ്രാഫ് എന്നുള്ളത് 1800-കളിലാണ് സാമുവൽ മോർസ് എന്ന് പറയുന്ന വ്യക്തി ഈ സംഗതി കണ്ടെത്തുന്നത്. അദ്ദേഹം രൂപീകരിച്ചു ഇലക്ട്രിക് സിഗ്നലുകളെ ഈ ഉപയോഗിച്ച് തരംഗങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ട് എങ്ങനെ അതിന്റെ ആശയവിനിമയത്തിലൂടെ എങ്ങനെയാണ് സിഗ്നലുകൾ അയക്കുക, മറ്റുള്ള ഒരാൾക്ക് എങ്ങനെയാണ് എത്താൻ കഴിയുക, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ടെലിഗ്രാഫ് വികസിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത കോഡിന്റെ പേരാണ് മോർസ്.
എന്നുള്ളത്. അതിനാണ് നമ്മൾ ടെലിഗ്രാഫിന്റെ ഭാഷ എന്ന് പറയുന്നത്. ഇപ്പൊ കമ്പ്യൂട്ടറിനൊക്കെ ഒരു കമ്പ്യൂട്ടിംഗ് കോഡ് ഉണ്ടായിരിക്കും. ടെലിഗ്രാഫിന് അത് കണ്ടെത്തിയത്. ബ്രിട്ടീഷ് ഇൻവെന്റേഴ്സ് അതിൽ വേണ്ട വികാസങ്ങൾ പിൽക്കാലത്ത് നടത്തുകയും ഈ ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ദൂരദിക്കുമായിട്ട് ആശയവിനിമയം ഉള്ള പിൽക്കാലത്ത് ലോകത്ത് വന്ന പല സംവിധാനങ്ങൾക്കും തുടക്കം കുറിച്ച സാധനമായി ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ നടത്തിയ സാധനമാണ് ടെലിഗ്രാഫ് എന്നുള്ളത്. പിന്നെ അതിൽ പറയുന്ന സംഗതിയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. അത് ഊർജ്ജ തരംഗങ്ങളാണ്. അതായത് സ്പേസിലൂടെ മാറ്റിയൊക്കെ കടന്നു പോകുന്ന തരംഗം നമ്മൾ പിന്നീട് റേഡിയോ വേവ്സ് എന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നീടൊക്കെ ിലൂടെ മാക്സ്വെൽ ആണ് 19ാം അല്ലെങ്കിൽ സമവാക്യങ്ങളൊക്കെ രൂപപ്പെടുത്തിക്കൊണ്ട് അതിന് ഗണിതപരമാറ്റിക്കലി പറയുന്ന വ്യക്തിത്വം. പിന്നീട് വർക്ക് ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞ മൈക്കൽ ഫാരഡെ. അദ്ദേഹത്തിന്റെ പല ഇലക്ട്രിക് കറൻസ്, അപ്പോൾ ലോകത്തിൽ നിലനിൽക്കുന്ന കാന്തികമായിട്ടുള്ള ശക്തി വസ്തുവിനെ സാധ്യതകൾ നമ്മുടെ ഈ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ഫാരഡെ ചെയ്തെടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു വിപ്ലവം പിന്നീട് റേഡിയോ, TV, മൊബൈൽ ഫോൺ തുടങ്ങിയുള്ള പല സംഗതികളിലേക്കും എത്തിച്ചേർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 1975 അലക്സാണ്ടർ ഗ്രഹാം ബെൽ. ബെൽ എന്ന് പറയുന്നത് എന്താ? 1875 ഒരിക്കലും മറക്കരുത്. അപ്പോ ഇത്തരം സംഗതികൾ കണ്ടെത്താൻ താല്പര്യം മിസ്റ്റർ വാട്സൺ കം ഹിയർ ഐ വാണ്ട് ടു സീ യു എന്നതാണ്. എനിക്ക് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ടെലിഫോൺ കമ്പനി തന്നെ തുടങ്ങുന്നുണ്ട്, ബെൽ ടെലിഫോൺ കമ്പനി. പിന്നെ ഫോണോഗ്രാഫ് ഉണ്ടായിരുന്നു. പറയാം. ഇതിൽ ഫോണോഗ്രാഫിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്തുകൊണ്ടുള്ള ഗ്രാമഫോൺ എന്നുള്ള പേര് പ്രചാരം നേടിയിട്ടുള്ളത് ഗ്രാമഫോൺ എന്ന് പറയുന്ന പേര്. കേൾക്കാത്തവരുണ്ടോ? ഫോണിനെ കുറിച്ച് കേൾക്കാത്തവരുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഏത് കണ്ടിട്ടുണ്ടായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. റേഡിയോയുടെ മുമ്പ് ആളുകൾ പാട്ട് മറ്റേ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന വന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒരു കുഴലിലൂടെ നമുക്ക് ആ പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ച സൗണ്ട് കേൾക്കാനുള്ള ഒരു ആണ് അത് കണ്ടെത്തിയിട്ടുള്ളത്. തോമസ് അൽവാ എഡിസൺ അറിയാം. 1877 അദ്ദേഹം ഈ വലിയ 1887 തന്നെ ഈ ഒരു ഡിസൈൻ എമിലി ബെർലിൻ എടുക്കുകയാണ് ഉണ്ടായത്. അപ്പൊ മ്യൂസിക് അത്തരം സംഗതികളൊക്കെ ആളുകൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എൻജോയ് ചെയ്യാനുള്ള ഒരു അവസ്ഥ. ഇതിൽ നിന്നാണ് റേഡിയോ ഉണ്ടാകുന്നത്. കോർ ഭാഗത്തിലേക്ക് കടക്കാം. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇലക്ട്രോ മാഗ്നറ്റിസത്തെ കുറിച്ച് പറഞ്ഞു.
മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് പറഞ്ഞു. ഹെഡ്സ് എന്ന് പറയുന്ന സ്കോളർ 19ാം നൂറ്റാണ്ടിലാണ് ഈ ശാസ്ത്രജ്ഞൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് കണ്ടെത്തുന്നത്. അതായത് ലോകത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന തരംഗങ്ങളുണ്ട്. ആ തരംഗങ്ങൾ ജനറേറ്റ് ചെയ്യാൻ ഭൗതിക ലോകത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് കൊണ്ട് നമുക്ക് പലതും ചെയ്യാൻ കഴിയുമെന്ന് ആദ്യമായിട്ട് സൂചിപ്പിച്ചത് പറഞ്ഞത് ഹെൻറിച്ച് ഹെർട്സ് എന്ന് പറയുന്ന ആൾ. ഇപ്പോഴും നമ്മൾ ഈ കിലോഗ്രാം സെന്റിമീറ്റർ എന്നൊക്കെ പറയുന്നത് പോലെ ഈ തരംഗങ്ങൾ നമ്മൾ എണ്ണ ഹെർട്സിലാണ്. അത് 30 ഹെർട്സ് 30 മെഗാഹെർട്സ് ആ അർത്ഥത്തിലാണ് നമ്മൾ അതിന്റെ വേവ്സിനെ വരെ കണക്കാക്കാറുള്ളത്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഹെൻറിച്ച് ഹെർട്സ് പേര് മറക്കരുത്. കാലത്ത് റേഡിയോ കണ്ടെത്തിയിട്ടുള്ള ആളുടെ പേരാണ് ഗൂഗിളിൽ മാർക്കോണി എന്നുള്ളത്. അപ്പോൾ ഈ ജി മാർക്കോണി എന്നാണ് പൊതുവെ അദ്ദേഹം പറയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മാർക്കോണി എന്നുള്ള ഇവിടെ ടെലിഫോൺ കണ്ടെത്തി മൈക്കൽ ആ പേര് പഠിച്ചാലും ഇല്ലെങ്കിലും മനുഷ്യർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു പ്രാഥമിക വിവരങ്ങളാണ്. പ്രിന്റിംഗ് കണ്ടുപിടിച്ചത് ഗുട്ടൻബർഗ് ആണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ മാർക്കോണിയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ റേഡിയോ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. 1985 മൈൽസ് ദൂരത്തിലേക്ക് ഈ ഒരു വേവ്സിന്റെ സഞ്ചാരം ഉപയോഗിച്ച് കൊണ്ടുവരികയും കാനഡ ഏറ്റുപിടിച്ചു. 1901 അതിന്റെ വമ്പൻ വികാസങ്ങൾ ലോകത്ത് സംഭവിക്കുകയാണ്. 1906 ബ്രോഡ്കാസ്റ്റ്, അതായത് ചാനൽ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗത്തേക്ക് ഒരേ സമയം ചെയ്യുന്ന ഒരവസ്ഥ 1906 വന്നത്. പിന്നീട് ലീഡി ഫോറസ്റ്റർ പറയുന്ന ഒരു സ്കോളർ എന്ത് ചെയ്യുന്നുണ്ട്, ഓഡിയൻ ട്യൂബ് എന്ന് പറയുന്ന ട്യൂബ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പൊ ഘട്ടം ഘട്ടമായിട്ട് ഇത് എങ്ങനെ വികസിച്ചു വന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ എനിക്കും ഈ നോട്ട് വായിക്കാനേ പറ്റുള്ളൂ. ഇവിടെ ഇത് വിശദീകരിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒക്കെ പറയാൻ പരിമിതമായ സമയത്തിൽ അത് പ്രയാസമാണ്. അപ്പൊ നിങ്ങളത് നോട്ട് സംശയമുള്ള വലിയ മനസ്സിലാക്കുക, ചരിത്രം പറയുന്നത് ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ഭാഗങ്ങൾ പഠിക്കുക. യൂസസ് പറയുന്നുണ്ട് ലോക മഹായുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് റേഡിയോ യൂസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. 1920 US ലോഞ്ച് ചെയ്യുന്നത് കാണാം. അതായത് ഫസ്റ്റത്തെ കൊമേഴ്ഷ്യൽ റേഡിയോ സ്റ്റേഷൻ എന്നുള്ളത്. നമ്മൾ കാണുന്ന റേഡിയോ സ്റ്റേഷനുകളുടെ ആദ്യത്തെ സംഭവം നടക്കുന്നത് 1920 ഇത് നോട്ട് ചെയ്യേണ്ടതാണ്. KDKA അമേരിക്കയിലെ പിറ്റ്സ്ബർഗിലാണ് ഇത് സ്ഥാപിക്കുന്നത്. പിന്നെ ഇന്ന് അത് UK-യിൽ പ്രചാരം നേടുന്നത് 1930 പിന്നെ 30 to 40 കാലഘട്ടത്തിലാണ് ഈ റേഡിയോ ഉപയോഗിച്ചു തുടങ്ങിയത്. ജർമ്മനി ഇത്തരത്തിലുള്ള പോഡ്കാസ്റ്റുകൾ അന്ന് നടന്നിരുന്നു. അമേരിക്കയിലും ഇതിലൊക്കെ നമുക്ക് ഒരു 90 മിനിറ്റ് നിൽക്കുന്ന നാഷണൽ ബ്രോഡ്കാസ്റ്റ് നടത്തിയത് ഏണസ്റ്റ് നമ്മുടെ നോട്ട്സ് വായിച്ചാൽ ഒന്നുകൂടി നമ്മൾ ആളുകളുടെ പേരൊക്കെ പ്രത്യേകം കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പേരുകൾ പഠിക്കാൻ നിങ്ങളെ ജസ്റ്റ് ആ കളർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതിയാകും കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ പറയാനുള്ള സംഗതിയാണ് AM അഥവാ നമ്മൾ റേഡിയോ എന്ന് പറയുന്നത് മോഡുലേഷൻ എന്നുള്ളത്. അപ്പൊ അതും ഒരു തരത്തിലുള്ള റേഡിയോ വേവ്സ് ആണ്. FM റേഡിയോയേക്കാൾ കമ്പാരിറ്റീവ്ലി ഇതിന് പവർ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. സൗണ്ട് ക്ലാരിറ്റിയും മറ്റുമൊക്കെ കുറച്ച് കുറവാണ്. ഇതിനേക്കാൾ മെച്ചപ്പെട്ട ക്വാളിറ്റിയിലാണ് പിൽക്കാലത്ത് FM വരുന്നത്. അതായത് ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന് ശേഷം പിന്നെ എന്തുവാ മീഡിയം ആൻഡ് ലോങ് വേവ് ട്രാൻസ്മിഷൻ വരാൻ തുടങ്ങിയത്. മീഡിയം വേവുകൾ 530 മുതൽ 1700 കിലോ ഹെർട്സ് വരെ വരുന്ന HZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെർട്സ് കേട്ടോ. നേരത്തെ നമ്മൾ ഹെൻറിച്ച് ഹെർട്സ് ആണ് ഇത് കണ്ടെത്തിയെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഓർമ്മ ഇതൊരു കണക്കാണ്. നമ്മൾ കിലോമീറ്റർ സെന്റിമീറ്റർ എന്നൊക്കെ പറയുന്നത് പോലെ വേവ്സിനെ കണക്കാക്കുന്ന കണക്കാണ് ഹെർട്സ് എന്നുള്ളത്. അപ്പോ അതിലൂടെ പിന്നെ എന്ത് ചെയ്തു, കുറെ റിമോട്ട് ഏരിയാസിലേക്കൊക്കെ, അതായത് വികസനം ഒന്നും കടന്നു ചെല്ലാത്ത പ്രദേശങ്ങളിലേക്കൊക്കെ റേഡിയോ
ഒരു മീഡിയം ആൻഡ് ലോ വേവ് ലോങ് വേവ് ട്രാൻസ്മിഷൻ കണ്ടെത്തുന്നതിലൂടെയാണ്. പിന്നീട് അതുപോലെ തന്നെ പ്രധാനമായ സംഗതിയായിരുന്നു ഷോർട്ട് വേവ് ആൻഡ് ഇന്റർകോണ്ടിനെന്റൽ റേഡിയോ എന്നുള്ളത്. 1920 ഷോർട്ട് വേവ് സംഗതികൾ വരുന്നുണ്ട്. ടെസ്ല, അത്തരം സ്കോളേഴ്സും മറ്റും കമ്പനികളൊക്കെയാണ് ഇതിന്റെ രൂപീകരണത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള വേവുകളാണ്. അപ്പോ അതെന്താണെന്നുള്ളതൊന്നും സാധ്യതയില്ല, എന്താണ് മീഡിയം ഒന്നും പറയില്ല. പക്ഷെ റേഡിയോയുടെ ഒരു ഘട്ടം പറയുന്ന സമയത്ത് ആദ്യം ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ വരുന്നുണ്ട്. പിന്നെ മീഡിയം 1/1 ആയിട്ടാണ് നല്ല ചെറുതൊക്കെ ഒരേ സമയത്ത് തന്നെ തരംഗങ്ങൾ യൂസ് ചെയ്തിട്ടാണ് റേഡിയോയുടെ ഒരു വികാസം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത് കൂടുതൽ യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ ഇതിന്റെ ശാസ്ത്രീയ വശമൊക്കെ പഠിക്കുക, ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ഇലക്ട്രോണിക്സ് എന്നൊക്കെ പറയുന്ന പഠനശാഖകളുണ്ട്. പക്ഷെ ഒരു പ്രാഥമിക ധാരണ മാത്രമാണ് ഇപ്പൊ ഇതിലൂടെ ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കിയാൽ മതി. ഇതൊക്കെ വലിയ ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. തന്നെ ഓരോ പേപ്പറായിട്ട് പഠിക്കുന്ന വേണ്ട വിഷയങ്ങളാണ്. അതിന്റെ ഒരു പ്രാഥമിക രൂപം മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ മിനിമം ആ പേരുകൾ തമ്മിൽ ഉണ്ടാക്കി വെക്കുക. കൂടുതലും ഈ ഭാഗത്തു നിന്നൊക്കെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. എളുപ്പമുള്ള ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് എഴുതാം. ഇനി അഥവാ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻ കേസ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു ആൻസർ എന്തായാലും എഴുതാനായിട്ട് പറ്റും. അതാണ് റേഡിയോ കാര്യം പറഞ്ഞു, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. അതിനുശേഷം വരുന്ന സംഗതിയാണ് FM റേഡിയോ എന്നുള്ളത്. എഡ്വിൻ ആംസ്ട്രോങ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഫ്രീക്വൻസി മോഡുലേഷൻ 1930 ഈ അടുത്ത കാലത്താണ് FM റേഡിയോ കണ്ടുവരുന്നത്. അപ്പൊ ഒന്നുകൂടി സൗണ്ട് ക്വാളിറ്റി കൂടുന്നുണ്ട്. FM റേഡിയോ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. താരതമ്യേന നോയ്സ് കുറവാണ്, ഇന്റർഫറൻസ് കുറവാണ്. ഇപ്പൊ നമുക്ക് പഴയ റേഡിയോയുടെ വേണമെങ്കിൽ ഇതൊക്കെ എൻ്റെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ മതി. പഴയ ആദ്യകാല ഇതൊക്കെ നോക്കുമ്പോൾ ഒരു പരപര ശബ്ദം ഇങ്ങനെ കാണാം, ഒരു എന്നുള്ളൊരു സൗണ്ട് ഇങ്ങനെ ഇടയിൽ ഫുൾ ടൈം ഉണ്ടായിരിക്കും. നമുക്ക് വളരെ ഇടയ്ക്ക് മാത്രമേ കാര്യങ്ങൾ കേൾക്കുള്ളൂ, ഒരു ഡിസ്റ്റർബൻസ്. അതായത് ഇപ്പൊ ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ അതൊരു വലിയ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. കാരണം നമ്മളിന്ന് വളരെ ക്ലാരിറ്റി ഉള്ള സൗണ്ട് കേട്ട് ശീലിച്ച ആളുകളാണ്. അപ്പൊ അന്ന് അത്രയും റേഡിയോ എന്തോട് പോയിട്ട് അതിൽ വലിയ അളവിലൊരു കുറവ് നമ്മൾ കാണുന്ന ഡിജിറ്റൽ റേഡിയോ സ്റ്റേഷൻസിലൊക്കെ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ ഇല്ല എന്ന് കാണാനായിട്ട് കഴിയും. പിന്നെ വന്നിട്ടുള്ള ഒരു നീക്കമാണ് ഡിജിറ്റൽ റേഡിയോ എന്നുള്ളത്. അതിൽ തന്നെ ഡിജിറ്റൽ ഓഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് DAB എന്ന് പറയുന്ന ഒരു സംഗതി 1980കളിലാണ് ഈ ഒരു കാര്യം വരുന്നത്. അത് റേഡിയോ ഡിജിറ്റൽ രംഗത്തേക്ക് മാറുന്നു. യുറേക്ക 147 UK അതുപോലെ തന്നെ അതാണ് ഫസ്റ്റ് FM സ്റ്റേഷൻ. DAB ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ FM സ്റ്റേഷൻ യുറേക്ക 147 എന്ന് പറയുന്ന UK ഒരു സ്ഥാപനമാണ്. അത് കൂടുതൽ ഹൈ ക്വാളിറ്റി സൗണ്ടും അതുപോലെ തന്നെ പല അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സും പരിചയപ്പെടുത്തുന്നതോട് കൂടിയിട്ടാണ് ഡിജിറ്റൽ റേഡിയോ രംഗത്ത് ലോകത്ത് പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാകുന്നത്. പിന്നെ മറ്റൊരു സംഗതിയാണ് ഡിജിറ്റൽ റേഡിയോ മോണ്ടേൽ എന്ന് പറയുന്ന DRM. അത് MM മോഡുലേഷൻ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള മോഡുലേഷൻ ഉപയോഗിച്ചുകൊണ്ട്, അതായത് മീഡിയം വേവുകൾ അഥവാ ഷോർട്ട് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ റേഡിയോ ഫ്രാൻസ് ഇന്റർനാഷണൽ അതുപോലെ തന്നെ തോംസൺ എക്സെട്ര അത്തരം കമ്പനികളൊക്കെ ചേർന്നിട്ടായിരുന്നു ഈ ഒരു വികസനം കൊണ്ടുവരുന്നത്. ഇന്ത്യയിൽ DRM വന്നിട്ടുള്ളത് 2009 നമുക്കറിയാം. പഴയ ആകാശവാണി റേഡിയോയെ കുറിച്ചിട്ടൊക്കെ നമുക്ക് കേൾവി ഉണ്ടായിരിക്കും. പഴയ ചാനലുകളാണ് ദൂരദർശൻ, ആകാശവാണി എന്നൊക്കെ ഉള്ളത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് റേഡിയോയുടെ ഒരു ഓൾ ഇന്ത്യ പ്രക്ഷേപണ രംഗത്തേക്കൊക്കെ ഇന്ത്യ വരുന്നത് ഇത്രയും വൈകിട്ടാണ്. കാര്യത്തിലൂടെയാണ് കൂടുതൽ പ്രചാരം കിട്ടിയിട്ടുള്ളത്. അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ DRM എന്ന് പറയുന്ന ടെക്നോളജിയാണ്. അപ്പൊ അതിന്റെ ഫുൾ ഫോം ഒക്കെ മിനിമം ലെവലിൽ മനസ്സിലാക്കുക. പിന്നെ വരുന്ന സംഗതിയാണ് സാറ്റലൈറ്റ് റേഡിയോ എന്നുള്ളത്. അതായത് ഇപ്പൊ നമ്മുടെ ഇതിലുള്ള ഉപഗ്രഹങ്ങൾ അത്തരം സംഗതികളിലൂടെയൊക്കെ നടത്തുന്ന റേഡിയോ പ്രവർത്തനങ്ങൾ സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ടവറുകളായിരിക്കില്ല. അപ്പോൾ നമുക്കറിയാം പല പ്രക്ഷേപണങ്ങളും ടവർ ഉപയോഗിച്ചിട്ടാണ് സാധാരണ റേഡിയോ ടവറുകൾ ഉണ്ടായിരിക്കും. എന്നാൽ ടവറിന് പകരം സാറ്റലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് വരുന്ന റേഡിയോ 2001 ശേഷമൊക്കെ ലോകത്ത് വരുന്നുണ്ട്. ഒന്നുകൂടി മെച്ചപ്പെട്ട സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ സാറ്റലൈറ്റ് റേഡിയോയിൽ ഉള്ളതായിട്ട് കാണാം. പിന്നെ വരുന്നൊരു സംഗതിയാണ് ഇന്റർനെറ്റ് ആൻഡ് ഇന്ററാക്റ്റീവ് റേഡിയോ എന്നുള്ളത്. ഇപ്പോൾ വെബ്കാസ്റ്റ്, പോഡ്കാസ്റ്റ് ഇതൊക്കെ ഇന്ററാക്റ്റീവ് റേഡിയോയുടെ ഭാഗമാണ്. അത് ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് സ്ട്രീമിംഗ് നടത്തുന്നതിനെയാണ് നമ്മൾ വെബ്കാസ്റ്റ് എന്ന് പറയാം. പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ മീഡിയ ഫയൽസ് ആർ ഡൗൺലോഡഡ് ഓൺ ഡിമാൻഡ്, ആവശ്യാനുസരണം ഡൗൺലോഡ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ പോഡ്കാസ്റ്റ് എന്ന് പറയാം. വെബ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സംഗതിയാണ്
വെബ്കാസ്റ്റിംഗ് എന്നുള്ളത്. പിന്നെ അതിന്റെ നാഴികക്കല്ലുകളും മറ്റുമൊക്കെ പറയുന്നുണ്ട്. പിന്നെ മൊബൈൽ ഇന്ററാക്റ്റീവ് റേഡിയോ, മൊബൈൽ ആപ്സ് മുഖാന്തരമുള്ള റേഡിയോകൾ. ഇപ്പൊ നമ്മുടെ മൊബൈലിൽ തന്നെ പല FM റേഡിയോസും അവൈലബിൾ ആണ്. അപ്പോൾ മൊബൈലിലൂടെയുള്ള റേഡിയോ, ഇതൊക്കെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള വികാസങ്ങളാണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ടൈം ലൈൻ കൃത്യമായിട്ട് പഠിക്കാൻ നമ്മുടെ നോട്ട്സിൽ ഇങ്ങനത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു എക്സാമിന്റെ മുമ്പ് ജസ്റ്റ് ആ ഒരു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ല, അവിടെ നോട്ട്സ് പ്രത്യേകം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഹിസ്റ്ററി മൊത്തം ഇവിടെ പറയുന്നുണ്ട്. അതായത് ഹെൻറിച്ച് ഹെർട്സ് ഇത് കണ്ടെത്തിയത് മുതൽ പിന്നീട് മാർക്കോണി അതിൽ ആദ്യ കണ്ടെത്തലുകൾ, അതായത് ആദ്യത്തെ പ്രാക്ടിക്കൽ റേഡിയോ കണ്ടെത്തിയിട്ട് ശേഷം ഫസ്റ്റ് വോയിസ് പോഡ്കാസ്റ്റിലൂടെ ഓഡിയോ ട്യൂബിലൂടെ ഒക്കെ പോയി വാർ ടൈം പ്രൊപ്പഗണ്ടക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ ചരിത്രമൊക്കെ പറയുന്നുണ്ട്. പിന്നെ AM കണ്ടെത്തുന്നത്, FM കണ്ടെത്തുന്നത്, ട്രാൻസിസ്റ്റർ റേഡിയോ കണ്ടെത്തുന്നത്, അതിന്റെ പീരീഡും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ നോട്ട്സിൽ ഓൾറെഡി പ്രൊവൈഡഡ് ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു വലിയ റേഡിയോ ഇത് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ പേജ് പഠിച്ചാൽ മതിയായിരിക്കും. അത്രയും സിമ്പിൾ ആക്കിയിട്ട് നമ്മളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, നമുക്ക് സമയം കുറച്ചേ ഉള്ളൂ. ബാക്കി നിങ്ങളത് വായിച്ച് മനസ്സിലാക്കൂലേ? ലൈക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ലല്ലോ. ചാപ്റ്റർ കുറച്ച് റിസ്ക് ഉണ്ടോ? അല്ല, അപ്പൊ 2 യൂണിറ്റ് കഴിഞ്ഞല്ലോ. എന്താ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിലവിൽ എന്താ തോന്നുന്നത്? ഒന്നാമത്തേത് കുറച്ച് സിമ്പിൾ ആയിരുന്നു, രണ്ടാമത്തേത് അത്യാവശ്യം ഇരിക്കണം തോന്നി. ഓക്കെ, അപ്പൊ അത് ഓരോരുത്തരുടെ സമയവും അവസരമൊക്കെ കണ്ടിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യാ, അത് ഉപയോഗിക്കുക കേട്ടോ. ഓക്കെ, സാർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ചോദിച്ചോളൂ. ഈ റേഡിയോ ഡിജിറ്റൽ വരുന്നതിന്റെ മുമ്പ് എന്തായിരുന്നു, ഏത് ഫോമിലായിരുന്നു ഉണ്ടായത്? ഡിജിറ്റൽ റേഡിയോ വരുന്നതിന് മുമ്പോ? ആദ്യം നമ്മൾ ഈ ഗ്രാമഫോൺ എന്ന് പറയുന്ന സിസ്റ്റത്തിലൂടെയാണ് ഈ സൗണ്ടിന്റെ കാര്യങ്ങൾ തുടങ്ങുന്നത്. പിന്നെ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡുലേഷൻ ആണ് കണ്ടെത്തുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഈ തരംഗങ്ങൾ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത്. ഇപ്പോ AM റേഡിയോ എന്ന് പറയുന്ന ഒരു പഴയ, നമ്മൾ പെട്ടി ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ പണ്ട് വീട്ടിൽ പെട്ടി ഉണ്ടായിരുന്നില്ലേ? അപ്പോ എങ്ങനെ പറയാ, AM റേഡിയോയുടെ ഫോട്ടോ ഗൂഗിൾ ചെയ്ത് തരാം, അപ്പൊ മാറ്റം മനസ്സിലാവും. ഉദാഹരണത്തിന് ഇതാണ് സ്ക്രീനിന്റെ ഒരു വിഷയം വരുന്നുണ്ട്. ഒറ്റ മിനിറ്റ്. AM റേഡിയോ, ഇത്തരത്തിലുള്ള ഈ സംഗതിക്കാണ് നമ്മൾ AM റേഡിയോ എന്ന് പറയാം. അപ്പൊ നമ്മൾ പഴയ കാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന റേഡിയോ, ഇതാണ് AM റേഡിയോ. ഇനി FM റേഡിയോയിലേക്ക് വരുമ്പോൾ ഇതിലൊക്കെ അതിന്റെ തരംഗങ്ങൾ ഉപയോഗിക്കുന്നിടത്താണ് കേട്ടോ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ FM റേഡിയോസ് ഇത് പിന്നീട് വന്നിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ്, ചെറിയ മാറ്റങ്ങളാണ് ഇതിലുള്ളത്. FM ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള ചില മെറ്റീരിയൽസ് ഒക്കെ കാണുമ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളൊക്കെ FM മോഡുലേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന സംഗതിയാണ്. ഇനി ഡിജിറ്റൽ റേഡിയോ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ റേഡിയോ അവൈലബിൾ ആണ്. ഈ റേഡിയോ സ്റ്റേഷൻസിൽ നിന്നും ഡിജിറ്റൽ റേഡിയോ ഇത്തരത്തിലുള്ള ബോക്സ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽസിലും എന്താണ് ഡിജിറ്റൽ റേഡിയോ അവൈലബിൾ ആണെന്ന് കാണാൻ പറ്റും. അപ്പൊ ഉപയോഗിക്കുന്ന ആ ഒരു മെറ്റീരിയൽ അല്ല, അതായത് നമ്മൾ ഏത് ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് റേഡിയോ യൂസ് ചെയ്യുന്നതെന്നല്ല, പക്ഷെ ആ ഒരു സാങ്കേതിക വിദ്യയാണ് അവിടെ മാറി മാറി വന്നിട്ടുള്ളത്. ഇപ്പൊ ഡിജിറ്റൽ റേഡിയോ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇത്തരത്തിൽ ഉള്ള ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിജിറ്റൽ റേഡിയോ. നമ്മുടെ മൊബൈൽ ഫോൺസിലൊക്കെ ഈ ഒരു സജ്ജീകരണങ്ങൾ ഇന്ന് ലഭ്യമാണ്. അതായത് തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സൗണ്ട് പാസ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയാം. ക്ലിയർ ആയിട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒരു ഇൻസ്ട്രുമെന്റിനെ കുറിച്ചിട്ട് ആലോചിക്കരുത്. റേഡിയോ എന്ന് പറയുമ്പോൾ, റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇപ്പോൾ മൊബൈൽ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് എന്നുള്ള, മൊബൈൽ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ അല്ല, ആ ഒരു നിലത്ത് വീണാൽ പൊട്ടുന്ന സംഗതി അല്ല ശരിക്കും മൊബൈൽ ഫോൺ എന്നുള്ളത്. അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള ഒരു ടെക്നോളജി ഉണ്ട്. നമ്മൾ ആ ടെക്നോളജിയെ കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത് കേട്ടോ. ഡൗട്ട് ചോദിച്ച ആൾക്ക് ക്ലിയർ ആയിട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് അടുത്ത യൂണിറ്റ് ആണ്. പോലീസിന്റെ ഒക്കെ കയ്യിൽ കാണുന്നില്ല. എങ്ങനെ? മിലിറ്ററി പോലീസിന്റെ ഒക്കെ കയ്യിൽ കാണുന്നത് മൊബൈൽ ഫോൺ ആണോ, റേഡിയോന്റെ ഫംഗ്ഷൻ ആണോ, മൊബൈൽ ഫോണിന്റെ ഫംഗ്ഷൻ ആണോ? റേഡിയോയുടെ ഫംഗ്ഷൻ ആണ്. മൊബൈൽ ഫോണിലും ഇതിന്റെ ഇപ്പോൾ ഇത്തരത്തിലുള്ള തരംഗം, ഇപ്പൊ ടെലിഫോണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ഈ തരംഗങ്ങൾ തന്നെയാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ അവർ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള മാറ്റങ്ങളെ വരുന്നുള്ളൂ. എത്രത്തോളം
അപ്പൊ നമുക്കറിയാം നമ്മൾ മൊബൈൽ ഫോണിൽ കോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കണക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു സൗകര്യം ഒരിക്കലും ഈ റേഡിയോയിൽ അത്തരം കണക്ഷനിൽ കിട്ടൂല. അപ്പൊ നമുക്കറിയാലോ വോയിസ് ഇതൊക്കെ വളരെ കുറവായിട്ട് കാണാം. നമ്മൾ സിനിമയിലൊക്കെ അത്തരത്തിലുള്ള മിലിറ്ററി ഓഫീസേഴ്സും പോലീസ് ഓഫീസേഴ്സും ഒക്കെ ആ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കയ്യിലുള്ള ഒരു ഫോൺ പോലെയുള്ള സംഗതി ഉപയോഗിച്ചുകൊണ്ട് പറയുമ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു പരപര ശബ്ദം ശ്രദ്ധിച്ചിട്ടില്ലേ? ആ ആ ഒരു സൗണ്ട് വരുന്നത് അതിന്റെ സൗണ്ട് ക്വാളിറ്റി കുറവായത് കൊണ്ടാണ്. പക്ഷെ അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നതിൽ വേറെയും കുറെ ഇതുണ്ട്. അത് ഹാക്ക് ചെയ്യാൻ കഴിയില്ല. അത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ പേരുകളെ കുറിച്ചൊരു ഏകദേശ ധാരണ ഉണ്ടാകുക. ആ ഒരു ലാസ്റ്റ് ആ യൂണിറ്റിൽ കൊടുത്തിട്ടുള്ള ഒരു വലിയ ടേബിള് അത് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഇനി ഇപ്പൊ നമ്മൾ സൗണ്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത് പറയാനുള്ളത് ടെലികാസ്റ്റിങ്ങിനെ കുറിച്ചാണ്. അതായത് പിക്ചർ യൂസ് ചെയ്തുകൊണ്ടുള്ള സംരക്ഷണങ്ങൾ. നമ്മൾ TV അത്തരം സംഗതിയിലൊക്കെ വന്നിട്ടുള്ള അവിടെ പിക്ചർ കൂടി വരുന്നുണ്ട്. നേരത്തെ നമ്മൾ റേഡിയോയിലൂടെ സൗണ്ട് ആയിരുന്നു ലോകത്ത് പ്രക്ഷേപണം ചെയ്തത്. ഇവിടെ ഇനി ടെലികാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പിക്ചർ കൂടി ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്തെങ്കിലും പറയാ ഇവിടെ ടെലികാസ്റ്റിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോട്ടോഗ്രാഫി ഒക്കെ ഈ ഒരു പരിധിയിലാണ് വരിക. അതായത് ചിത്രങ്ങളും ചലച്ചിത്രങ്ങളും ഒക്കെ വരുന്ന ഒരു ചരിത്രം നമുക്ക് ടെലികാസ്റ്റിംഗിന്റെ കാര്യത്തിൽ പറയാനായിട്ട് പറ്റും. അപ്പോൾ പല മാസ് മീഡിയയുടെയും വിജയം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ടെക്നോളജി എത്രത്തോളം വികസിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഫോട്ടോഗ്രാഫി രംഗത്തൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാറ്റങ്ങളും വികസനങ്ങളും ഒക്കെ ഓരോ ഘട്ടത്തിലും ഉണ്ടായി വന്നിട്ടുണ്ട്. പണ്ട് കേവലം ഒരു ഫോട്ടോ എടുക്കലായിരുന്നു, അതും വലിയൊരു പ്രോസസ് ആയിരുന്നു പഴയ ഒരു ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. പിൻ ഹോൾ ക്യാമറ പോലെയുള്ള മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇന്നിപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് വരെ നല്ല ക്ലാരിറ്റിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്നു. അപ്പോൾ ആ ഒരു വികാസമൊക്കെ ഫോട്ടോഗ്രാഫിയിൽ ഉണ്ടായിട്ടുണ്ട്. അത് കേവലം ചിത്രമാണ്. ചലച്ചിത്രങ്ങളും ഇപ്പോൾ നമ്മുടെ TV-യിലൊക്കെ കാണുന്ന ചലിക്കുന്ന വീഡിയോ രംഗത്തും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചരിത്രമാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റത്തെ ഘട്ടം അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റിൽ ഫോട്ടോഗ്രാഫി എന്നുള്ളതാണ്. പുരാതന ചൈനയിലും ഗ്രീസിലും ഒക്കെ ഇത്തരത്തിലുള്ള സ്റ്റിൽ ഫോട്ടോഗ്രാഫി യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് മോസി യൂസ്ഡ് എ പിൻഹോൾ ക്യാമറ ടു പ്രൊജക്ട് ഇൻവേർട്ടഡ് ഇമേജസ് ഇൻ 4th century BC ചൈന. ചൈനയില് മോസി എന്ത് ചെയ്തിട്ടുണ്ട്? മോസി എന്ന് പറയുന്ന ഒരു വ്യക്തി കേട്ടോ, ഒരാളാണ്. മോസി എന്ത് ചെയ്തിട്ടുണ്ട്? പിൻഹോൾ ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട്. ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. മോസിയുടെ പിൻഹോൾ ക്യാമറ എന്ന് പറയുമ്പോൾ അപ്പോ ഇത് കണ്ടോ, വളരെ പുരാതന കേട്ടോ ഈ ഒരു സംഭവം. ഒരു ഇമേജ് എന്ത് ചെയ്യാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നതിന്റെ ഒരു രൂപമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് ഇപ്പൊ ഇവിടെ കാണുന്ന ഈ ഒരു പിക്ചറിന് എന്ത് ചെയ്യുന്നു, ഒരു ഹോളിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഈ കാണുന്ന ചുമരിൽ അത് പ്രതിഫലിക്കൂലേ? കാണുന്നുണ്ടോ? എന്താണ് ഈ കാണുന്ന പിക്ചർ? ഈ ഒരു ടവറിന്റെ ഫോട്ടോ ആണ്. അതെന്ത് ചെയ്യുന്നു, ഇവിടെ ജസ്റ്റ് ഒരു ഹോൾ ഇടുന്നു. ആ ഒരു ഉള്ളിൽ കയറിയിട്ട് ഹോൾ ഇടുമ്പോൾ അതിലൂടെ ആ വെളിച്ചം വരുന്നു. അതിന്റെ ഭാഗം ഇങ്ങോട്ട് പ്രതിഫലിപ്പിക്കുന്ന ഒരു മെത്തേഡ് പഴയകാല ചൈനയിൽ രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് പിൽക്കാലത്ത് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ക്യാമറകളും ഫോട്ടോഗ്രാഫിയും ഒക്കെ വികസിച്ച് വരുന്നത്. ഗ്രീക്സ് എന്ത് ചെയ്തു? അരിസ്റ്റോട്ടിൽ ഉൾപ്പെടെയുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അന്നത്തെ കാലത്തെ ഇത്തരത്തിലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് പല കോൺസെപ്റ്റുകളും മുന്നോട്ട് വെച്ചതായിട്ട് കാണാൻ കഴിയും. പിന്നെ 826 ഫ്രഞ്ച് ഇൻവെന്റർ ആയിട്ടുള്ള ജോസഫ് നീപ്സ് എന്ന് പറയുന്ന ഒരാളാണ് ആദ്യത്തെ പെർമനന്റ് ഫോട്ടോഗ്രാഫ് എന്നുള്ളൊരു സംഗതി കണ്ടെത്തിയിട്ടുള്ളത്. ഹീലിയോഗ്രഫി അതുപോലെ തന്നെ ബിറ്റുമൻ എന്നൊക്കെ പറയുന്ന കുറച്ച് മെറ്റീരിയൽസും സാധനങ്ങളൊക്കെ ഉണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് ജോസഫ് നീപ്സ് എന്ത് ചെയ്തു? ആദ്യത്തെ പെർമനന്റ് ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്ന ഒരു സംഗതി ജോസഫ് നീപ്സ് കണ്ടെത്തുകയുണ്ടായി. അതെന്താണെന്നുള്ളത് വേണ്ടവരെ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക. വല്ലാതെ സമയം കളയുന്നില്ല. പിന്നെ 1839 ലൂയിസ് ഡാഗോർ എന്ന് പറയുന്ന ഒരു ആൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡാഗോർ ടൈപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കുകയും സിൽവർ കോട്ടഡ് ആയിട്ടുള്ള കോപ്പർ പ്ലേറ്റ് കൊണ്ട്, കോപ്പറിന്റെ പ്ലേറ്റ് അത് സിൽവർ കോട്ടഡ് ആയിരിക്കും, അത് ഉപയോഗിക്കുകയും അതിൽ മെർക്കുറിയുടെ വേപ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് മറ്റൊക്കെ ഇമേജസ് കൂടുതൽ ഷാർപ്പായിട്ടുള്ള ഇമേജസ് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് ഡാഗോർ ടൈപ്പ് വികസിപ്പിച്ചെടുക്കുകയുണ്ടായി. ഡാഗോർ ടൈപ്പ് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാകുമായിരിക്കും. ഈ പിക്ചർ ഓർത്ത് വെക്കുക. ഒരർത്ഥത്തിൽ വളരെ കൗതുകരമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ ഇന്ന് കാണുന്ന ഒരു രീതിയിലേക്ക് എത്തിയത് എന്നുള്ള. അപ്പോ യഥാർത്ഥത്തിൽ അപ്പോൾ ഇത്തരത്തിലുള്ള ഇവിടെ വാളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ അതിന്റെ പിക്ചേഴ്സ് കൂടുതലായിട്ട് അവൈലബിൾ ആണെന്ന് തോന്നുന്നില്ല.
സംഭവം ഈ ഒരു മെറ്റീരിയൽ, അതായത് കോപ്പറും സിൽവറും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിൽ ഫോട്ടോഗ്രാഫിയുടെ ചില പ്രതലങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെത്തേഡാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഡാഗർ എന്നുള്ള മെത്തേഡിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡാഗർ ടൈപ്പ് ഒരു സിൽവർ സാർ അത് കോപ്പർ എന്ന് മനസ്സിലാക്കുക. സ്പെല്ലിംഗ് ഇൻകറക്റ്റ് DAGUERR. ആയിരുന്നു സാർ അടുത്തത്. അല്ല, അതുകൊണ്ടായിരിക്കും അതിന്റെ ഇമേജ് മാറിയത്. സാറ് ടൈപ്പ് ചെയ്ത സ്പെല്ലിംഗ് കറക്റ്റ് ആയിരുന്നില്ല. ഓക്കെ ഓക്കെ, എവിടെയും സംഗതി കുറവാണ് ഡാഗർ ടൈപ്പ് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ. ഇതൊക്കെയാണ് ഇതിൽ കാണുന്നത്. ആ വ്യക്തിയുടെ ഫോട്ടോസേ കാണാനുള്ളൂ കണ്ടെത്തിയതിന്റെ. ഇപ്പൊ ഇതൊക്കെയാണ് ഇവിടെ ആകെ കാണിക്കുന്ന ഒരു സാധനങ്ങൾ കേട്ടോ. ആ വ്യക്തിയാണ് ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്ത് കാണാനുള്ളത്. ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ കുറവാണ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. പിന്നെ 1858 കൊഡാക് എന്ന് പറയുന്ന ഒരു ഡെവലപ്മെന്റ് ലോകത്ത് വരുന്നുണ്ട്. ആദ്യത്തെ ഒരു മാസ് മാർക്കറ്റ് ആയിരുന്നു. കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാമറ കൊണ്ടുവരുന്നത്, ഫോട്ടോഗ്രാഫിയെ ഒരു ഹോബി ആക്കി മാറ്റിയത് ഈ കൊഡാക് എന്ന് പറയുന്ന ടീമാണ്. കാരണം കൊഡാക് ഫോട്ടോഗ്രാഫി എന്നുള്ളത് നോക്കാം. ഇപ്പോ പഴയ കാലത്ത് നമുക്ക് നല്ല വലുപ്പത്തിലുള്ള പല ക്യാമറാസ് ഒക്കെ, ഇന്ന് നമ്മൾ കാണുന്ന ക്യാമറയുടെ ഒക്കെ ഒരു ആദ്യകാല രൂപം വരുന്നത് ഈ ഒരു കൊഡാക് ഫോട്ടോഗ്രാഫിയിലാണ്. ഈ കാണുന്ന സംഗതികളൊക്കെ പഴയ സിനിമയിലും മറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നല്ല വലുപ്പവും വീതിയൊക്കെ ഉള്ള വലിയ ക്യാമറകൾ ഇന്നത് കൂടുതൽ ഷോർട്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി മെല്ലെ മെല്ലെ വികസിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ആ വർഷങ്ങൾ കൂട്ടത്തിലൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ജേർണലിസം, ഡോക്യുമെന്റേഷൻ പോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ പിന്നീട് ഫോട്ടോഗ്രാഫി ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. 20ാം നൂറ്റാണ്ടിൽ അത് സജീവമായി. 21ാം നൂറ്റാണ്ടിൽ പോപ്പുലർ ആയിട്ട് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി വന്നോണ്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ഫോട്ടോഗ്രാഫി എടുക്കാൻ, ഫോട്ടോഗ്രാഫിക്ക് യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നു. പൊതുജനങ്ങളുടെ ഒരു മെത്തേഡായിട്ട് പണ്ട് ക്യാമറാമാന്റെ കയ്യിൽ മാത്രം ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫി ഇന്ന് സാധാരണക്കാർ വരെ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഫോട്ടോഗ്രാഫേഴ്സിനേക്കാൾ നന്നായിട്ട്, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിനേക്കാൾ നന്നായിട്ട് പലപ്പോഴും നമ്മുടെ പല ക്ലിക്കുകളും നന്നായി വരുന്ന അത്രത്തോളം ഫോട്ടോഗ്രാഫി ഇന്ന് പോപ്പുലർ ആയിട്ട് ജനകീയമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അത് ചലിക്കാത്ത ചിത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് പറഞ്ഞത്. ഇനി പറയുന്നത് മോഷൻ പിക്ചേഴ്സിനെ കുറിച്ചാണ്, അതായത് ചലച്ചിത്രങ്ങൾ, ചലിക്കുന്ന ചിത്രങ്ങൾ. അപ്പോൾ നമ്മൾ വീഡിയോ കാര്യത്തിലൊക്കെ പറയുന്ന സംഗതികൾ യഥാർത്ഥത്തിൽ ആക്സിഡന്റലി രൂപപ്പെട്ട ഒരു സംഗതിയാണ്. കൗതുകരമായിട്ടൊരു ചരിത്രമാണ് അതിനുള്ളത്. 19ാം നൂറ്റാണ്ടിൽ ഒരു കുതിരയോട്ട സമയത്താണ് ഒരു ചലച്ചിത്രം സാധ്യമാണോ അല്ലയോ എന്നുള്ളൊരു സംഗതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ലീലാൻഡ് സ്റ്റാൻഫോർഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ, അദ്ദേഹം ഒരു റേസ് ഹോഴ്സ് ഓണർ ആയിരുന്നു. അദ്ദേഹത്തിന് ഇപ്പൊ നമ്മൾ കുതിരയോട്ട മത്സരങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, അതിന്റെ ഒരു ഓണർ ആയിരുന്നു അദ്ദേഹം. പഴയ ഒരു കാലിഫോർണിയ ഗവർണർ കൂടിയായിരുന്നു അദ്ദേഹം. ഒരു വ്യക്തിയെ ചുമതലപ്പെടുത്തുകയാണ്. എഡ്വേർഡ് മൈബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരാളെ എന്ത് ചെയ്യുന്നു, ലീലാൻഡ് സ്റ്റാൻഫോർഡ് എന്ന് പറയുന്ന വ്യക്തി, ഒരു കുതിരയോട്ട മത്സരത്തിന്റെ ഓണർ ആയിരുന്ന ആള് കമ്മീഷൻ ചെയ്യുകയാണ്. ഇത് ഫോട്ടോഗ്രാഫി ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള ആ ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ കമ്മീഷൻ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു നിരത്തി ഒരുപാട് ഫോട്ടോസ് എടുക്കുകയാണ്. ക്യാപ്ചർ എ സീക്വൻസ് ഓഫ് ഹോഴ്സ് മൂവ്മെന്റ്, ഒരു കുതിരയോട്ടത്തിന്റെ ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു, ഒരുമിച്ച് എടുക്കുകയും അതിലൂടെ പിന്നീട് ഈ ഒരു മോഷൻ പിക്ചറിന്റെ, അതായത് ഒരൊറ്റ പിക്ചർ എന്നുള്ളതിന്റെ അപ്പുറത്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സീക്വൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചലനവും നമുക്ക് പകർത്തിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു സംഭവം, ഒരു രസകരമായ ഡിബേറ്റിനെ തുടർന്നിട്ട് എഡ്വേർഡ് മൈബ്രിഡ്ജ് എന്ന് പറയുന്ന ആളാണ് അതിന്റെ ഒരു ആദ്യത്തെ സാധ്യത തുടങ്ങിയത്. അപ്പോൾ ഒരു കുതിര അതിന്റെ കാലെടുത്തുകൊണ്ട് കുതിക്കുന്ന ഓരോ രംഗങ്ങളും തുടരെ ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ തുടരെ അത് ക്യാപ്ചർ ചെയ്യുന്ന, ഫോട്ടോ എടുക്കുക എന്ന് പറയാൻ പറ്റില്ല, അത് ക്യാപ്ചർ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്തു, ചലനവും നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു അവസ്ഥ ലോകത്ത് വന്നു. പിന്നെ ആ ഒരു മോഷൻ പിക്ചർ ഇൻഡസ്ട്രി എന്ത് ചെയ്യാൻ തുടങ്ങി, പിന്നീട് വളരാൻ തുടങ്ങി. പിന്നീട് തോമസ് അൽവ എഡിസൺ അദ്ദേഹം കിനറ്റോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു വസ്തു 1891 കണ്ടെത്തുന്നുണ്ട്. ഇതിലൂടെയാണ് ഈ ഒരു മൂവിങ് ഇമേജസും മനുഷ്യർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും, ഫോട്ടോഗ്രാഫി പോലെ തന്നെ ചലനങ്ങളും നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു സംഗതി വരുന്നത് തോമസ് അൽവ എഡിസന്റെ കിനറ്റോസ്കോപ്പ് വരുന്നതിനെ തുടർന്നിട്ടാണ്. അപ്പോൾ അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ള എഡിസൺ ഫോണോഗ്രാഫ് 1913 അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എഡിസൺ ഫോണോഗ്രാഫ് കണ്ടെത്തിയിരുന്നു. സൗണ്ട് റെക്കോർഡിങ്ങിന്റെയും പ്ലേബാക്കിന്റെയും ഒക്കെ സംഗതിയുള്ള ഒരു കാര്യം. അപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ ഫോണോഗ്രാഫ് എന്ന് പറയുന്ന കണ്ടെത്തൽ, ആ കണ്ടെത്തൽ ഈ പറയപ്പെടുന്ന ഈ മോഷൻ പിക്ചറിലേക്കും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരേ സമയം ശബ്ദവും
അതുപോലെ തന്നെ ഫിലിമും ഒക്കെ ചേർന്നിട്ട് വരുന്നൊരു സംഭവം. പിന്നീട് പിൽക്കാലത്താണ് അത് ഫിലിമിലേക്ക് വരുന്നത്. നമ്മൾ കാണുന്ന സിനിമയുടെ ഒക്കെ ഒരു ആദ്യകാല രൂപം വരുന്നത് അങ്ങനെയാണ്. ദെൻ സിനിമാറ്റോഗ്രഫി ആണ് പിന്നീടുള്ളത്. ഈ ചലച്ചിത്രങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള ലോകത്തുള്ള ഒരു വിപ്ലവകരമായ മാറ്റം സിനിമാറ്റോഗ്രഫി, നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു സംഗതിയാണ്. അത് ലൂമിയർ സഹോദരന്മാർ, അതായത് ലൂയിസ് ലൂമിയറും അഗസ്റ്റ്യ ലൂമിയറും, ആ പേര് പഠിക്കുക, ലൂമിയർ സഹോദരന്മാർ. വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാർ എന്ന് പറയുന്നത് പോലെ സിനിമാറ്റോഗ്രഫി കണ്ടെത്തുന്നത് ആരാണ്? ലൂമിയർ സഹോദരന്മാരാണ്. മുമ്പ് നമ്മൾ ഫിലിം സ്റ്റഡീസിന്റെ ഭാഗത്ത് അവരുടെ പേര് സൂചിപ്പിച്ചിരുന്നു, ലൂമിയർ ബ്രദേഴ്സ്, അത് മറക്കരുത്. അവരെന്ത് ചെയ്തിട്ടുണ്ട്? 1895 പാരീസിൽ വെച്ചിട്ടാണ് ഒരു ഡിസംബർ 28 ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഫിലിം അവർ പ്ലേ ചെയ്യുന്നത്, അത് പ്രദർശിപ്പിക്കുന്നത്. സിനിമാറ്റോഗ്രഫിയുടെ പിതാക്കളായിട്ടുള്ള ലൂമിയർ ബ്രദേഴ്സ് അത് 1895 അവരതിനെ പ്രദർശിപ്പിച്ചത് എന്ന് കാണാം. അവരതിനെ ആക്ച്വാലിറ്റീസ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ആ ഫിലിം എന്നുള്ള പേരൊക്കെ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ ആക്ച്വാലിറ്റീസ് എന്നത് യാഥാർത്ഥ്യങ്ങൾ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു സംഗതി, അതായത് റിയൽ ലൈഫ് സീൻസ്, അവരുടെ നിത്യജീവിതത്തിൽ കാണുന്ന റിയൽ ലൈഫ് സീനുകളായാണ് അവർ അവിടെ പ്രദർശിപ്പിച്ചത് എന്നുള്ള അർത്ഥത്തിൽ വരാൻ തുടങ്ങി. അതായത് അവിടെ കൂടുതലും അവർ കൊണ്ടുവന്നിരുന്നത് നിത്യജീവിതത്തിലെ കാര്യങ്ങൾ തന്നെയായിരുന്നു. അതായത് വർക്കേഴ്സ് ലിവിങ് ഇൻ ലൂമിയർ ഫാക്ടറി എന്നതിൽ അവരുടെ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന ആളുകളുടെ ജീവിതം, അതുപോലെ തന്നെ ഇത് സ്പ്രിങ്കിൾഡ്, പിന്നെ നേരത്തെ ഹോഴ്സ് ട്രിക്ക് റൈഡേഴ്സ്, അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ ജീവിതമായിരുന്നു ആ ഒരു സിനിമാറ്റോഗ്രഫിയിലൂടെ അവര് പ്രദർശിപ്പിക്കാനായിട്ട്, ചിത്രീകരിക്കാനായിട്ട് ശ്രമിച്ചിരുന്നത്. അപ്പോൾ ചലച്ചിത്രം വികസിച്ചു വന്നതിന്റെ ഒരു ചരിത്രമാണ് നമ്മളവിടെ പറയുന്നത്. പിന്നെ വരുന്ന സംഗതിയാണ് പിക്ചർ ടെലിഗ്രഫി എന്ന് പറയുന്ന ഒരു സംഗതി. സിമ്പിളായി പറഞ്ഞാൽ ഫാക്സ്. ഇന്ന് അങ്ങനെ അത് ഉപയോഗിച്ച് കാണാറില്ല. ഇപ്പൊ ഡിജിറ്റൽ ലോകമായതുകൊണ്ട് തന്നെ നമുക്കൊരു PDF സെൻഡ് ചെയ്യുന്നത്, പ്രിന്റ് എടുക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റുള്ളൊരു മാർഗമായിരുന്നു ഫാക്സ് എന്നുള്ളത്. അതായത് ഒരു പിക്ചറിനെ എന്ത് ചെയ്യുക, നമ്മൾ അവിടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ. ടെലിഗ്രാഫ് വയർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്ന് നമ്മളൊരു പിക്ചർ അയച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, അവിടെ മറ്റൊരു സ്ഥലത്ത് ആ ഫാക്സ് മെഷീനിലൂടെ ആ ഒരു പിക്ചർ അവിടെ ലഭ്യമാകുന്ന ഒരു അവസ്ഥ, ഒരു ടെക്നോളജി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വികസിച്ചു വന്നിരുന്നു. അപ്പൊ ഫാക്സ് എന്നുള്ളതാണ് അതിന്റെ പേര്. ഫാക്സ് എന്താണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും വിചാരിക്കുന്നു. ഈ അടുത്ത കാലത്ത് വരെ നമ്മുടെ ഓഫീസുകളിലൊക്കെ ഫാക്സ് മെഷീൻ വളരെ സജീവമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഡിജിറ്റൽ രംഗത്ത് കൂടുതൽ വികാസം സംഭവിച്ചതിനെ തുടർന്നിട്ടാണ് പല ഓഫീസുകളിൽ നിന്നും ഫാക്സ് ഇല്ലാതെയായതും എല്ലാവരും പ്രിന്ററിലേക്ക് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയതും. അപ്പൊ ഫാക്സിന്റെ മറ്റൊരു പേരാണ് പിക്ചർ ടെലിഗ്രാഫി എന്നുള്ളത്. ഒരു സ്കോട്ടിഷ് ഇൻവെന്റർ ആയിട്ടുള്ള അലക്സാണ്ടർ ബെയിൻ ആണ് 1843 ഇതിന് വേണ്ട ഒരു മേജർ സ്റ്റെപ്പ് നടത്തുന്നത്. അത് എത്ര ഇമ്പോർട്ടന്റ് അല്ല, ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തു നിന്നും വല്ലാതെ ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല. ഈ ഒരു പിക്ചർ സ്കാൻ ചെയ്യുക, അതൊക്കെയാണ് കൂടുതൽ ഈ ഒരു ഫാക്സിലും അതുപോലെ തന്നെ ടെലിവിഷൻ ടെക്നോളജിയിലും ഒക്കെ ആ സ്കാനിങ്, അതുപോലെ തന്നെ സിങ്ക്രോണൈസേഷൻ, ഇതൊക്കെ അതിൽ വരുന്ന കുറച്ച് സയന്റിഫിക് ടേംസ് ആണ്, കുറച്ചധികം വിശദീകരിക്കാനുണ്ട്. അപ്പോ അത്തരം പ്രക്രിയയിലൂടെയാണ് ഈ ഒരു സംഭവം വികസിച്ചു വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. കണ്ടെത്തിയ ആളുകളുടെ പേര് പഠിക്കുക. പിക്ചർ ടെലിഗ്രാഫി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഫാക്സ് ആണ് നിങ്ങളുടെ ഓർമ്മയിലേക്ക് ആദ്യമായിട്ട് വരേണ്ടത്. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ടെലിവിഷനും അതുപോലെ തന്നെ ഈ ഫാക്സ് സിസ്റ്റം രണ്ടും ഒരുമിച്ചാണ് വളർന്നു വന്നത്. രണ്ടിനും ഉപയോഗിക്കുന്ന ടെക്നോളജി ഏറെക്കുറെ സമാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ടെലിവിഷനും അതുപോലെ തന്നെ ഫാക്സ് അഥവാ പിക്ചർ ടെലിഗ്രാഫിയും ഒരുമിച്ചാണ് വികസിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. പല പിക്ചർ ഫോട്ടോഗ്രാഫി ടെക്നിക്സിൽ വരുന്ന വികാസങ്ങൾക്കും ഇത് വലിയ സഹായം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാണുന്ന പ്രാക്ടിക്കൽ ടിവിയിലേക്കൊക്കെ എത്തിക്കുന്നതിൽ സിനിമാറ്റോഗ്രഫിയുടെയും അതുപോലെ തന്നെ പിക്ചർ ടെലിഗ്രാഫിയുടെ ഒക്കെ ഘടകങ്ങൾ അതിന്റെ ഇൻവെന്റേഴ്സ് ഉപയോഗിച്ചിരുന്നു നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു സംഗതിയാണ് ടെലിവിഷൻ സിസ്റ്റം എന്നുള്ളത്. ടെലിവിഷനാണ് ഇപ്പൊ ഈ ചാപ്റ്ററിൽ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗം. 1884 പോൾ ജി നിപ്കൗ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് ഇലക്ട്രിക് ടെലിസ്കോപ്പ് എന്ന് പറയുന്ന ഒരു സാധനം അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. യൂസിങ് എ റൊട്ടേറ്റിംഗ് ഡിസ്ക് ടു സ്കാൻ ആൻഡ് ട്രാൻസ്മിറ്റ് ഇമേജസ്. ഒരു ഇമേജ് സ്കാൻ ചെയ്തുകൊണ്ട്, ഇപ്പൊ നമ്മളൊരു സംഗതി PDF ആക്കാനൊക്കെ വേണ്ടിയിട്ട് സ്കാൻ ചെയ്യൂലേ, അതിന്റെ ഒരു ആദ്യകാല രൂപമാണ് ഇവിടെ പറയുന്നത്. അത് റൊട്ടേറ്റിംഗ് ഒരു ഡിസ്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു വസ്തു സ്കാൻ ചെയ്യുക, എന്നിട്ട് അതിനൊരു ഇമേജ് ആക്കി മാറ്റുന്ന ഇലക്ട്രിക് ടെലിസ്കോപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഈ പോൾ ജി നിപ്കോവ് എന്ത് ചെയ്യുകയാണ്, നിർമ്മിച്ചെടുക്കുകയാണ്. അതിലൂടെ ഇമേജിനെ ഇലക്ട്രിക്കലി നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും ഇമേജുകൾ, അതായത് ചിത്രങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന ഒരു മെത്തേഡ് അദ്ദേഹം 1884 പരിചയപ്പെടുത്തി.
പിന്നെ അതിൽ വന്നിട്ടുള്ള വലിയ വികാസമാണ് CRT എന്നുള്ളത്. CRT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തോഡ് റേ ട്യൂബ്, ഒരു വാക്യൂം ട്യൂബാണ്. 1890-ലാണ് അത് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ ബീംസ് ഉപയോഗിച്ചുകൊണ്ട് ചിത്രങ്ങളെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് കാത്തോഡ് റേ ട്യൂബ് എന്ന് പറയുന്ന ഒരു സംഗതി. അതും ചരിത്രപരമായിട്ട് വികസിച്ചു വന്നതാണ് 1900-ങ്ങളിൽ. കാൾ ബ്രോൺ എന്ന് പറയുന്ന ഒരു സ്കോളറാണ് ഈ ഒരു കാത്തോഡ് റേ ഒസിലോസ്കോപ്പ് യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. പിന്നെ 1925-ൽ ജോൺ ബേഡ് എന്ന് പറയുന്ന മറ്റൊരാൾ ഒരു മൂവിങ് ഇമേജസിന്റെ കാര്യങ്ങൾ പറയുന്നു. നിപ്കൗ ഡിസ്കിന്റെ ഒരു വികസിച്ച മാതൃകയായിരുന്നു അത്. പിന്നീട് 1926-ൽ ബേഡ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി ഒരു വർക്കിംഗ് ടെലിവിഷന്റെ സാന്നിധ്യം, അതിന്റെ ഒരു സാധ്യത മുമ്പോട്ട് വെക്കുകയാണ്. അപ്പോൾ കാത്തോഡ് റേ ട്യൂബ് എന്ന് പറയുന്ന വസ്തുവാണ് ഇവിടെ പ്രധാനമായിട്ട് വരുന്ന ഒരു സംഗതി. അതിൽ വന്നിട്ടുള്ള വികാസങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു ടിവിയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിക് സിസ്റ്റങ്ങൾ CRT ഉപയോഗിച്ചുകൊണ്ടുള്ള ഇലക്ട്രിസിറ്റി കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ കറണ്ടിലാണല്ലോ TV ഒക്കെ വർക്ക് ചെയ്യാറുള്ളത്. ആ ഇലക്ട്രോണിക് സിസ്റ്റത്തിലേക്ക് കൂടി ചർച്ചകൾ കൊണ്ടുവരികയും അതിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പിക്ചർ ട്രാൻസ്മിഷൻ ക്വാളിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് TVക്ക് ആവശ്യമായിട്ടുള്ള മെത്തേഡിലേക്ക് പിന്നീട് നമ്മൾ വളർന്നതാണ്. പിന്നെ പബ്ലിക് ബ്രോഡ്കാസ്റ്റുകൾ സംഭവിക്കുന്നതിന്റെ ചരിത്രം പറയുന്നുണ്ട്. 1934-ൽ അമേരിക്കയിലും UK-ലും ഒക്കെയാണ് ആദ്യകാല TV ബ്രോഡ്കാസ്റ്റുകൾ ഉണ്ടാകുന്നത്. പിന്നീട് പിൽക്കാലത്ത് എന്ത് ചെയ്തു, ലോകത്ത് പല ചാനലുകൾ വരാൻ തുടങ്ങി. ഇപ്പോൾ കളർ TV ഒക്കെ, ഇന്ന് നമ്മൾ കാണുന്ന കളർ TV ഒക്കെ 1960-കളിലാണ് കണ്ടെത്തപ്പെടുന്നത്, അല്ലെങ്കിൽ അത് വികാസം നേടുന്നതൊക്കെ. കളർ ടെലിവിഷൻ 1940-ൽ രൂപപ്പെടുകയും ശേഷം കളർ TVകൾ 20 വർഷത്തിനുള്ളിൽ 1960-ഓട് കൂടിയിട്ട് കളർ TV എന്ത് ചെയ്യുന്നു, പബ്ലിക് ബ്രോഡ്കാസ്റ്റ്, പൊതുജനങ്ങൾ ഈ ഒരു TV ഉപയോഗിക്കുന്ന രീതിയിലേക്ക് അത് വളരുകയും ചെയ്തു. പിന്നെ വന്നൊരു ഡെവലപ്മെന്റ് ആണ് ടെറസ്ട്രിയൽ ടെലിവിഷൻ എന്നുള്ളത്. അതായത് റേഡിയോ വേവ്സും മറ്റൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹൗസ് ഹോൾഡ് ആന്റിനാസ് യൂസ് ചെയ്യുന്ന ഒരു സംഭവം. അപ്പൊ നമുക്കറിയാം പണ്ടത്തെ പിക്ചർ പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഇപ്പൊ ഇന്നത്തെ ടിവിയിലൊക്കെ LED ടിവികളാണ്. നമ്മൾ ചിലൊക്കെ ചുമരിൽ ഫിക്സ് ചെയ്ത് വെക്കുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ട്. അതിന് മുമ്പുള്ള ഒരു സംഗതിയായിരുന്നു, ഒരു ബാക്കിൽ വലിയൊരു പെട്ടിയൊക്കെ ഉള്ള സംഗതിയായിരുന്നു പഴയ TV. അത്രയും വലിപ്പം ഉണ്ടായിരുന്നു. നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഒക്കെ വലിയ സൈസ് എന്ന് പറയുന്നത് പോലെ ബാക്കിലെ തള്ളി നിൽക്കുന്ന ഒരു സാധനമായിരുന്നു പഴയ TV എന്നുള്ളത്. അതിനു മുമ്പേ ഉള്ള ഒരു സംഗതിയാണ് ടെറസ്ട്രിയൽ ടെലിവിഷൻ എന്ന് പറയുന്നത്. ആന്റിന ഉപയോഗിച്ചുകൊണ്ട് TVക്ക് മുകളിലൊരു എന്താ പറയാ, ഒരു ആന്റിന ഉണ്ടായിരിക്കും. ആന്റിന TVകൾ എന്ന് പറയുന്ന സാധനമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ആന്റിനകളാണ് ഈ ഒരു തരംഗങ്ങൾ പിടിച്ചെടുക്കുക. സിഗ്നൽ പിടിച്ചെടുത്തുകൊണ്ട് ആ പിക്ചർ ഇവിടേക്ക് പ്രദർശിപ്പിക്കുന്ന രീതിയിലായിരുന്നു അന്നത്തെ ടെലിവിഷൻ, ടെറസ്ട്രിയൽ ടെലിവിഷൻ വർക്ക് ചെയ്തിരുന്നത്. പിന്നെ എന്ത് ചെയ്തു, അത് മെല്ലെ സാറ്റലൈറ്റ് ടെലിവിഷനിലേക്ക് മാറി. അതായത് സാറ്റലൈറ്റിൽ നിന്നും തരംഗങ്ങൾ പിടിച്ചെടുക്കുന്ന ആ ഒരു രൂപത്തിലേക്ക് മാറി. അതോടുകൂടി ആന്റിന ഇല്ലാതെയായി. ആന്റിനയുടെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ആ ഒരു സിഗ്നൽസ് പിടിച്ചെടുക്കാവുന്ന രീതിയിലേക്ക് ശാസ്ത്രം വികസിക്കുകയായിരുന്നു. 1960-കളിലാണ് ഏകദേശം കളർ TV വരുന്നതൊക്കെ ആ ഒരു സമയത്താണ്. ടെൽസ്റ്റാർ പോലെയുള്ള ചില കമ്പനികളാണ് അത് ആദ്യമായിട്ട് കൂടുതൽ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അതിന് തുടർന്ന് DBS ഉണ്ടാകുന്നുണ്ട്. ഇത് ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് സാറ്റലൈറ്റുകൾ നേരിട്ടിട്ട് സിഗ്നലുകൾ അയച്ചുകൊണ്ട് നമ്മുടെ ഡിഷ് TV പോലെയുള്ള മെറ്റീരിയൽസിലൂടെ കൈമാറ്റം ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു. പിന്നെ ഡിജിറ്റൽ സാറ്റലൈറ്റുകൾ വരാൻ തുടങ്ങി 2000-ന് ശേഷം. HD TVകളൊക്കെ കൂടുതൽ ക്ലാരിറ്റി ഉള്ള മൾട്ടി ചാനൽ ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ രൂപപ്പെടുന്നതൊക്കെ പിൽക്കാലത്താണ്. 2000-ങ്ങളിലാണ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലേക്കൊക്കെ വികസിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഏറെക്കുറെ ഉള്ളത് ഡിജിറ്റൽ ടെലിവിഷൻ ആണ്. 21-ാം നൂറ്റാണ്ടിൽ വന്നിട്ടുള്ള ഒരു വികാസമാണ്. അതായത് ക്യാമറ, എൻകോഡർ, ട്രാൻസ്മിറ്റർ അത്തരം സംഗതികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിജിറ്റൽ ടെലിവിഷൻ എന്ന് പറയുന്ന സംഗതി വികസിച്ചു വന്നു. പിന്നെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു സംഗതി, IPTV എന്നാണ് അതിന് പറയാ, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ടെലിവിഷൻ. അതായത് TV പ്രോഗ്രാമുകളൊക്കെ കേബിള്, സാറ്റലൈറ്റ് അതിനൊക്കെ പകരം ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പൊ പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ കേബിൾ വലിക്കും, അല്ലെങ്കിൽ ഡിഷ് വെക്കും. സാറ്റലൈറ്റ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നതിന് പകരം കേവലം ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ TV പ്രോഗ്രാംസ് കാണാൻ സാധിക്കുന്ന IPTV എന്ന് പറയുന്ന ഒരു സിസ്റ്റം വരാൻ തുടങ്ങി. അപ്പൊ അതിനൊരു സെറ്റപ്പ് ബോക്സ് ഉണ്ടായിരിക്കും, ഒരു IPTV മിഡിൽ വെയർ ഉണ്ടായിരിക്കും, ഒരു കണ്ടന്റ് വരുന്ന ഒരു സോഴ്സ് ഉണ്ടായിരിക്കും. അതൊക്കെ ചേർന്നിട്ടാണ് ഒരു IPTV ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഓൺ ഡിമാൻഡ് വീഡിയോസും മറ്റൊക്കെ ഇതിലൂടെ കിട്ടുന്നൊരു അവസ്ഥ വന്നു. അപ്പോൾ ഫൈനലി നമ്മൾ എത്തി നിൽക്കുന്ന ഒരു ഘട്ടമാണ് ലൈവ് സ്ട്രീമിങ്ങും അതുപോലെ തന്നെ OTT പ്ലാറ്റ്ഫോമുകൾ ഒക്കെ ഉള്ളത്. സ്റ്റേഷന്റെ ഒന്നും ആവശ്യമില്ല, ഏത് പരിപാടിയും നമുക്ക് ലൈവായിട്ട് പ്രക്ഷേപണം ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ സിനിമ കാണാനൊക്കെ ആളുകൾ യൂസ് ചെയ്യുന്നത് OTT പ്ലാറ്റ്ഫോമുകളാണ്. ആരുടെ വീട്ടിലും ഇപ്പോൾ ഏറെക്കുറെ ഒക്കെ TV
ഇല്ലാതെയായി തുടങ്ങിയിട്ടുണ്ട്. കുറെയൊക്കെ നമ്മുടെ യൂസേജുകൾ നമ്മുടെ മൊബൈലിലേക്ക് തന്നെ ചുരുങ്ങി വരുന്ന ഒരു കണ്ടീഷനാണ് ഉള്ളത്. കാരണം ഇപ്പോൾ നമുക്കറിയാം അത് ചെലവ് കൂടുതലാണ്. കാരണം TV മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ നല്ല ചെലവ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മാസാമാസം നമുക്ക് കേബിളിനാണെങ്കിലും ഡിഷിനാണെങ്കിലും അതിന്റെ പേയ്മെന്റ് നമ്മൾ നടത്തേണ്ടി വരും. അപ്പൊ അതൊക്കെ മാറിക്കൊണ്ട് ആ പേയ്മെന്റിന്റെ ഒരു ചുരുങ്ങിയ വെർഷൻ മാത്രമാണ് പലപ്പോഴും OTT പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ യൂട്യൂബ് പോലെയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്, പെയ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. അതിലൂടെയൊക്കെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സംഗതി കാണുന്ന ഒരു അവസ്ഥ വന്നു. നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, ഇന്നിപ്പോ സിനിമ കാണാൻ നമ്മൾ അത്തരം മെറ്റീരിയൽസ് ഒക്കെയാണ്. ഇപ്പോൾ ക്രിക്കറ്റ് മാച്ച് ആണെങ്കിലും ശരി, ഫുട്ബോൾ മാച്ച് ആണെങ്കിലും ശരി, പണ്ട് നമ്മളൊരു TVക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടി വന്നിരുന്നു. ഇന്ന് നമ്മുടെ മൊബൈൽ ഫോണിൽ വളരെ ചുരുങ്ങിയ പേയ്മെന്റിൽ ചിലപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ ഹോട്ട്സ്റ്റാറിലാണെങ്കിലും അല്ലെങ്കിൽ ജിയോ സിനിമ പോലെയുള്ള ഇതിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു ടെലിവിഷനിലൂടെ നമ്മൾ ചെയ്തിരുന്ന പ്രവർത്തനം ഇന്ന് ലൈവ് സ്ട്രീമിങ്ങിലേക്കും കാര്യത്തിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ, ഈ ഒരു അവസ്ഥയാണ്, പ്രതിഭാസത്തെയാണ് നമ്മൾ കോർഡ് കട്ടിംഗ് എന്ന് പറയുക. കോർഡ് കട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴയകാല കേബിൾ ആ സിസ്റ്റത്തൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അത്തരം ഒരു വയർ മെറ്റീരിയൽ, കോഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള TVs ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ആളുകൾ നെറ്റ്ഫ്ലിക്സിലേക്കും ഹോട്ട്സ്റ്റാറിലേക്കും ഒക്കെ മാറുന്ന ഇതിനെയാണ് നമ്മൾ കോഡ് കട്ടിംഗ് എന്ന് പറയാം. ചിലപ്പോൾ ഒരു മാർക്കിനായിട്ട് ചോദിച്ചേക്കാം. അതായത് ആളുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് പ്രിഫറൻസ് നൽകുന്ന ആ ഒരു അവസ്ഥ, അതാണ് OTT പ്ലാറ്റ്ഫോം എന്നുള്ളത് കൊണ്ട് നമ്മൾ വളരെ ബേസിക് ആയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ അത്രയൊക്കെയാണ് വരുന്നത്. കുറെയൊക്കെ സിമ്പിൾ ആണ്. പ്രത്യേകിച്ച് ഇപ്പോൾ റീസെന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്ത തരത്തിലുള്ള TVs അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടുള്ളത്. അവ ആന്റിന, സാറ്റലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ CRT മറക്കരുത്, ഫുൾ ഫോം മറക്കരുത്, കാത്തോഡ് റേ ട്യൂബ് എന്നുള്ളതാണ്. അഥവാ ഈ ഒരു ചാപ്റ്റർ ചിലപ്പോൾ ഒരൊറ്റ എസ്സേക്കൊക്കെ ചോദിച്ചേക്കാം. അതായത് എവല്യൂഷൻ ഓഫ് ടെലികാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആദ്യം സ്റ്റിൽ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് എഴുതാം, ശേഷം മോഷൻ പിക്ചേഴ്സിനെ കുറിച്ച്. ഈ ചാപ്റ്റർ മൊത്തം നമുക്ക് എന്ത് ചെയ്യും, ഒരു 10 മാർക്കിന്റെ ലെവലിലേക്ക് ചുരുക്കി എഴുതാനൊക്കെ പറ്റും. അപ്പോൾ ചോദ്യം എങ്ങനെയാണ് വരിക എന്നുള്ളത് ഒരു പക്ഷെ നമുക്ക് തീർത്ത് പറയാൻ സാധിച്ചു എന്ന് വരില്ല. ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ പൊതുവെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ കാണാറുള്ളത്. അപൂർവമായിട്ട് മാത്രമാണ് കൃത്യമായിട്ട് 5 മാർക്കിനൊക്കെ മോഷൻ പിക്ചറിനെ കുറിച്ച്, സ്റ്റിൽ ഫോട്ടോഗ്രാഫിയെ കുറിച്ചൊക്കെ ചോദിക്കുന്നത് അപൂർവമാണ് എന്നാണ് ഇതുവരെയുള്ള ഒരു വിലയിരുത്തൽ. പിന്നെ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. എന്തായാലും ബോറടിക്കണ്ടോ? എന്തായാലും ഇന്നലത്തെ അത്ര ഒരു രസം ഇന്നുണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇന്നലത്തെ തിയറീസ് പോലെ അല്ല ഈ സംഗതി. ഇത് പക്ക സയൻസ് ആണ്, സമയം എടുത്ത് ചെയ്യേണ്ട ഒരു സാധനമാണ്. എല്ലാരും അവിടെ തന്നെ ഇല്ലേ? 2 യൂണിറ്റും കൂടി ഉള്ളൂ. 1.5 മണിക്കൂറിനുള്ളിൽ ഇത് വൈകാതെ തന്നെ കൺക്ലൂഡ് ചെയ്യാം. അടുത്തൊരു ചാപ്റ്റർ ആണ് ഡിജിറ്റൽ മീഡിയ എന്നുള്ളത്. നമ്മൾ പ്രിന്റിങ് നടന്നു, പത്രങ്ങൾ മാഗസീനൊക്കെ വന്നു, അതിനുശേഷം പിന്നെ റേഡിയോ, ഇവിടെ സൗണ്ട് വരാൻ തുടങ്ങി. പിന്നെ സൗണ്ടിന് ശേഷം മനുഷ്യൻ ചിത്രം കൊണ്ടുവരാൻ തുടങ്ങി, അങ്ങനെ TV വരുന്നത്. പിന്നെ ഉള്ള അടുത്തൊരു സ്റ്റെപ്പാണ് ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത്. ഡിജിറ്റൽ മീഡിയ എന്ന് പറയുമ്പോൾ ഈ പറയപ്പെടുന്ന മെറ്റീരിയലുകളുടെ ഒന്നും ആവശ്യമില്ല, ഒരു ഡിവൈസുകളുടെ അതിൽ ചുരുങ്ങി പോകുന്നൊരു അവസ്ഥയില്ലാതെ ഡിജിറ്റൽ രംഗത്തുള്ള വലിയ മാറ്റങ്ങൾ, അതായത് ഇപ്പോൾ കമ്പ്യൂട്ടറൊക്കെ പോലെയുള്ള ടെക്നോളജിയിൽ വന്നിട്ടുള്ള വികാസങ്ങൾ, ഇപ്പോൾ പുതിയ കാലത്തെ സോഷ്യൽ മീഡിയ പോലെയുള്ള സാധ്യതകൾ, അതൊക്കെ പറയുന്ന ഒരു ചാപ്റ്റർ ആണ് എവല്യൂഷൻ ഓഫ് ഡിജിറ്റൽ മീഡിയ എന്നുള്ളത്. കുറച്ചധികം കോൺസെപ്റ്റുകൾ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. എല്ലാവരും അത് ആ ഒരു സെൻസിൽ എടുക്കുക. എന്തായാലും അവസാനിക്കുകയല്ലേ, നമുക്ക് കലാശക്കൊട്ട് എന്ന് പറയുന്നത് പോലെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. പരമാവധി സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഇതൊക്കെ പ്യുവർ സയൻസ് ആണ്. ഇപ്പോ അറബിക്കും അഫ്സലുലമൊക്കെ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഒരു ആർട്സ് വിഷയങ്ങളോട് താല്പര്യമുള്ളവർക്ക് എത്രത്തോളം ഇത് ഡൈജസ്റ്റ് ആകും എന്നുള്ളത് കുറച്ച് സംശയകരമായ കാര്യമാണ്. പക്ഷെ നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന ഈ വസ്തുക്കളുടെ സയൻസ് മുഴുവനായിട്ട് അറിഞ്ഞില്ലെങ്കിലും മിനിമം അതിന്റെ ഒരു ചരിത്ര ഘട്ടങ്ങളെങ്കിലും പഠിച്ചിരിക്കൽ മിനിമം നമ്മുടെ ധർമ്മമാണ്. അതിന് കൊണ്ടാണ് ഇത്തരം പേപ്പേഴ്സ് ഒക്കെ യൂണിവേഴ്സിറ്റി ചെയ്യുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള സംഗതിയാണ്. 20-21 നൂറ്റാണ്ടുകളിലൊക്കെയാണ് ഡിജിറ്റൽ ടെക്നോളജിയിൽ വലിയ വികാസങ്ങൾ ഉണ്ടാകുന്നത്. വലിയ കാലപ്പഴക്കമൊന്നുമില്ല. മുമ്പ് പറഞ്ഞ സംഗതികളെക്കാൾ കൂടുതൽ നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമുള്ള ഒരു സാധനമാണ് ഡിജിറ്റൽ മീഡിയ. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ചരിത്രവും സയൻസും ഒക്കെ കുറച്ചുകൂടിയൊക്കെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. അത് നമുക്ക് പോയി നോക്കാം. ഒന്നാമത്തെ സംഗതിയാണ് കമ്പ്യൂട്ടർ ടെക്നോളജി എന്നുള്ളത്. കമ്പ്യൂട്ടർ എന്നുള്ളത് നമുക്കറിയാം ഒരു വലിയ വിപ്ലവമായിരുന്നു. ചാൾസ് ബാബേജ് ആണ് അത് കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ വർക്കിംഗ് ഏകദേശം
2000 വർഷത്തോളം പഴക്കമുണ്ട്. കമ്പ്യൂട്ടറിനല്ല, കമ്പ്യൂട്ടർ ടെക്നോളജിക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അരിത്തമാറ്റിക്സിനൊക്കെ യഥാർത്ഥത്തിൽ 2000 വർഷത്തോളം പഴക്കമുണ്ട്. പഴയ അബാക്കസ് എന്ന് നമ്മൾ പറയും. അബാക്കസ് ഇപ്പൊ ചെറിയ കുട്ടികൾക്കൊക്കെ മോണ്ടിസോറി കുട്ടികൾക്കൊക്കെ വേണ്ടി അവർക്ക് പഠിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അബാക്കസ് എന്നുള്ളത്. അപ്പൊ അന്ന് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള അബാക്കസ് മെറ്റീരിയൽസിൽ നിന്നാണ് യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടർ ടെക്നോളജിക്കുള്ള ഒരു ത്രെഡ് കിട്ടുന്നത്. എന്തുകൊണ്ട് നമുക്കതിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടാണ് അബാക്കസ് പോലെയുള്ള സിസ്റ്റങ്ങളുടെ ഡെവലപ്മെന്റ് ആണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു കമ്പ്യൂട്ടർ ടെക്നോളജിയിലേക്ക് വളർന്നു വന്നിട്ടുള്ളത്. 17ാം നൂറ്റാണ്ടിൽ ബ്ലേസ് പാസ്കൽ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു, ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ കണ്ടെത്തുന്ന ഒരു അവസ്ഥ വന്നു. ഇപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, ജസ്റ്റ് നമ്മുടെ ആ ഒരു മോണിറ്റർ അല്ലെങ്കിൽ ആ ഒരു ലാപ്ടോപ്പ് എന്ന് ആലോചിക്കരുത്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഓട്ടോമേഷൻ സാധ്യമാക്കുന്നല്ലോ. ഇപ്പൊ കാൽക്കുലേറ്റർ ജസ്റ്റ് ഇപ്പൊ 5+5 എന്ന് അടിച്ചാൽ നമ്മൾ കണക്കൂട്ടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ വലിയ എത്ര ഫിഗർ വേണമെങ്കിലും ആരെ നമുക്ക് കണക്കൂട്ടി തരും, നമ്മുടെ മൊബൈൽ ഫോണിലെ കാൽക്കുലേറ്റർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ 17ാം നൂറ്റാണ്ടിൽ ബ്ലേസ് പാസ്കൽ ആണ് യഥാർത്ഥത്തിൽ ഈ ഒരു മെക്കാനിക്കൽ കാൽക്കുലേറ്റർ ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. അതിനെ തുടർന്നിട്ട് പിന്നീട് വന്ന പല വികാസങ്ങളുടെയും ഒരു ബാക്കി പത്രമായിട്ടാണ് 19ാം നൂറ്റാണ്ടിൽ ചാൾസ് ബാബേജ് ഈ സാധനം ഡിസൈൻ ചെയ്തെടുക്കുന്നതെന്ന് കാണാൻ പറ്റും. ആദ്യമായിട്ട് അദ്ദേഹം ഒരു അനലിറ്റിക്കൽ എഞ്ചിൻ മനസ്സിലാക്കുന്നതാണ് ആദ്യത്തെ കമ്പ്യൂട്ടർ എന്നുള്ളത്. ഇപ്പൊ ചാൾസ് ബാബേജ് കണ്ടെത്തിയ കമ്പ്യൂട്ടറിന്റെ വലിപ്പം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ചാൾസ് ബാബേജിന്റെ കമ്പ്യൂട്ടർ എന്നുള്ളത്. നോക്കിയാൽ മനസ്സിലാകും. നമുക്ക് ഇതൊരു കമ്പ്യൂട്ടർ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? ചാൾസ് ബാബേജ് കണ്ടെത്തിയ കമ്പ്യൂട്ടറിന്റെ വലിപ്പമാണ് നമ്മൾ കാണുന്നത്. ഇത്ര വലിപ്പമുള്ള ഒരു സംഗതിയായിരുന്നു അന്നത്തെ കമ്പ്യൂട്ടർ എന്നുള്ളത്. അപ്പൊ ഈ ഒരു ടെക്നോളജിക്ക് അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു സ്റ്റാർട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇന്നത്തെ കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുന്നത് ചെറുതായി വന്ന് ഇപ്പൊ ലാപ്ടോപ്പ് ആണ്, അതിനേക്കാൾ ചെറിയ രൂപത്തിലൊക്കെ ഇന്ന് വേർഷൻസ് ലഭ്യമാണ്. അപ്പൊ ഏകദേശം ഒരു റൂം നിറഞ്ഞു നിൽക്കുന്ന ഒരു വസ്തുവായിരുന്നു ചാൾസ് ബാബേജ് ഒക്കെ കണ്ടെത്തിയിരുന്നത് അന്നത്തെ ആ ഒരു മെറ്റീരിയൽ എന്നുള്ളത്. ഇതാണ് ആദ്യത്തെ കമ്പ്യൂട്ടർ എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഒരു ചില കാര്യങ്ങളൊക്കെ കൗതുകകരമാണ്, അപ്പൊ അതുകൊണ്ട് സൂചിപ്പിച്ചു എന്നുള്ളത് മാത്രം. പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഇത്ര പോലെ ഇത് പഠിക്കാൻ വരാനുള്ള കാരണം ഇങ്ങനെ തുടങ്ങിയ ഒരു സാധനമാണ്. അത് ഓരോ വർഷവും അതിൽ ഡെവലപ്മെന്റ്സ് വരും. അപ്പൊ ആ ചരിത്രം മൊത്തം പഠിക്കാൻ നമ്മൾ ബാധ്യസ്ഥരായിട്ട് വരും. വന്ന വഴി മറക്കരുതല്ലോ, അതുകൊണ്ടാണ്. അപ്പോ ഈ ഒരു ഭാഗം നമുക്ക് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ കൂടുതലും അത് വായിച്ചു പഠിക്കേണ്ട സാധനങ്ങളാണ്. കുറെ പേരുകൾ, കുറെ കമ്പനികൾ, അതൊക്കെയാണ് വരുന്നത്. കമ്പ്യൂട്ടറിലേക്ക് വരുമ്പോൾ വ്യക്തികൾ എന്നുള്ളതിനേക്കാൾ ഏറെ കുറെ കമ്പനികളാണ് നമുക്ക് അവിടെ പഠിക്കാനായിട്ട് ഉണ്ടാവുക. അതിന്റെ വർഷങ്ങളുണ്ട്. ഇതൊക്കെ ഞാനിപ്പോ ഇങ്ങനെ വായിച്ചു എന്നുള്ളത് കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തിനനുസരിച്ച് ലാസ്റ്റ് മൊമെന്റ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അല്ലാതെ അതിൽ സ്ട്രെസ് കൊടുക്കുന്നില്ല. ആ സാധനങ്ങൾ വായിച്ചു പഠിക്കാനാണ് വരുന്നത്. അതായത് ബാബേജിന്റെ ഈ ഒരു നേരത്തെ കണ്ട എഞ്ചിൻ വന്നതിന് ശേഷം 1906 BD ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്കോളർ എന്ത് ചെയ്യുന്നു, വാക്യൂം ട്യൂബ് കണ്ടെത്തുകയാണ്. ആ വാക്യൂം ട്യൂബ് പിന്നീട് ഇലക്ട്രോണിക് കമ്പ്യൂട്ടേഴ്സിന്റെ രീതിയിലേക്ക് അതിനെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നീട് പിൽക്കാലത്ത് ABC എന്ന് പറയുന്ന ABC കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു സംഗതി വരുന്നുണ്ട്. ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ആണ്. ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു കമ്പ്യൂട്ടിംഗ് മെറ്റീരിയലിലേക്ക് പിന്നീട് മാറുന്നുണ്ട്. ദെൻ കൂടുതൽ ഫങ്ഷണൽ ആയിട്ടുള്ള ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ വരുന്നത് നമ്മൾ സിമ്പിളായിട്ട് ഇനിയാക്ക് എന്ന് പറയും, ENIAC. അത് ഇനിയാക്ക് കമ്പ്യൂട്ടർ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇനിയാക്ക് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ആ ഒരു ഡെവലപ്മെന്റ് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നോക്കൂ, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സാധനത്തിന്റെ ഏകദേശം ഒരു റൂമോളം വരുന്ന പല വസ്തുക്കൾ. ഇപ്പോൾ നമുക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഇവിടെ വരുന്നത്. നേരത്തെ ആളെന്ത് ചെയ്തു, അതായത് ഫസ്റ്റത്തെ കമ്പ്യൂട്ടർ എന്ന് ഇനിയാക്കിനെയാണ് സാധാരണ പറയാറുള്ളത്. ചാൾസ് ബാബേജ് തുടങ്ങി വെച്ചിട്ടുള്ളത് കമ്പ്യൂട്ടർ ടെക്നോളജിയാണ്, അതിന് അനുയോജ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യയാണ് യഥാർത്ഥത്തിൽ ചാൾസ് ബാബേജ് തുടങ്ങി വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു റൂമിന്റെ വലിപ്പമുള്ള നമ്മൾ വീട്ടിൽ ഷെൽഫ് വെക്കുന്ന പോലെയാണ് ഈ കമ്പ്യൂട്ടർ ഒക്കെ ഉള്ളത്. പിന്നെ പിൽക്കാലത്താണ് ചിപ്പുകൾ കണ്ടെത്തി തുടങ്ങിയത്. അപ്പോൾ കുറെയൊക്കെ മെറ്റീരിയൽസ് എന്ത് ചെയ്യാനായി ചെറുതാവാൻ തുടങ്ങിയതോടെയാണ് അത് മാറി വരാൻ തുടങ്ങിയത്. അപ്പോൾ അതാണ് ലോകത്തെ ആദ്യത്തെ ഫങ്ഷണൽ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഇനിയാക്ക്. ദെൻ UNIVAC അഥവാ യുനിവാക് എന്നൊക്കെ സിമ്പിളായിട്ട് പറയാൻ ശ്രമിക്കാറുണ്ട്. ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ ആണ്, ബിസിനസ് രംഗത്തും സയൻസ് രംഗത്തൊക്കെ ഉപയോഗിച്ച. ദെൻ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ ഗവൺമെന്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് 60-70കളിൽ വരുന്നുണ്ട്. 70കൾക്ക് ശേഷം പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ആപ്പിൾ സെക്കൻഡ് തുടങ്ങിയിട്ടുള്ള പല പേഴ്സണൽ കമ്പ്യൂട്ടറുകളൊക്കെ 1970കളിലാണ് ലോകത്ത് സജീവമാകാൻ പോകുന്നത്. ദെൻ
പീസ് നമ്മൾ കാണുന്ന ഒരു നോർമൽ കമ്പ്യൂട്ടർ ഒക്കെ 1980-ലാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കമ്പ്യൂട്ടറുകളുടെ ഒക്കെ ആദ്യകാല വേർഷൻസ് രൂപപ്പെട്ടു വരുന്നത് അതിലൂടെയാണ് കേട്ടോ. ദെൻ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, GUI. ഇന്ന് നമ്മൾ നേരത്തെ കണ്ടതൊക്കെ ഭയങ്കര ഹൈലി ടെക്നോളജി ഉള്ള കുറച്ച് അധികം റിസ്ക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. പൊതുജനങ്ങളൊക്കെ അതുമായിട്ട് ഇന്ററാക്ട് ചെയ്യില്ല നമുക്ക് ഉറപ്പാണ്. എന്നാൽ ഇന്ന് ഇപ്പൊ എല്ലാവരും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്, അത് യൂസർ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള ഗ്രാഫിക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് എന്ത് ചെയ്തിരുന്നു, കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് കമ്പ്യൂട്ടർ സിസ്റ്റംസ് മാറിയിരുന്നു. 90-കളിലൂടെയൊക്കെ WWW വന്നു. WWW എന്ന് പറയുമ്പോൾ വേൾഡ് വൈഡ് വെബ്. നമ്മളെല്ലാ വെബ്സൈറ്റും തുടങ്ങാറുള്ളത് www.arabicvilla.com. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് ഒക്കെ രൂപപ്പെടുന്നത് ഈ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ഒരു ഹൈപ്പർ ടെക്ച്വൽ സംഗതി വന്നതോട് കൂടിയിട്ട് കൂടുതൽ ഇൻഫോർമേഷൻ ആക്സസ് കിട്ടി. അതിനോടൊപ്പം തന്നെ ഒരു കമ്പ്യൂട്ടർ ടെക്നോളജി വികസിച്ചു വന്നതുകൊണ്ട് രണ്ടും പരസ്പരം കണക്ട് ചെയ്തുകൊണ്ടാണ് പിന്നീട് നമ്മൾ ഈ കാണുന്ന ഒരു കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ വിപ്ലവം, ഒരു ഡിജിറ്റൽ ടെക്നോളജിയുടെ വികാസം നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു കോഡ് ഉണ്ട്, ബൈനറി കോഡ് എന്ന് പറയും. ഇത് 0-1 പോലെയുള്ള നമ്പേഴ്സ് മാത്രം യൂസ് ചെയ്തുകൊണ്ടുള്ള ചില കോഡുകൾ. ആ കോഡാണ് യഥാർത്ഥത്തിൽ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ആപ്പ് അത് എങ്ങനെ ഉണ്ടാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ വാട്സപ്പ് എന്നുള്ള ആപ്പ് സത്യം പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടിംഗ് കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പഠിക്കുക. ഒരു പക്ഷേ ഈ കൂട്ടത്തിൽ കോഡിങ് പഠിക്കുന്നവരുണ്ടാകും, അത് കേൾക്കുന്നവർ കോഡിങ് പഠിക്കുന്നവരൊക്കെ ഒരു പക്ഷേ ഉണ്ടായേക്കും. അവർക്കൊന്നും കൂടി അതിൽ ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു വാട്സപ്പ് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത്? അപ്പൊ ചിലർക്കൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റൂല ഈ ഒരു സാധനം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പൊ എനിക്ക് അതുപോലെ ആപ്പ് വേണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇന്ന് ഒരുപാട് ആളുകൾ ആ ഒരു ലോകത്തുണ്ട്, കാരണം കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സ്ഥാപനങ്ങളാണെങ്കിലും ശരി, കച്ചവട സ്ഥാപനങ്ങളൊക്കെ അവർക്കൊക്കെ സ്വന്തമായിട്ട് ഇന്ന് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ രൂപപ്പെടുത്തുന്നത് ഒരു കമ്പ്യൂട്ടിംഗ് ഉപയോഗിച്ചിട്ടാണ്. ഡിജിറ്റൽ ടെക്നോളജിയുടെ ഈ ഒരു കോഡുകൾ, ആ കോഡ് അതിന്റെ രീതിയിൽ സെറ്റ് ചെയ്താലാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ഈ സർവീസുകളൊക്കെ രൂപപ്പെടുക. പിന്നെ നമ്മൾ കേൾക്കേണ്ട ഒരു സംഗതിയാണ് ഡിജിറ്റൽ വേൾഡ് എന്നുള്ളത്. അതായത് പുതിയ ഡിജിറ്റൽ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട ബൈനറി കോഡ്, അതായത് 0s 1s കൂടി രൂപപ്പെടുന്ന ഒരു കമ്പ്യൂട്ടർ കോഡ് ഉണ്ടല്ലോ, അതിലൂടെ റെപ്രസെന്റ് ചെയ്യുന്ന ഡാറ്റയാണ് നമ്മൾ ഡിജിറ്റൽ ഡാറ്റ എന്ന് പറയുന്നത്. ഡിജിറ്റൽ റെഫേഴ്സ് ടു ദി ഡാറ്റ റെപ്രസെന്റഡ് ഇൻ ബൈനറി കോഡ്. ഈ പറയപ്പെട്ട 0s 1s ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു ഡിവൈസ് രൂപപ്പെടുത്തി എടുക്കുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെ പറയുന്ന, അതിൽ ഉപയോഗിക്കുന്ന ഡാറ്റയാണ് നമ്മൾ ഡിജിറ്റൽ ഡാറ്റ എന്ന് പറയാ. ഫിംഗർ എന്ന അർത്ഥം വരുന്ന ഡിജിറ്റസ് ഒരു ലാറ്റിൻ വേർഡാണ്, അതിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. കാരണം ഇതൊരു ഫിംഗർ ഓപ്പറേറ്റഡ് മെക്കാനിക്കൽ കാൽക്കുലേറ്റർ ആയതുകൊണ്ട് തന്നെ ഫിംഗർ എന്ന അർത്ഥം വരുന്ന ഡിജിറ്റസിൽ നിന്നാണ് ഇംഗ്ലീഷിലെ ഡിജിറ്റൽ എന്നുള്ള ഒരു വേർഡ് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിലാകട്ടെ, ഇ കോമേഴ്സ് രംഗത്തൊക്കെ, ഇപ്പോൾ മൊബൈൽ കമ്പ്യൂട്ടിംഗിലാണെങ്കിലും AI, ഇപ്പോൾ നമുക്കറിയാം നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിലൊക്കെ സാധാരണ വർക്ക് ചെയ്യുന്നത് എന്താണ്, ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ ഉള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഇത്തരത്തിലുള്ള കോഡിങ് ഉപയോഗിച്ചിട്ടാണ്. പിന്നീട് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്താവാൻ സജീവമാവാൻ തുടങ്ങുന്നു. ഇമെയില്, മറ്റു മെസ്സേജിങ്, ഇപ്പോൾ ഇന്നത്തെ പോലെ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ മെറ്റീരിയൽസ് വന്നു. അത് ലോകത്ത് പിന്നീട് കൂടുതൽ സജീവമാകാൻ തുടങ്ങി. വീഡിയോ ഗെയിംസ്, സ്ട്രീമിങ് അതൊക്കെ വന്നു. അതുപോലെ തന്നെ പിന്നീട് കൂടുതൽ ഡാറ്റ സ്റ്റോർ ചെയ്യാനും മറ്റൊക്കെയുള്ള അവസരങ്ങൾ വന്നു. കൂടുതൽ AI ഇന്നോവേഷൻസ് ഉണ്ടായി, നിർമ്മിത ബുദ്ധിയുടെ. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ChatGPT പോലെയുള്ള പല AI ടൂളുകളും ഇന്ന് ലഭ്യമാണ്. ഇപ്പൊ നമുക്കറിയാലോ, വാട്സപ്പിലുള്ള മറ്റേ AI ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാകും. ആ ഒരു ചാറ്റിന്റെ അപ്പുറത്ത് ഒരു നീല കളറിൽ ഒരു പർപ്പിൾ കളറൊക്കെ ചേർന്നിട്ടുള്ള ഒരു വളയം, ഒരു സംഗതി കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ എന്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഏറെക്കുറെയൊക്കെ വളരെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്ന AI ടൂളുകൾ, നിർമ്മിത ബുദ്ധിയുടെ ടൂളുകൾ ലഭ്യമാണ്. ഇപ്പൊ ഒരു പിക്ചർ കൊടുത്തുകൊണ്ട് അപ്പൊ ആ പിക്ചറിലുള്ള ആൾക്ക് തലയിൽ ഒരു ഹെൽമെറ്റ് വെച്ച് കൊടുക്കണം എന്നൊരു കമന്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വെച്ചിട്ടുള്ള പിക്ചർ നമുക്ക് തിരിച്ചു നൽകുന്നു. നമ്മൾ പിക്ചർ കൊടുത്തിട്ട് ഈ ഒരാളെ ഒരു സിനിമാറ്റിക് രൂപത്തിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക സിനിമ പോസ്റ്റർ പോലെ നമ്മുടെ ഫേസ് മാറ്റിയിട്ട് വരുന്നു. അപ്പോൾ സ്വയം അങ്ങനെ പുളകം കൊള്ളാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇന്ന് AI മെറ്റീരിയൽസ് ഒക്കെ യൂസ്ഫുൾ ആണ്. വേണ്ടവരൊക്കെ ഒരു രസത്തിന് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഡിജിറ്റൽ ടെക്നോളജിയിൽ പിന്നീട് വന്നിട്ടുള്ള വികാസങ്ങളാണ് നമ്മൾ പറയുന്നതൊക്കെ. അപ്പൊ 1930-കളിലാണ് ആദ്യത്തെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഒക്കെ ഈ ബൈനറി കോഡ് ഉപയോഗിച്ചുകൊണ്ട് രൂപപ്പെട്ടു വരുന്നത്. പിന്നീട് പലപ്പോഴും ഈ ടെലികോം രംഗത്തും മീഡിയ രംഗത്തൊക്കെ 1960-70 കൂടുതൽ ഇതുണ്ടാകുന്നുണ്ട്. ഇപ്പൊ സൗണ്ട് ക്വാളിറ്റി ഒക്കെ കൂടുതൽ മെച്ചപ്പെടുന്ന ഒരു അവസ്ഥ, അവരുടെ മ്യൂസിക് ബ്രാൻഡുകൾ കൂടുതൽ വികസിച്ചു വന്നു. പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സും അതുപോലെ തന്നെ ഇന്റർനെറ്റ് അനേബിൾഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഗൂഗിളൊക്കെ പോലെയുള്ള
അതിന്റെ ഒരു പ്രാഥമിക രൂപം. ഇന്റർനെറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഗതി സജീവമാകുന്ന 1980-90 കാലഘട്ടത്തിലാണ്. പിന്നെ WWW അതായത് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ഒരു ഹൈപ്പർ ടെക്സ്ച്വലിറ്റിയോട് കൂടിയിട്ട് ലോകത്തുള്ള ഏതൊരാൾക്കും ഒരു വെബ്സൈറ്റ് മുഖാന്തരം പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ടിം ബെർണേഴ്സ്-ലീ എന്ന് പറയുന്ന ആള് WWW കണ്ടെത്തുന്നു. പിന്നീട് മാർട്ടിൻ കൂപ്പർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യത്തെ മൊബൈൽ ഫോണിന്റെ ഉപജ്ഞാതാവാണ് ഡോക്ടർ മാർട്ടിൻ കൂപ്പർ എന്നുള്ളത്, ആ പേര് മറക്കരുത്. അങ്ങനെ കമ്പ്യൂട്ടറിന്റെ ഒരു മിനി വെർഷൻ ആയിട്ടാണ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ വരുന്നത്. അന്ന് ഏകദേശം 30 മിനിറ്റോളം ടോക്ക് ടൈം ഉള്ള $3995 $4000 രൂപ വരുന്ന രീതിയിലായിരുന്നു അന്നത്തെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഉണ്ടായത്. ഇന്നത്തേക്കാൾ വില കൂടുതലാണെന്ന് ചുരുക്കം. $4000 എന്നൊക്കെ ഉള്ളത് ഒന്ന് ജസ്റ്റ് ഇൻറ്റു 80 അടിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ലക്ഷങ്ങൾ വരും. പക്ഷെ അത് ഇന്ന് നമ്മൾ വാങ്ങുന്ന ഐഫോൺ ഒന്നല്ല, അത് നമ്മുടെ നോക്കിയ ഫോണിനൊക്കെ 1.5 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? അപ്പോൾ അത്രയും കൗതുകകരമായ ഒരു വസ്തുവായിരുന്നു അന്നത്തെ മൊബൈൽ ഫോൺ എന്നുള്ളത്. ഇന്ന് പിന്നീട് അത് പോപ്പുലർ ആയിട്ട് അതിന്റെ പല വേർഷൻസും വന്നതാണ്. ഐഫോൺ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും, അപ്പൊ അത് വെച്ചിട്ട് കമ്പയർ ചെയ്യരുത്. പഴയ നോക്കിയ ഫോണിനാണ് ആ പറയപ്പെട്ട വിലയുള്ളത്. അപ്പോൾ കൗതുകകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നീട് എന്ത് ചെയ്യുന്നു, 1992 നമ്മൾ ഇന്ന് കാണുന്ന സ്മാർട്ട് ഫോൺ വരുന്നു. അതിൽ തന്നെ ടച്ച് സ്ക്രീനുകൾ, ഇമെയിൽ സൗകര്യങ്ങളൊക്കെ മൊബൈലിലേക്ക് തന്നെ മാറി വരുന്നുണ്ട്. പിന്നീട് ആപ്പിൾ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, 2007 ഐഫോൺ വരുന്നത്. ഐഫോൺ ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മെത്തേഡ്സ് ആണ്. 2010 സമയത്ത് മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു പഠനശാഖ തന്നെ വികസിച്ച് വരാൻ തുടങ്ങി. അതായത് ഇന്റർനെറ്റും ആപ്പും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏത് സമയത്തും ഒരു കമ്പ്യൂട്ടറിന്റെ സേവനങ്ങളൊക്കെ നമുക്ക് മൊബൈൽ യൂസ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന അവസ്ഥ, മൊബൈൽ കമ്പ്യൂട്ടിംഗ് ഒക്കെ വികസിച്ചു വന്നു. സ്മാർട്ട് ഫോൺ, ടാബുകൾ, അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ വരുന്ന സംഗതിയാണ് കോൺസെപ്റ്റ് ഓഫ് ഡിജിറ്റൽ മീഡിയ എന്നത്. ഡിജിറ്റൽ മാധ്യമങ്ങളുടെ ഒരു അതിപ്രസരം നമ്മൾ കാണുന്നുണ്ട്. ഡിജിറ്റൽ മീഡിയ എന്ന് പറയുമ്പോൾ അതിൽ പലതും ഉൾപ്പെടും. ഇപ്പോൾ വീഡിയോ ഗെയിംസ്, വെർച്വൽ റിയാലിറ്റി, ആ സംഗതികളൊക്കെ ഇതിൽ പെടും. അപ്പൊ എന്താണ് ഡിജിറ്റൽ മീഡിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് റെഫേഴ്സ് ടു എനി മീഡിയ ദാറ്റ് ഈസ് ക്രിയേറ്റഡ്, ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് കൺസ്യൂംഡ് യൂസിങ് ഡിജിറ്റൽ ടെക്നോളജി. ഇപ്പോൾ ഈ പറയപ്പെട്ട ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന, ഉപയോഗിക്കുന്ന ഏത് മാധ്യമങ്ങൾ എന്താണ്, ഡിജിറ്റൽ മാധ്യമങ്ങളുടെ പരിധിയിലാണ് വരിക. അപ്പൊ അത് ഓർത്തു വെക്കുക. ഓക്കെ, ഇപ്പോൾ കമ്പ്യൂട്ടേഴ്സ്, സ്മാർട്ട് ഫോൺ, ക്യാമറ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിജിറ്റൽ മാധ്യമ രംഗത്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ പുതിയ ട്രെൻഡുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ തന്നെയാണ്. ഇപ്പൊ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് ഒക്കെ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ കൂടുതൽ ആളുകൾ ഇൻസ്റ്റാഗ്രാമിലാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ചിലപ്പോൾ ഇതിന് പുതിയ ട്രെൻഡുകൾ രൂപപ്പെട്ടിട്ടുണ്ടായിരിക്കും, ആളുകൾ അത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്തായാലും സോഷ്യൽ മീഡിയ അതൊക്കെയാണ് പുതിയ ഡിജിറ്റൽ മാധ്യമ ട്രെൻഡുകൾ എന്ന് പറയുന്നത്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് വളരെ പ്രമുഖമാണ്. ഇപ്പോൾ നമ്മളെ പോലെയുള്ള പാവങ്ങളൊന്നും ആർക്കും വേണ്ടി വരില്ല. ഏറ്റവും ആളുകളൊക്കെ പിന്നാലെ പോകുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ പിന്നാലെയാണ് ലോകം മൊത്തം ഉള്ളത്. അവരാണ് ഇന്നത്തെ സെലിബ്രിറ്റീസ് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഈ ഒരു ട്രെൻഡിന്റെ പിന്നാലെ ലോകത്ത് വന്നിട്ടുള്ള ചില സംസ്കാരങ്ങളാണ്. കുട്ടികളൊക്കെ കൂടുതൽ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകണം, അവരുടെ മെറ്റീരിയൽസിന് കൂടുതൽ റീച്ച് വേണം, അവരുടെ കോണ്ടന്റിന് റീച്ച് വേണം. അത്തരത്തിലുള്ള ക്രിയേറ്റേഴ്സ് ആയി മാറാനുള്ള ഒരു ത്വര ലോകത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന വികാസത്തിന്റെ ചേർന്ന് നിന്നുകൊണ്ട് വരുന്ന ട്രെൻഡുകളാണ് നമ്മളെ പറയുന്നതൊക്കെ. ഇപ്പോൾ ടിക്ടോക്ക് വീഡിയോസ് മറ്റൊക്കെ അതിൽ പറയുന്നുണ്ട്. ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ കുറച്ച് മുമ്പുള്ള സാധനമാണ്. ഇപ്പൊ ട്രെൻഡൊക്കെ മാറി വന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് കുറച്ച് പഴക്കമുള്ളത് കൊണ്ടാണ് അത്തരം എക്സാമ്പിൾസ് ഇവിടെ വരുന്നത്. അതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാം ഈ ടെക്സ്റ്റ് ബുക്കിനൊന്നും വലിയ പഴക്കമില്ല, എന്നിട്ടും ഇവിടെ പറയപ്പെട്ട ഉദാഹരണങ്ങളൊക്കെ പഴകിയിട്ടുണ്ട്. അത്രത്തോളം വേഗത്തിലാണ് ലോകം ഡിജിറ്റൽ മാധ്യമങ്ങളുടെ ഈ ഒരു രംഗത്തെ ഈ ഒരു വികാസത്തിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഒറ്റ മിനിറ്റ്. സോ ആ ഒരു എവല്യൂഷൻ പഠിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതിന്റെ സ്വാധീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ റീച്ച് കിട്ടാൻ തുടങ്ങുന്നു, പുതിയ രൂപത്തിലുള്ള ആഖ്യാന രൂപങ്ങൾ രൂപപ്പെടുന്നു, ഈവൻ മാധ്യമ പ്രവർത്തനത്തിൽ വരെ. ഇപ്പൊ നമുക്കറിയാം, പണ്ടൊക്കെ ന്യൂസ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇങ്ങനെ ലാപ്ടോപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും, ആ വാർത്ത ഇങ്ങനെ വായിക്കും. ഇന്നിപ്പോ ലാപ്ടോപ്പ് ഇല്ല, ഒന്നുമില്ല, ആ ഒരു ഫ്ലോറിലൂടെ ഇങ്ങനെ നടന്നിട്ടാണ് ആൾക്കാർ വാർത്ത വായിക്കുക. അത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അല്ലെ? പണ്ടത്തെ വാർത്താ വായന എന്ന് പറയുമ്പോൾ നമുക്ക് മുമ്പ് ജസ്റ്റ് ഒരു സ്ക്രീൻ ഇങ്ങനെ മുമ്പിൽ വെച്ചിട്ട് ആ വാർത്ത ഇങ്ങനെ വായിക്കുക ചെയ്യാം.
അപ്പോൾ ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, വാർത്ത വായനയല്ല മറിച്ച് വാർത്ത പറച്ചിലായിട്ട്, അതായത് നമ്മളൊരു മോട്ടിവേഷൻ ടോക്ക് ഒക്കെ നടത്തുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിലൊരു കോഫിയൊക്കെ പിടിച്ചിട്ടാണ് ന്യൂസ് റീഡേഴ്സ് വാർത്ത കൈമാറുന്നത്. അപ്പൊ പുതിയ ആഖ്യാന രൂപങ്ങൾ ജേർണലിസം മേഖലയിൽ വരുന്നു. കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് ആർട്ട് രംഗത്തും മ്യൂസിക്കിലും കോണ്ടന്റ് ക്രിയേഷനിലും ഒക്കെ വരുന്നതായിട്ട് കാണാം. ഇനി മറ്റൊരു വസ്തുവാണ് എവല്യൂഷൻ ഓഫ് നെറ്റ്വർക്ക് എന്നുള്ളത്. എങ്ങനെയാണ് ഇത് വികസിച്ചു വന്നിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു ചരിത്രം. ഇവിടെയും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എല്ലാവരും അതിന്റെ സമയത്തിനനുസരിച്ചുകൊണ്ട് ഇത് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയില്ല, കുറച്ച് ടഫ് ആയിട്ടുള്ള ഭാഗമാണത്. ഇതെല്ലാം ഒരു ടേബിൾ പഠിക്കുകയാണ് വേണ്ടത്. എങ്ങനെയാണ് ഈ ഒരു രംഗത്ത് മാറ്റങ്ങൾ വന്നത്, നെറ്റ്വർക്കിംഗ് രംഗത്തുള്ള മാറ്റങ്ങൾ വന്നത് എന്നുള്ളത്. 1950കളിൽ തന്നെ ഒരു പ്രക്രിയ തുടങ്ങുന്നുണ്ട്. ആദ്യം എന്ത് ചെയ്യുന്നു, JCR ലിക്ലേറ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇതിനെ തുടർന്ന് കൊണ്ട് ഒരു യൂണിവേഴ്സൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സംഗതി വരികയാണ്. അമേരിക്കയുടെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിലാണ്, അവിടുത്തെ പ്രതിരോധ സേനയിലാണ് ഈ ഒരു സംഗതി 1950കളിൽ ഈ ഒരു നെറ്റ്വർക്കിങ്ങിന്റെ സാധ്യതയെ കുറിച്ചിട്ട് പഠനം വരുന്നത്. പിന്നീട് ബ്ലോക്ക് ഡാറ്റ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജി 60കളിൽ രൂപപ്പെടാൻ തുടങ്ങി. പിന്നെ NPL എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഇതൊക്കെ എന്താ പറയാ, വല്ലാതെ വിശദീകരിക്കേണ്ട ഒരുപാട് വിവരണങ്ങൾ ആവശ്യമായിട്ടുള്ള ഒരു ഭാഗമാണ്. നമുക്ക് തൽക്കാലം ഇപ്പോൾ ഈ സംഗതികൾ ടേംസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഓരോ ഘട്ടങ്ങൾ പറയുന്നുണ്ട്. ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇത് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിൽ ഇപ്പൊ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. കുറച്ച് ഇമ്പോർട്ടന്റ് ഉള്ള ഏരിയാസ് ആണ്. ഒന്ന് 1989 നമ്മൾ ഇന്ന് കാണുന്ന WWW വേൾഡ് വൈഡ് വെബ് ടിം ബേർണേഴ്സ്-ലീ എന്ന് പറയുന്ന ആള് കണ്ടെത്തുന്നത് ഈ ഒരു സമയത്താണ്. ബ്രോഡ്ബാൻഡുകള്, വയർലെസ് നെറ്റ്വർക്കുകള്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഒക്കെ നടക്കുന്നത് പിൻകാലത്താണ്. അപ്പോൾ 1950 മുതൽ 2000 വരെയുള്ള ഒരു ഘട്ടം ഒരു ടാബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അത്ര ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ നിങ്ങൾ ഈ മേഖലയിൽ വല്ലാതെ ഫോക്കസ് ചെയ്യാത്ത ആളുകളായതുകൊണ്ട് അതിൽ വല്ലാതെ സമയം ചെലവഴിക്കേണ്ടതും ഉണ്ട് എന്ന് തോന്നുന്നില്ല. ആ രംഗത്ത് താല്പര്യമുള്ളവർ, IT രംഗത്തെ കുറിച്ച്, മാസ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ അത് അതിൽ കൂടുതൽ വായനകൾ നടത്തുക. ഉള്ളത് ക്രോം ചെയ്തുകൊണ്ട് മറ്റൊക്കെ നിങ്ങൾക്ക് ബ്രൗസ് ചെയ്തുകൊണ്ട് പഠിക്കാവുന്നതാണ്. ഈ എക്സാമിനേഷന്റെ ഇതിൽ വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ടേബിളിന് വല്ലാതെ കൂടേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്. ദെൻ മാസ് മീഡിയ ഇൻ നെറ്റ്വർക്ക്ഡ് സൊസൈറ്റി എന്നുള്ളതാണ്. ഇപ്പൊ ഈ പറയപ്പെട്ട പോലെ ഇത്തരത്തിലുള്ള കണ്ടന്റുകളുള്ള ഒരു കാലത്ത് മാസ് മീഡിയയുടെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാം. ഒരു വലിയ പങ്കാണുള്ളത്. TV, റേഡിയോ, അതുപോലെ തന്നെ പ്രിന്റ് രംഗത്തൊക്കെ ഇന്റർനെറ്റ് ഒക്കെ വന്നതോടുകൂടി ഇപ്പൊ ഈ ഒരു പറയപ്പെട്ട സംഗതികളൊക്കെ ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും ഏറെക്കുറെ ഇന്ന് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടില് റേഡിയോ എന്തായാലും ഇല്ല, TV ചില വീട്ടിൽ ഉണ്ടാക്കാം, അത് യൂസ് ചെയ്യാറില്ല, അത് ഒഴിവാക്കപ്പെടുന്നു. ആളുകളൊക്കെ ഇന്ന് ഫോണിലേക്ക് ഏറെക്കുറെ ചുരുങ്ങിയിട്ടുണ്ട്. അപ്പൊ കൂടുതൽ ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ അതിലേക്ക് ആ ഒരു വളർച്ച വന്നതോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള പല മെറ്റീരിയൽസും ഒഴിവാവുകയും പരമാവധി അത്തരം സേവനങ്ങളൊക്കെ ഒരൊറ്റ ഡിവൈസിലേക്ക്, നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഒരൊറ്റ ക്ലിക്കിലേക്ക് കിട്ടുന്ന രൂപത്തിൽ ചുരുങ്ങി വരുന്ന ഒരു അവസ്ഥ വിശേഷമാണ് ഇന്നുള്ളത്. അപ്പോ പല കാര്യങ്ങളും മീഡിയ കോണ്ടന്റുകളൊക്കെ രൂപപ്പെടുത്തുന്നിടത്ത് പൊതുജനങ്ങൾക്കും പങ്ക് ലഭിക്കാനായിട്ട് തുടങ്ങി. ഇപ്പൊ നമ്മൾ UGC എന്ന് പറയും, യൂസർ ജനറേറ്റഡ് കണ്ടന്റ്. അതായത് കണ്ടന്റ് ഉണ്ടാക്കുന്നത് ആരല്ല, മീഡിയ സ്ഥാപനമല്ല, മറിച്ച് ആരാണ് അതിന് ഉപഭോക്താക്കളാണ് അതിന്റെ കോണ്ടന്റ് പലപ്പോഴും നിർമ്മിക്കാറുള്ളത്. അതുപോലെ തന്നെ ട്രഡീഷണൽ ജേർണലിസം, പരമ്പരാഗതമായിട്ടുള്ള മാധ്യമ പ്രവർത്തന രംഗത്തുള്ള ചില സംഭവങ്ങളൊക്കെ അതിൽ മാറി വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടേബിള് ജസ്റ്റ് വായിച്ചു നോക്കാനുള്ളതേ ഉള്ളൂ. നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. അതൊക്കെ ചോദിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അതായത് ഓർക്യൂട്ട്, ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ്, ടിക്ടോക്ക് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പുകളാണ്. അതിന്റെ ഒരു ചരിത്രം, അതിന്റെ ഒരു ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, കുറെ അറിയുന്നത് തന്നെയാണ്. അതിന്റെ വർഷങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഫേസ്ബുക്ക് ഏത് വർഷത്തിലാണ് കണ്ടെത്തിയതെന്നൊന്നും ഇതുവരെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഇനിയും അതുണ്ടാകൂല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പല ആൻസേഴ്സിനും സപ്പോർട്ടിംഗ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡാറ്റ യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള മാത്രം. തൽക്കാലം നമ്മളത് സ്കിപ്പ് ചെയ്യാണ്, വായിച്ചു നോക്കിയാൽ മതി. ഇപ്പോൾ ട്രഡീഷണൽ മീഡിയ നൗ യൂസ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആൻഡ് സോഷ്യൽ മീഡിയ ടു റീച്ച് ഓഡിയൻസ്. അപ്പൊ പരമ്പരാഗത മാധ്യമങ്ങൾക്ക് ഇന്ന് ഇത് കുറവാണ്. ഇപ്പൊ ചാനൽസ് ഒക്കെ കൂടുതലും അവരുടെ റേറ്റിംഗ് കിട്ടുന്നത് ഇപ്പൊ TV ചാനലുകളേക്കാൾ അവരുടെ യൂട്യൂബ് ചാനൽസിലാണെന്ന് നമുക്ക് കാണാൻ പറ്റും. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുള്ള പേജുകളിലൊക്കെ സാധ്യമായിട്ടുള്ള അളവിലൊക്കെ ഈ ന്യൂസ് ചാനൽസ് എന്ത് ചെയ്യാറുണ്ട്, അവരുടെ ലൈവ് കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ 24x7 തന്നെ അവരുടെ ലൈവ് റൺ ചെയ്യുന്നതായിട്ട് കാണാം. അതിലാണ് കൂടുതൽ ആളുകൾ ഉള്ളത്, അതിലാണ് കൂടുതൽ ആൾക്കാർ ഇപ്പൊ കാണുന്നത്. പഴയ പോലെ TV
വ്യൂവേഴ്സ് അല്ല ഒരു മാധ്യമത്തിന്റെ റീച്ച് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിർണ്ണയിക്കുന്നതെന്ന് കാണാൻ പറ്റും. അതൊരു മാറ്റം സാധ്യമായിട്ടുണ്ടെന്നുള്ളത് ചുരുക്കം. പഴയ ട്രഡീഷണൽ മീഡിയയിൽ നിന്ന് മാറിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു കണ്ടീഷനിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പറയാനുള്ള ഒരു സംഗതിയാണ് ന്യൂ മീഡിയ ടെക്നോളജി എന്നുള്ള ഒരു സംഗതി. അതായത് നവമാധ്യമ സാങ്കേതിക വിദ്യകൾ, പല രൂപത്തിലുള്ള കേബിൾസും മറ്റുമൊക്കെ വന്നത്. ഇപ്പൊ ബാൻഡ് വിഡ്ത്ത്, തന്നെ വെബ് 1.0, വെബ് 2.0, വെബ് 3.0 ഒക്കെ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയി വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമുക്കറിയാം ഇത് നെറ്റിന്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ മായി ബന്ധപ്പെട്ട് വരുന്നൊരു സംഗതിയാണ് ഇപ്പൊ ഈ പറയുന്ന കേബിൾസ് ഒക്കെ ഇതുള്ളത് കാണാൻ പറ്റും. ഇപ്പൊ പണ്ടൊക്കെ നെറ്റ് നമ്മൾ കയറ്റാറുള്ളത് കേവലം നമ്മുടെ സിം യൂസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഇന്റർനെറ്റ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിരുന്ന ഒരു നെറ്റിന്റെ കണക്ഷൻ വലിക്കുക എന്നുള്ളത്. ഇന്നത് കൂടുതൽ സിമ്പിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് മോഡം നമ്മുടെ കൈവശം ഉണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ ഏറെക്കുറെ എല്ലാ വീട്ടിൽ നിന്ന് വൈഫൈ കണക്ഷൻ ഉണ്ടെന്ന് കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ ഒന്നുകിൽ ഇത് പറയപ്പെട്ട കേബിൾസ് യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതേസമയം തന്നെ തരംഗങ്ങൾ ചെയ്തുകൊണ്ട് മോഡം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിലുള്ള നെറ്റ് കണക്ഷൻസ് വലിക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ വെബ് രംഗത്തുള്ള വലിയ വികസനങ്ങൾ, ഇപ്പോൾ വെബ് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് എന്നൊക്കെ പറയുന്നത് ആ ഒരു വെബിന്റെ ഒരു ലെവലിലാണ്. ഇപ്പോൾ വെബ് 1.0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ HTML പേജുകൾ റീഡ് ചെയ്യാനുള്ള കണ്ടീഷൻ ആയിരുന്നു വെബ് 1 ഉണ്ടായിരുന്നത്. വെബ് 2.0 എത്തിയ സമയത്ത് ഒന്നുകൂടി വികസിച്ചുകൊണ്ട് ഇപ്പോൾ ജാവ സ്ക്രിപ്റ്റ്, CSS, API അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കോംപ്ലക്സ് ടേംസ് ആണ്. അതിന്റെ ബേസിക് അറിയാതെ ഒരിക്കലും നമുക്കത് വിശദീകരിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് പരിമിതി ഉണ്ട്. ഇപ്പൊ ഇന്നത് ക്ലാസ് എടുക്കുക എന്നുള്ളത്, ഇതൊക്കെ ICT എന്ന് പറയുന്ന ഒരു പഠന ശാഖ തന്നെയുണ്ട്. ഇതൊക്കെ IT റിലേറ്റഡ് ആയിട്ട് വരുന്ന ടെർമിനോളജികളാണ്. ഒരിക്കലും അതിൽ എന്ത് ചെയ്യരുത്, വല്ലാതെ സമയം ചെലവഴിച്ചുകൊണ്ട് അതിൽ ഇഷ്ടമുള്ള താല്പര്യമുള്ള ആളുകൾക്ക് പഠിക്കാം, യാതൊരു തടസ്സവും ഇല്ല. പക്ഷേ ഒരു കണക്ഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഇത് കിട്ടുമെന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ലോകത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക, സാധ്യമായ അളവിൽ അത് പഠിക്കുക എന്നുള്ളത് മാത്രം കേട്ടോ. ഇപ്പോ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട ടൂൾസ്, AI ടൂൾസ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, തന്നെ ഇനി ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുടെ ഒരു വികസനത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് 2G, 3G, 4G, 5G ഒക്കെ അറിയാമല്ലേ. കുറെ ആൾക്കാർക്ക് ഇത് 5G സിം ആയിരിക്കും, ചില ആൾക്ക് 4G സിം ആയിരിക്കും ഉണ്ടാവുക. ചില ആളുകൾക്ക് 4G സിം ഉണ്ടായിരിക്കും, പക്ഷെ വീട് നിൽക്കുന്ന സ്ഥലത്ത് 2G പോലും ഉണ്ടാകാത്ത കണ്ടീഷൻസ് ഉണ്ടാകാറുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഗൂഗിൾ മീറ്റ് വെക്കും, അതിൽ വരും, ഒന്നും കേൾക്കൂല, അല്ലെങ്കിൽ കണക്ഷൻ മിസ്സാകും, എത്ര വൈഫൈ ഉണ്ടായിട്ടും കാര്യം ഉണ്ടാകില്ല. അപ്പൊ അതൊക്കെ ഇന്റർനെറ്റിന്റെ സ്പീഡാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രകടമാകുന്നത്. ഇപ്പൊ ഈ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ കുറെ ആളുകൾ കേൾക്കാനില്ല എന്ന് പറയുന്നത് കാണാം. എല്ലാവർക്കും കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്റെ പ്രശ്നമാണ്. പക്ഷേ ബാക്കിയുള്ളവർക്ക് കേൾക്കുന്നു, ഒരാൾക്ക് മാത്രം കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ആൾ യൂസ് ചെയ്യുന്ന ഡിവൈസിന്റെ പ്രശ്നമായിരിക്കും, അത് അവിടുത്തെ നെറ്റ് സ്പീഡിന്റെ പ്രശ്നമായിരിക്കും. ഇപ്പോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന ഈ ഒരു ഇന്റർനെറ്റ് സർവീസിന്റെ സ്പീഡ് ഇപ്പോൾ പെർ സെക്കൻഡിൽ ഇത്ര MB ആണ് എന്നുണ്ടെങ്കിൽ അത്ര നെറ്റിന്റെ സ്പീഡ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഒരിക്കലും നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അതിനിടയിൽ കട്ട് വരും, ആ സൗണ്ട് ബ്ലർ ആവാൻ, സൗണ്ട് കുറയാൻ തുടങ്ങും, അത് കട്ട് വരാൻ തുടങ്ങും. അപ്പോൾ ലോകം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഈ ഒരു ഇന്റർനെറ്റ് സ്പീഡാക്കി എടുക്കാം എന്നുള്ളതാണ്. പണ്ടൊക്കെ നമ്മൾ ഗൂഗിളിൽ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം സമയം എടുത്തിരുന്നു. ഇങ്ങനെ ലോഡായി വന്ന് ഒരു ലോഡിങ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിരുന്നത്. ഇന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും സംഗതി വന്നു, അത്രയും സ്പീഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ സംഗതി ഡൗൺലോഡ് ചെയ്യാനൊക്കെ നമുക്ക് വളരെ കുറഞ്ഞ സമയം മതി. വളരെ ഫോണാണെങ്കിലും പണ്ട് കാലത്തൊക്കെ വലിയൊരു ഉദാഹരണത്തിന് ഒരു വലിയ വീഡിയോ അല്ലെങ്കിൽ സിനിമ ഡൗൺലോഡ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക, അത്രയും GB കണക്കിനായിരിക്കും അത് ഉണ്ടാകുക. അത് ഡൗൺലോഡ് ചെയ്ത് വരാൻ ചിലപ്പോൾ മിനിറ്റുകൾ, മണിക്കൂറുകളൊക്കെ എടുക്കുന്നത് ഇന്ന് ഏറെക്കുറെ അത് സ്പീഡപ്പായി വരുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഇന്നലെ രാത്രി തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ അങ്ങനത്തെ ഒരു അത്രയും വലിയൊരു ഫയല്, അതൊരു 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ദൈർഘ്യമുള്ള ഒരു ഫയൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം അതിന്റെ മുകളിൽ ചെലവഴിക്കേണ്ടി വരാറുണ്ട്. അതൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ 2G ജനറേഷൻ എത്രത്തോളം ഉണ്ട്. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന സ്പീഡ് ആയിരിക്കില്ല പിന്നെ ഉണ്ടാവുക, കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാകും. 1990കളിലാണ് 2G ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ പെർ സെക്കൻഡ് 236 KB അതാണ് അന്നത്തെ സ്പീഡ് ഉണ്ടായിരുന്നത്.
അപ്പൊ നമുക്ക് നോക്കൂ KB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു PDF-ന്റെ വലുപ്പമാണ് KB എന്നുള്ളത്. അപ്പൊ 2G എന്ന് പറഞ്ഞാൽ അത്രയും ഇതായിരുന്നു. നമ്മൾ വോയിസ് കോൾ SMS ഒക്കെയാണ് ആ സേവനത്തിലൂടെ അന്ന് നമുക്ക് ലഭിച്ചിരുന്നത്. വളരെ ബേസിക് കമ്മ്യൂണിക്കേഷൻ കോൾസ് മറ്റൊക്കെയാണ് 2G കിട്ടുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ നെറ്റ് കിട്ടാത്ത സ്ഥലത്ത് നമുക്ക് ഫോൺ വിളിച്ച ആളെ കിട്ടാൻ അതിന് കേവലം നമുക്കൊരു 2G ജനറേഷന്റെ സ്പീഡ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. പിന്നെ ഇന്റർനെറ്റ്, ഇമെയിൽ, വീഡിയോ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു വികാസം വേണം. സ്പീഡ് ഏകദേശം 42 MB വരെയൊക്കെ, KB അല്ല MB വരെയൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ അറിയാലോ അല്ലെ. 1024 MB ആണ് ഒരു GB എന്നുള്ളത്. അപ്പൊ KB പിന്നെ അതിന്റെ മുകളിലാണ് MB യുടെ മേലെയാണ് GB എന്നുള്ളത്. അപ്പൊ നമുക്ക് നെറ്റ് കയറ്റാറിലൊക്കെ ഈ ഒരു കാൽക്കുലേഷന്റെ ബേസിസിലാണ് 1.5 GB നെറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പ്ലസ് അതിന്റെ പകുതിയാണ് നമ്മൾ 1.5 അർത്ഥാക്കുക. അപ്പൊ ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു സമയത്ത് ഇതിൽ എത്ര GB റേഞ്ച് എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു ലെവല് നമ്മൾ കാണുന്ന HD വീഡിയോ സ്ട്രീമിംഗ് 5G എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അൾട്രാ ഫാസ്റ്റ് എന്നുള്ള രൂപത്തിൽ അവർ 10+ GB ഒരു സെക്കൻഡിൽ ഇട്ട് ഒരൊറ്റ സെക്കൻഡിൽ തന്നെ 10 GB വരെ 5G സെറ്റപ്പ് ഇന്ന് ലോകത്തുണ്ട്. പല സ്മാർട്ട് സിറ്റികളിലും മറ്റുമൊക്കെ ഉള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ ലോകത്തുണ്ട്, റിയൽ ടൈം ആപ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് സാധനമാണ്. വളരെ വേഗത്തിൽ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്യുന്ന സംഭവമാണ് ഇന്ന് ലോകത്തുള്ളത്. ഇനി ഫൈനൽ പോയിന്റ് ആണ് എവല്യൂഷൻ ഓഫ് സോഷ്യൽ മീഡിയ. പറഞ്ഞത് തന്നെയാണ്, വീണ്ടും റിപ്പീറ്റിംഗ് ആണ്. 2002 ഫ്രണ്ട്സ്റ്റർ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ആദ്യമായിട്ട് വരുന്നത്. ഉണ്ടാക്കുക എന്നുള്ളൊക്കെ സാധനം ഫ്രണ്ട്സ്റ്റർ ആദ്യം വരുന്നു. പിന്നീട് മൈസ്പേസ് എന്നുള്ള സാധനം 2000-ന്റെ മധ്യകാലഘട്ടങ്ങളിൽ 2000 സമയത്തൊക്കെ മൈസ്പേസ് എന്ന് പറയുന്ന പിന്നീട് വല്ലാതെ വിജയിച്ച ഒരു ആപ്പാണ് ഫേസ്ബുക്ക് എന്നുള്ളത്. ഫേസ്ബുക്ക് വന്നോട് കൂടിയിട്ട് ആളുകൾ കൂടുതൽ പിന്നീട് അതിനെ യൂസ് മുതൽ ഇന്നും ഇപ്പോഴും അത്തരത്തിലുള്ള പലതും വന്നിട്ടുണ്ട്. വായിച്ചു നോക്കുക. അതിൽ പറയാൻ സോഷ്യൽ മീഡിയ വികസിച്ചതോട് കൂടിയിട്ട് സാമൂഹികപരമായിട്ടുള്ള നമ്മുടെ വലിയ അർത്ഥത്തിൽ വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കും. പിന്നെ ബ്ലാക്ക് ക്യാമ്പയിന്, ക്യാമ്പയിന് കാലത്ത് ട്രെൻഡായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം ലക്ഷക്കണക്കിന് ആളുകളെ കോടിക്കണക്കിന് ആളുകളെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, കണക്ട് ചെയ്യുന്ന സാമൂഹിക മാധ്യമങ്ങൾ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇതാണ് ഡിജിറ്റൽ മാധ്യമങ്ങൾ. ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പൊ അതൊന്ന് ചിട്ടപ്പെടുത്തിയിട്ട് പഠിക്കുക. ചരിത്രം പറയുന്നിടത്തൊക്കെ പരമാവധി കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. മിനിമം നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അങ്ങനെ നമ്മുടെ യാത്ര നമ്മുടെ അവസാനത്തെ യൂണിറ്റിലേക്ക് എത്തുകയാണ്. ചെറിയ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിള് കാര്യങ്ങളേ ഉള്ളൂ, വിശദീകരിക്കാനുള്ളതൊന്നുമില്ല. വായിക്കാൻ യൂണിറ്റ് ആണ്. ആ ഒരു ബ്ലൂ ബോക്സ് നോക്കിയാൽ അറിയാം എത്രത്തോളം നമ്മളത് വിശദീകരിക്കുന്നത്. പ്രിന്റിങ്, ടെലിഗ്രാഫ്, ടെലിഫോണ്, ഫോട്ടോഗ്രാഫി, സിനിമാറ്റോഗ്രഫി, ടെലിവിഷന്, ഇന്റർനെറ്റ്, മൊബൈൽ ഫോൺ, നമ്മൾ ഏറെക്കുറെ യൂസ് ചെയ്തിട്ടുള്ള നമുക്ക് അറിയുന്ന സാധനങ്ങളാണ്. അതിന്റെ ഒരു ഡെവലപ്ഡ് വേർഷൻ എന്നുള്ള അർത്ഥത്തിൽ സിമ്പിളായിട്ട് നമുക്ക് വായിച്ചെടുക്കാവുന്ന കാര്യങ്ങൾ മാത്രം ചില പറഞ്ഞ വിഷയങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഇപ്പോൾ മീഡിയേഷൻ മുമ്പ് പറഞ്ഞിരുന്നു. മീഡിയ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ. അപ്പോൾ ആ മാധ്യമങ്ങളിലുള്ള ഒരു കോണ്ടന്റ് എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിക്കുന്ന, ആളുകൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്, വർക്ക് ചെയ്തെന്നുള്ളതാണ് മീഡിയ. അദ്ദേഹത്തിന്റെ പ്രിന്റിംഗ് അദ്ദേഹം കൊണ്ടുവന്ന ടെക്നോളജിയെ തുടർന്നിട്ടാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിപ്ലവം ഉണ്ടാകുന്നത്. പുസ്തകങ്ങൾ പീരിയോഡിക്കൽസ് ന്യൂസ് പേപ്പറായി, പിന്നെ അതിനൊരു വാണിജ്യവൽക്കരണം, അതൊരു ചരിത്ര ഘട്ടങ്ങൾ യഥാർത്ഥത്തിൽ ഇതിന് പറയാനായിട്ട് പറ്റും. അപ്പൊ ലോകത്തെ ആദ്യത്തെ മാസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് പ്രിന്റിംഗ് ആണ്. രീതിയിലേക്ക് ലോകം മാറി. അതിന്
ഘട്ടങ്ങൾ അല്ലെങ്കിൽ അതിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളിൽ ഒന്നാണ് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ സൂചിപ്പിച്ച പോയിന്റ്സ് ഒക്കെ ഇവിടെ യൂസ് ചെയ്യുന്ന പുസ്തകത്തിൽ മറ്റൊക്കെ പുതുതായിട്ട് എലിസബത്ത് പ്രിന്റിംഗ് പ്രസ് ആൻഡ് ഏജന്റ് ഓഫ് ചേഞ്ച്, ശാസ്ത്രബോധം വളർത്തുന്നതിനും ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും പ്രിന്റിന്റെ പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് പറയുന്ന ഒരു വർക്കാണ്. അതായത് ശാസ്ത്രീയ ഉന്നമനത്തിന് ജനങ്ങൾ അതിനനുസരിച്ച് പാകപ്പെടുത്താൻ ഈ ഒരു കൃതി, ഈ ഒരു പ്രിന്റിംഗ് സഹായകമായിട്ടുള്ള ഒരു അക്കാഡമിക് പഠനമാണ് ദ പ്രിന്റിംഗ് പ്രസ് ആസ് ആൻ ഏജന്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു കൃതി. പിന്നെ വരുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ ഏതാണ്? ഇന്ത്യയുടെ ബംഗാൾ ഗസറ്റ് ആണ്. ജെയിംസ് അഗസ്റ്റസ് സിക്കി എന്ന് പറയുന്ന സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പത്രമാണ് ബംഗാൾ ഗസറ്റ് എന്നുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ബംഗാൾ ഗസറ്റ് ആണ് എന്നുള്ളത് പഠിക്കുക. ഇപ്പോൾ ഇന്ന് ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ പ്രിന്റിംഗ് മെറ്റീരിയൽസ് ഒക്കെ പേപ്പറിൽ നിന്നും മാറിയിട്ട് കൂടുതൽ വെബ്സൈറ്റ് രീതിയിലേക്ക് ഈ ഡോക്യുമെന്റ്സും ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിലൂടെ വലിയൊരു അളവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരിസ്ഥിതി സൗഹൃദമായിട്ട് കാര്യങ്ങൾ റൺ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. രണ്ടാമതാണ് ടെലിഗ്രാഫ് എന്ന് പറയുന്ന, 1930-ലാണ് വരുന്നത്. ടെലിഗ്രാഫിനെ കുറിച്ച് പറഞ്ഞിരുന്നു. കുറച്ച് മെച്ചപ്പെട്ടൊരു മുമ്പുള്ള ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം വലിയൊരു കഥാപാത്രമാണ്. കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇംഗ്ലണ്ട് അറിയുന്നത് 5 ദിവസത്തിന് ശേഷമാണ്. അപ്പോൾ ഇന്ന് പേര് മൊമെന്റിൽ പ്രസിഡന്റ് മരിച്ചു കഴിഞ്ഞാൽ ആ വാർത്ത അവർ പുറത്തു വിട്ടു കഴിഞ്ഞാൽ വിത്തിൻ മിനിറ്റ്സ് ലോകത്ത് മൊത്തം അത് എത്തും. എന്നാൽ അന്ന് ലിങ്കൺ മരണപ്പെട്ട വാർത്ത എത്താൻ 5 ദിവസത്തോളം കാത്തിരിക്കും. ടെലിഗ്രാഫ് ടെക്നോളജിക്ക് വലിയ വികസിച്ചു വന്നത് പ്രത്യേകിച്ച് അമേരിക്കൻ കാരണം വേണ്ടിയിട്ട് ആ ഒരു മെത്തേഡ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിഗ്രാഫ് വരുന്നത് 1851-ലാണ്. ഇത് കൊൽക്കത്ത ടു ഇതുവരെയായിരുന്നു ആ ഒരു ടെലിഗ്രാഫിന്റെ സേവനം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പൊതുജനങ്ങൾ അത് ഏറ്റെടുത്തതായിട്ട് അയച്ചത് 2013 ജൂലൈ 14-ലാണ്. അതിന് ശേഷം ടെലിഗ്രാം എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ യൂസ് ചെയ്തില്ല. ടെലിഗ്രാം എന്ന് പറയുന്നത് അതല്ല, ടെലിഗ്രാഫിൽ ഒരു ടെക്നോളജിയാണ്. ടെലിഫോൺ നേരത്തെ പറഞ്ഞു ആണ്, പറയുന്നില്ല. എന്റെ വാട്സാപ്പിന് ഫോൺ വിളിച്ച കാര്യമൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പുതുതായിട്ടൊന്നുമില്ല, ജസ്റ്റ് വായിച്ചു പഠിക്കുക. പിന്നെ നാലാമത്തത് റേഡിയോ വിശദീകരിച്ചുള്ളൂ. സെയിം സംഗതി തന്നെയാണ് ഇവിടെയും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അതായത് റേഡിയോയുടെ ദൂരത്തുള്ള ആളുകളെ പരസ്പരം കണക്ട് ചെയ്യാനും അവരുടെ സംസ്കാരങ്ങൾ ആശയമാക്കാൻ പറ്റിയെന്നുള്ളത്. പിന്നെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ റേഡിയോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, KDKA, അമേരിക്കയിലെ പിറ്റ്സ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അന്നത്തെ പിറ്റ്സ്ബർഗിലെ ഈ ഒരു പ്പെട്ടത്. പിന്നീട് 1920-50 കാലഘട്ടം ഗോൾഡൻ ഏജ് ഓഫ് റേഡിയോ എന്നാണ് അറിയപ്പെടുന്നത്. റേഡിയോ വികസനത്തിന്റെ ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു അത്. രണ്ടാം ലോക മഹായുദ്ധത്തൊക്കെ ആ ഒരു വാർ അപ്ഡേറ്റ്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് റേഡിയോ വലിയ പങ്ക് വഹിച്ചിരുന്നു. ഈ കാലത്ത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ശീതയുദ്ധ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ഒരുപാട് രംഗങ്ങളിൽ ആ സംഗതി യൂസ് ചെയ്തു. ഇന്ത്യയിലും റേഡിയോ രംഗം വരുന്നുണ്ട്. AIR അഥവാ ഓൾ ഇന്ത്യ റേഡിയോ ഒരു സംഗതി വന്നു. സ്റ്റുഡൻസിനും ഫാർമേഴ്സിനും ഒക്കെ യൂസ്ഫുൾ ആയ രൂപത്തിൽ അത്തരം ചരിത്രങ്ങളൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട്. അത് നമ്മുടെ
എങ്ങനെയാണ് അതിന്റെ വികസനം എന്നുള്ളത് പിൽക്കാലത്ത് അത് എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകൾക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയാണ്. അത് 20 മുതൽ നമുക്ക് അവിടെ പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ ഐഫോണിലൊക്കെ വളരെ ക്ലാരിറ്റിയിൽ ഒരു ക്യാമറയുടെ ക്വാളിറ്റി കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനൊക്കെയുള്ള അവസരമുണ്ട്. ഒക്കെ ഒരു എന്താണ് ദെൻ സിനിമാറ്റോഗ്രഫിയെ കുറിച്ചാണ് പറയാം. പിന്നെ പറയപ്പെട്ട പോലെ ഡിജിറ്റൽ സിനിമാറ്റോഗ്രഫിയിലേക്ക് മാറിയിട്ടുണ്ട്. മാത്രമല്ല ഡോക്യുമെന്റൊക്കെ ഈ ഒരു സിനിമാറ്റോഗ്രഫിയുടെ പരിധിയിൽ വരും. ഇന്ന് അത് കൂടുതലും OTT പ്ലാറ്റ്ഫോമുകളിലാണ് അതിന്റെ ഒരു പ്രദർശനം നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് പോയിന്റ്സ് അവിടെ പറയുന്നത്. ടെലിവിഷൻ അധികം തന്നെയാണ്. ഓഡിയോ അതുപോലെ തന്നെ ചെയ്യുന്നത് മാറിയിട്ട് നമ്മൾ രീതിയിലേക്കുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഇത്തരത്തിലുള്ള ടിവികളൊക്കെ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള പല വന്നോട് കൂടിയിട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ അത് ആദ്യം തിയേറ്റർ OTT പ്ലാറ്റ്ഫോമിലെ അക്കൗണ്ട് വഴിയാണ് സിനിമയൊക്കെ കാണാറുള്ളത്. ടെലിവിഷനിൽ അർത്ഥത്തിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് ചുരുക്കം. ദെൻ ഇന്റർനെറ്റ് നമുക്കറിയാം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക പോയിന്റ് എഡ്യൂക്കേഷനോട് കൂടിയിട്ട് എഡെക്സ് അതുപോലെ തന്നെ കോഴ്സറ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങൾ തുടങ്ങുന്നു. ഇപ്പൊ പല ഓൺലൈൻ എഡ്യൂക്കേഷൻ തന്നെ ഇന്റർനെറ്റ് ആണ് പഠിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ക്ലാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ രാവിലെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ. അപ്പൊ വളരെ പ്രയാസത്തിലൂടെ ഇന്ന് വളരെ അനായാസമായിട്ട് ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ പോലെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഹെൽത്ത് കെയർ രംഗത്ത് പലപ്പോഴും ഡോക്ടറെയും ഒക്കെ പോലെ അത്ര സ്വീകാര്യത അല്ലെങ്കിൽ ഒരു ഇന്ന് നിലവിലുണ്ട്. പലപ്പോഴും മെഡിക്കൽ ആക്സസ് പ്രൊവൈഡിങ് വലിയ സഹായകമാണ്. ഡിസ്ട്രിബ്യൂട്ടർ ഒക്കെ പോലുള്ള സംഗതികളിൽ ഉണ്ടാകുന്ന സ്വാധീനങ്ങൾ. ദെൻ ഡിജിറ്റൽ പേയ്മെന്റ് നമുക്കറിയാം. നമ്മൾ ഒരിക്കലും ക്യാഷ് ഇല്ല, പകരം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നേരിട്ടിട്ട് Paytm യൂസ് ചെയ്യാറുള്ളത്. പേയ്മെന്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ആവശ്യത്തിന് ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ വലിയൊരു അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരു സംഗതിയാണ് ഇന്റർനെറ്റ്. അപ്പൊ അത് ഏതൊക്കെ രംഗത്താണ് ഓർത്ത് വെക്കുക? എഡ്യൂക്കേഷൻ, ഇ-കൊമേഴ്സ്, ഹെൽത്ത് കെയർ, സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ പേയ്മെന്റ് ഒക്കെ ആ ഒരു പരിധിയിൽ വരും. അപ്പൊ ഇന്ന് പലപ്പോഴും ജോലി ക്രമത്തിൽ തന്നെ മാറ്റം ക്രമത്തിലുള്ള ഒരു പ്രത്യേക സംഗതിയാണ് വർക്ക് ഹോം എന്ന് പറയുന്ന ഒരു സംവിധാനം. ജോലി ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, പോകേണ്ടതില്ല. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചെയ്യാനുള്ള ഒരു അവസരം. ദെൻ മൊബൈൽ ഫോൺ ടെക്നോളജി ആണ് പറയേണ്ടതില്ല. 24 മണിക്കൂറും ആഴ്ചയിൽ എല്ലാ ദിവസവും നമുക്ക് നിത്യജീവിതത്തിൽ സഹായകമായ സാധനമാണ് മൊബൈൽ ഫോൺ എന്നുള്ളത്. എല്ലാ മനുഷ്യന്റെ കയ്യിലും സോഷ്യൽ മീഡിയ എത്തിച്ചത് പറയപ്പെട്ട ഡിവൈസുകളൊന്നും എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് മൊബൈൽ ഫോൺ കയ്യിലില്ലാത്ത ആളുകൾ എന്നുള്ളത് വളരെ വിരളമായിരിക്കും. പ്രത്യേകിച്ച് പുതിയ ജനറേഷനിൽ ഒരു മനുഷ്യനും എന്ത് ചെയ്യാറില്ല, സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഇല്ലാത്ത അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാത്ത ആൾക്കാരെ അങ്ങനെ നമുക്ക് ഒരിക്കലും കാണാൻ രീതിയിലേക്ക് സജീവമായിട്ട് ഫോൺ മാറിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റത്തെ പോയിന്റ് ആണ് മാസ് മീഡിയ കൺവെർജൻസ് എന്നുള്ളത്. കൺവെർജൻസ് എന്ന് പറയുന്നത് സമന്വയം എന്നൊക്കെ പറയാം. ട്രഡീഷണൽ മാധ്യമങ്ങളെയും ഡിജിറ്റൽ മീഡിയയും നമ്മൾ ഒരുപോലെ യൂസ് ചെയ്തതിനെയാണ് അതിനെ മെർജ് മാസ് മീഡിയ കൺവെർജൻസ് പറയാം.
ഈ കൊണ്ടുള്ള ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഒരേപോലെ തന്നെ ട്രഡീഷണൽ ആയതും അതുപോലെ തന്നെ ഡിജിറ്റൽ ആയിട്ടുമുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനാണ് ഇവിടെ പറയാറുള്ളത്. ഉദാഹരണത്തിന് പരസ്യം കൊടുക്കുന്ന സമയത്ത് അത് പ്രിന്റ് മാധ്യമത്തിലും കൊടുക്കും, ഡിജിറ്റൽ മാധ്യമത്തിലും കൊടുക്കും. അപ്പൊ അത് സെപ്പറേറ്റ് ഫോമിലായിട്ടാണ് പണ്ട് വർക്ക് ചെയ്തിരുന്നത്. ഇന്നതെല്ലാം CNN, BBC പോലെയുള്ള സംഗതികളൊക്കെ മൾട്ടിമീഡിയ ആണ് ഉപയോഗിക്കുന്നത്. മൾട്ടിമീഡിയ ഇപ്പോൾ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അതിന്റെ സേവനങ്ങൾ ലഭ്യമാണ്. അതേസമയം തന്നെ മറ്റു പലയിടങ്ങളിലും അവരുടെ ജേർണലിസം വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്ക്, ട്വിറ്റർ അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നത്, OTT പ്ലാറ്റ്ഫോമുകളുടെ ഒരു സജീവത ഒക്കെ വന്നതിനെ തുടർന്നിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു, ഒരേ സമയം ട്രഡീഷണലും അതുപോലെ തന്നെ ഡിജിറ്റൽ ഇതിലും വരുന്നുണ്ട്. പിന്നെ പല ട്രഡീഷണൽ സേവനങ്ങളും കാലങ്ങളിലൊക്കെ കേവലം റിട്ടേൺ ആയിട്ട് മാത്രം പ്രവർത്തനം ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറുന്നു. വളരെ പരിമിതമായ ഇടങ്ങളിൽ മാത്രം ഒതുങ്ങി OTT പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നു. അപ്പോൾ ആ ഒരു മാസ് മീഡിയ, അതായത് അത്തരത്തിലുള്ള മാസ് കമ്മ്യൂണിക്കേഷൻ രൂപത്തിലേക്ക് സമന്വയിക്കുന്ന ഒരു പ്രവണത ഇന്ന് വളരെ കൂടുതലാണ്. പല മൊബൈൽ സ്മാർട്ട് ഫോൺ, ടാബ്സ് ഒക്കെ നമുക്ക് ഈ ഒരു പരിധിയിൽ കാണാനായിട്ട് പറ്റും. പല ആപ്പുകളും ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് ഒക്കെ പോലെയുള്ള ആപ്പുകൾ അതിനുള്ള സഹായം കൂടുതൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ സത്യം പറഞ്ഞാൽ ഒരു മാസ് മീഡിയ കൺവെർജൻസ് ആണ് കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി പുതുമയുള്ള പ്രസക്തമായിട്ടുള്ള ഭാഗം. ബാക്കിയൊക്കെ സിമ്പിൾ ഏരിയ തന്നെയാണ്. ഈ ഒരു അധ്യായം നമ്മളിവിടെ അവസാനിക്കുകയാണ്. 3 ദിവസം കൊണ്ട് ഏകദേശം ഒരു 100-200 പേജൊക്കെയുള്ള 29 യൂണിറ്റായിട്ട് വിശാലമായി എടുക്കുന്ന ഒരു സംഗതി ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. എത്ര ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാകും എന്നുള്ളത് അറിയില്ല. ഏതായാലും കഴിവിന്റെ പരമാവധി സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ആർ യു ഹാപ്പി? ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ.